വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, ബയോളജിയുടെ 2 ചാപ്റ്ററുകൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, രണ്ടാമത്തെ ചാപ്റ്റർ ടിഷ്യൂസ്. ഈ 2 ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം പ്രിട്ടി മിസ് കൂടി എന്ത് ചെയ്യും, ഇന്നത്തെ ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി മിസ് കൂടി ഉണ്ട്. സോ മിസ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞ് മിസ് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. സോ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഞാൻ സെറ്റ് ചെയ്യും. അതിനുശേഷം ടിഷ്യൂസ് എന്ന ചാപ്റ്ററുമായിട്ട് പ്രിട്ടി മിസ് ഉടനെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് എ റിവിഷൻ സെഷൻ. 2 ചാപ്റ്ററും നമ്മൾ നന്നായി തന്നെ റിവൈസ് ചെയ്യും, ഇൻക്ലൂഡിങ് സം ക്വസ്റ്റ്യൻസ് അതിന് ഇൻ ബിറ്റ്വീൻ വരും. അപ്പം മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം കുട്ടികളെ. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമോ? അതൊന്ന് കൺഫേം ചെയ്യണമല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്കുന്നുണ്ടോ? എന്നെ നിങ്ങൾ വ്യക്തമായി കാണുന്നുണ്ടോ? സ്ലൈഡ് വ്യക്തമായി കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ശക്തിമാൻ, വളരെ പെട്ടെന്ന് ഒരു ശക്തിമാൻ ഇമോജി ഇടാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടെ? അപ്പൊ നമുക്ക് തുടങ്ങാം. ക്ലിയർ ആണെന്ന് പറയുന്നു. സോ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് യൂട്യൂബിലും ആപ്പിലും ഈ ലൈവ് റൺ ചെയ്യുന്നുണ്ട്. സോ ആപ്പിൽ നിങ്ങൾക്കറിയാം നാളെയാണ് എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ എക്സാമിനേഷന്റെ കാര്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. സോ അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭ്യമാവും ആപ്പിൽ തന്നെ. അപ്പൊ അതിന്റെ ഡിസ്കഷനും നാളെ തന്നെ ഉണ്ടാവും. ഓക്കെ, നാളെ രാത്രിയിലുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ശക്തിമാൻ, എനിക്ക് ഒരുപാട് ശക്തിമാൻ ഇവിടെ കാണുന്നുണ്ട്, യൂട്യൂബിലും അതുപോലെ തന്നെ ആപ്പിലും. എല്ലാവർക്കും കേൾക്കാമല്ലോ? എല്ലാം റെഡിയാണ്, സെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഒട്ടും സമയം കളയാനില്ല, നമുക്ക് തുടങ്ങാം. നമുക്ക് ടൈം ഈസ് വെരി പ്രഷ്യസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സമയം നമ്മൾ കളയാൻ പാടില്ല. തുടങ്ങാം. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി മാറ്റി വെക്കാം. ഓക്കെ, 2 ചാപ്റ്റേഴ്സ് ഉണ്ട് റോഷനെ. 2 ചാപ്റ്റർ ഉണ്ട് കേട്ടോ റോഷനെ. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ കവർ ചെയ്യും, കംപ്ലീറ്റ് കൺസെപ്റ്റും നമ്മൾ റിവൈസ് ചെയ്യും. രണ്ടാമത് ടിഷ്യൂസ് എന്ന ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പ്രിട്ടി മിസ് വരും. ഓക്കെ, സോ ആദ്യം തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെല്ലിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് അറിയാത്തവരാരും ഇല്ലല്ലോ, ഇത് അറിയാത്തവരാരുമില്ല അല്ലേ? സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലീസ് ടീച്ച് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ടിഷ്യൂസ് അല്ലേ? സെല്ലിന്റെ ഓർഗനൈസേഷൻ, അതാണല്ലോ ടിഷ്യൂസ് ആയി മാറുന്നത്. ആ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കിയാൽ സെല്ലുകൾ ഗ്രൂപ്പ് ചെയ്താണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സെല്ല് പഠിക്കാം. സെല്ല് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടിഷ്യൂസ് പഠിക്കാം കേട്ടോ മക്കളെ. ആ ഒരു ഓർഡറിൽ തന്നെ പോകുന്നതല്ലേ നല്ലത്. ഓക്കെ, സോ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാ? സെല്ലിനെ കുറിച്ച്. അത് എല്ലാവരുടെ മൈൻഡിലുണ്ടാവണം. നമ്മൾ പഠിക്കുന്നത് സെല്ലിനെ കുറിച്ചാ. ഓക്കെ അല്ലേ? അല്ലേ? എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ് അല്ലേ? ഇപ്പൊ ഞാനെന്ന് പറയുന്ന നിങ്ങൾ ഈ കാണുന്ന അക്ഷയ് സാറ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? സെല്ലുകൾ കൊണ്ടാ. കോടാനുകോടി സെല്ലുകൾ ഉണ്ട് എൻ്റെ ശരീരത്തിൽ. ആ സെല്ലുകളെല്ലാം അടുക്കി വെച്ച് പല ഫങ്ഷൻസ് ചെയ്താണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ജീവനോടെ നിലനിൽക്കുന്നത്. സോ സെല്ലുകൾ എന്ന് പറയുന്നതാണ് അടിസ്ഥാനം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. ലൈഫിന്റെ ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാ കുട്ടികളെ? സെല്ലാണ്. ആ സെല്ലിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേരെന്താ? ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. വെരി ഫണ്ടമെന്റൽ, വളരെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, അതാണ് സെല്ല്. അപ്പൊ ആദ്യം തന്നെ സെല്ലിനെ കുറിച്ച് പറയുന്നു. സെൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അധികമായിട്ടൊന്നും അവിടെ പറയുന്നില്ല. ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും പേര് വിളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്കറിയാം അതിനുള്ള ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാവരുടെ പേരും വിളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, റെഡി? പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. എടാ, ഞാനെന്ന് പറയുന്ന ജീവി, എനിക്കൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ഇപ്പൊ ഹ്യൂമൻ ബീൻ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഡോഗ് എടുത്തു കഴിഞ്ഞാൽ ഡോഗിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? കാറ്റ് എടുത്തു കഴിഞ്ഞാൽ കാറ്റിന് മറ്റൊരു സ്ട്രക്ചറാണ് അല്ലേ? എല്ലാ ഓർഗാനിസംസും അവരുടേതായ രീതിയിൽ യുണീക്കാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിന് കാരണം എന്താ? എനിക്ക് ഈ ഒരു സ്ട്രക്ചർ വരാൻ കാരണം എന്താ? ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെല്ലുകളാണ് അല്ലേ മക്കളെ? ഉദാഹരണം പറയുകയാണെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. എല്ലാവർക്കും സ്ലൈഡ് കാണാമല്ലോ? എല്ലാവർക്കും സ്ലൈഡ് കാണാം അല്ലേ? സാർ ഈ വരക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ? സാർ ഈ വരക്കുന്നത് എന്താണെന്ന് അറിയോടാ? സാറ് വരക്കുന്നത് ലീഫ്. സാർ ഇപ്പോൾ വരച്ചത് ലീഫാണ് അല്ലേ? ഞാൻ ഇത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്ത്? ഇത് ലീഫ് അല്ലേടാ കുട്ടികളെ? ഇത് ലീഫാണ്. ഈ ലീഫ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ലീഫ് നിർമ്മിച്ചിരിക്കുന്നത് അനേകം many cells. Yes or no? Many cells are
കമ്മിങ് ടുഗദർ ആൻഡ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് ലീഫ്. ഈ ലീഫ് എന്ന് പറയുന്ന ഈ ഓർഗൻ അവിടെ ഉണ്ടായി. ഒരുപാട് സെല്ലുകൾ ഇവിടെ ഇങ്ങനെ കൂടി കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെല്ലെന്ന് പറയുന്നത് ഇവിടെ എന്താണ് കുട്ടികളെ? സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് കുട്ടികളെ. എന്താണ് കുട്ടികളെ? സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. ഞാൻ പറയുന്ന ഓരോ ടേമും ശ്രദ്ധിക്കുക. സ്ട്രക്ചറൽ യൂണിറ്റ് ആണെന്ന് പറയുന്നതിന്റെ കാര്യം മനസ്സിലായ? ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാ? സെല്ലുകളാ. ആ സെല്ലുകൾ അവിടെ അടുക്കി 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 വെച്ചിട്ടാണ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ് ഓർ നോ? യെസ്. ഇനി മക്കളെ, ഈ ലീഫ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനെ നമ്മൾ കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. എന്തിനാണ് കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്? കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. കിച്ചൺ ഓഫ് ദ പ്ലാന്റ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ലീഫിനെ നമ്മൾ കിച്ചൺ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് പറഞ്ഞേ കുട്ടികളെ, ഒന്ന് പറഞ്ഞേടാ. എന്തിനായിരിക്കും ലീഫിനെ നമ്മൾ കിച്ചൺ എന്ന് വിളിക്കുന്നത്? യെസ്, നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റ് ആണ്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലേ മക്കളെ? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. മേക്സ് ഫുഡ്. വെരി ഗുഡ്. ഫോട്ടോസിന്തസിസ്. എല്ലാ മക്കളും കമന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം കുട്ടികളെ? എന്ത് വേണമെടാ? ക്ലോറോഫിൽ പിഗ്മെന്റ് വേണ്ടേ? യെസ്, ക്ലോറോഫിൽ പിഗ്മെന്റ് വേണം. ക്ലോറോഫിൽ പിഗ്മെന്റ്. ക്ലോറോഫിൽ പിഗ്മെന്റ് എവിടെയാണ് ഉള്ളത്? ക്ലോറോപ്ലാസ്റ്റ്. എന്തിലാ ഉള്ളത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനല്. ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് ഉള്ളത്? സെല്ലില്. ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് ഉള്ളത്? സെല്ലില്. അപ്പൊ സെല്ലില് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റ്, മക്കളെ കൃത്യമായി ശ്രദ്ധിച്ചോ, സെല്ലില് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റ്, ആ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് എന്ന എബിലിറ്റി ലഭിച്ചിരിക്കുന്നു. എന്ന ഫങ്ഷൻ, ഫോട്ടോസിന്തസിസ് എന്ന ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഹിയർ സെൽ ക്യാൻ എക്സിക്യൂട്ട് ദ ഫങ്ഷൻ ഫോട്ടോസിന്തസിസ്. അതുകൊണ്ട് നമുക്ക് പറയാം, സെൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ യൂണിറ്റ് മാത്രമല്ല. സെൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ യൂണിറ്റ് മാത്രമല്ല കുട്ടികളെ, അതൊരു ഫങ്ഷണൽ യൂണിറ്റ് കൂടിയാണെന്ന് പറയാം. സ്ട്രക്ചറൽ യൂണിറ്റ് മാത്രമല്ല, അതൊരു ഫങ്ഷണൽ യൂണിറ്റ് കൂടിയാണെന്ന് പറയാൻ സാധിക്കും. ആ നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ എടുക്കാം? ക്രോമോപ്ലാസ്റ്റ്, അത് കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡാ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം വ്യക്തമായോ? സ്ട്രക്ചറലുമാണ് ഫങ്ഷണലുമാണ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ഇവിടെ ഞാനിപ്പോ പ്ലാന്റിന്റെ കേസിൽ, ലീഫിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് എന്തെടുത്താലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. ഫങ്ഷണലും അതുപോലെ തന്നെ സ്ട്രക്ചറൽ യൂണിറ്റുമാണ്. ഓക്കെ അല്ലേ കുട്ടികളെ? ഓക്കെ അല്ലേടാ? സെറ്റല്ലേ? സെറ്റല്ലേ? റെഡി. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ സെല്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതൊരു ജീവജാലവും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാൽ ആ സെല്ലിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർഗനൽസിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോമ് അല്ലെ, ഒരുപാട് ഓർഗനൽസ് ഇതിനകത്തുണ്ട്. ഈ ഓർഗനൽസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? മോളിക്യൂൾസ്. എന്തുകൊണ്ടാണ് കുട്ടികളെ? മോളിക്യൂൾസ് കൊണ്ടാണ്. മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട്. ആറ്റങ്ങൾ കെമിസ്ട്രിയാണ്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് മോളിക്യൂൾസ്, മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് സെൽ ഓർഗനൽസ്, ആ സെൽ ഓർഗനൽസ് കൂടി സെല്ല് രൂപപ്പെടുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു സെല്ല് നമ്മൾ എടുത്ത് അതിന്റെ ഏറ്റവും, സെല്ലിന്റെയും ഏറ്റവും അടിസ്ഥാന ഘടകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആറ്റം അല്ലേ? നിങ്ങൾക്കറിയാം, എല്ലാ വസ്തുക്കളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ഓൾ ദ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം. അപ്പൊ ഇവിടെ സെല്ല് എന്ന് പറയുമ്പോഴും അവിടെയും ഒരുപാട് ആറ്റങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ കുട്ടികളെ? ഓക്കെ ആണോടാ? സെറ്റല്ലേ? സെറ്റല്ലേ? ഈ ഒരു ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തു, മോളിക്യൂൾസ്, പിന്നീട് സെല്ലിലേക്ക് വരുന്നു, സെൽ ഓർഗനൽസ് പിന്നെ സെല്ലിലേക്ക് വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ സെല്ലിന്റെ പ്രസൻസ് എവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു സ്ലൈഡാണ്. നോക്കിക്കോളൂ, എന്താ പറയുന്നത്? എവരി ഓർഗൻ ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവം എടുത്തു നോക്കിയാലും, സ്കിന്ന്, ബ്രെയിന്, മസില് ഓർ ഈവൺ ബോൺ, നമ്മുടെ എല്ലുകൾ പോലും, സ്കിൻ ആയിക്കോട്ടെ, ബ്രെയിൻ ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഏത് ഓർഗൻ ആയിക്കോട്ടെ, ഇൻക്ലൂഡിങ് ദ ബോൺ, നമ്മുടെ എല്ലുകളായിക്കോട്ടെ, അസ്ഥികളായിക്കോട്ടെ, ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടികളെ, അങ്ങനെയാണെങ്കിൽ ചെടികളുടെ അവസ്ഥ നോക്കിക്കേ.
ഇപ്പം നമ്മുടെ ആനിമലിന്റെ കേസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ കേസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അവയവങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് പ്ലാന്റ്സിലും. പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ പ്ലാന്റ് പാർട്സ് ആയ ലീഫ് ആയിക്കോട്ടെ, ഫ്ലവർ ആയിക്കോട്ടെ, റൂട്ട് ആയിക്കോട്ടെ, വുഡ് ആയിക്കോട്ടെ, മരമായിക്കോട്ടെ, വുഡ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ സെല്ലുകൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ ലിവിങ് ഓർഗാനിസം ആണ്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്, ബേസിക് യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. റെഡിയല്ലേ കുട്ടികളെ? റെഡിയല്ലേ? റെഡിയല്ലേ കുട്ടികളെ? പല മക്കളും ഓൾറെഡി ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, പല മക്കളും വരാനുണ്ട്. അവരെ കൂടി ഒന്ന് കൊണ്ടുവരാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ലിങ്ക് ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ആരും മടിക്കരുത് കേട്ടോ. യൂട്യൂബിലെ കുട്ടികളുടെ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമായിട്ട് വെറുതെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ, അല്ലേ? കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ടുവരാം. ഇപ്പം 9th CBSEയിൽ 2 ചാപ്റ്ററിൻ്റെ റിവിഷൻ നടക്കുന്നുണ്ട്. സോ അവ കുട്ടികളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് അവരെ ലൈവിൽ കൊണ്ടുവരാം. ഒരുമിച്ച് പഠിക്കാം. ആ ഒരുമിച്ച് പഠിക്കുമ്പോൾ നല്ലൊരു കാര്യമല്ലേ? ഒരുമിച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദ സെൽസ്. സെല്ലുകളുടെ എണ്ണം, അവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ഓർഗാനിസംസ്, 2 ടൈപ്പ് ഓർഗാനിസംസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. യുണി സെല്ലുലാർ ഓർഗാനിസം. എടാ മക്കളെ, യുണി എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ അല്ലേ? യുണി എന്ന് പറഞ്ഞാൽ സിംഗിൾ അല്ലേ? അപ്പൊ യുണി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ് ഓർഗാനിസം. ഒരൊറ്റ സെല്ല് മാത്രമേ അവരുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ സെല്ല് തന്നെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസും എക്സിക്യൂട്ട് ചെയ്യും. ഒരു സെല്ല് മാത്രം ബോഡിയിൽ ഉണ്ടാവും. ആ ഒരു സെല്ല് തന്നെ എല്ലാ പ്രോസസ്സുകളും, ആ ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ പ്രോസസ്സുകളും ഒരൊറ്റ സെല്ല് മാത്രമാണ് നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നു. അപ്പോൾ നോക്കിക്കോളൂ, മെനി സ്മോൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ജസ്റ്റ് 1 സിംഗിൾ സെൽ. ഒരൊറ്റ സെല്ല് കൊണ്ട് ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറാൻ എന്ന് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇവിടെ ഒരൊറ്റ സെല്ല് മതി മുഴുവൻ ഫങ്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഒരൊറ്റ സെല്ലുള്ള സിംഗിൾ സെല്ലുള്ള ജീവികളെയാണ് യൂണിസെല്ലുലാർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ബാക്ടീരിയ, ഈസ്റ്റ്. എടാ മക്കളെ ഇത് ശ്രദ്ധിക്കണം, ഈസ്റ്റ് എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ഇറ്റ്സ് എ ഫംജൈ, യൂണിസെല്ലുലാർ ഫംജൈ. അപ്പൊ ജനറലി ഫംഗസുകൾ അല്ലെങ്കിൽ ഫംജൈ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. ഒരു എക്സെപ്ഷൻ ആണ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഫംജൈ ആണ്. പിന്നെ നമുക്ക് അമീബ വരും, പാരമേഷ്യം, ഇതൊക്കെ യൂണിസെല്ലുലാർ ആണ്. ഓക്കെ റെഡി? സെറ്റ് അല്ലേ മക്കളെ? യൂണിസെല്ലുലാർ ഓർഗാനിസം സെറ്റ് അല്ലേ? ഒരു സെല്ല് മാത്രമേ ബോഡിയിലുള്ളൂ. ഇനി മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സെല്ലുകൾ ബോഡിയിൽ ഉണ്ടെന്നാണ്. മെനി സെൽസ്. മൾട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് എണ്ണം എന്നുള്ള അർത്ഥം. നമുക്ക് തൽക്കാലം മെനി എന്ന് പറയാം. മെനി, ഒരുപാട് സെല്ലുകൾ ഉണ്ട് ശരീരത്തിൽ എന്നാണ്. മോസ്റ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സെൽസ്. ദശലക്ഷക്കണക്കിന് സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പല ആനിമലുകളും പല പ്ലാന്റ്സും ദശലക്ഷക്കണക്കിന് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അവരെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് നമ്മൾ പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഹ്യൂമൻ ബീൻ, മാംഗോ ട്രീ, ക്യാറ്റ്, ഡോഗ്, ലയണ്, എക്സെട്ര. നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ കുട്ടികളെ? സെറ്റ് അല്ലേ? ഇനി സെല്ലിന്റെ ഡിസ്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സെല്ലിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. സെല്ലിനെ എങ്ങനെ ആദ്യം കണ്ടെത്തി? ആര് കണ്ടെത്തി? എങ്ങനെ കണ്ടെത്തി? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു ഏരിയ. എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ച്. വൈൽ എക്സാമിനിങ് തിൻ സ്ലൈസ് ഓഫ് കോർക്ക്, നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, തിൻ സ്ലൈസ് ഓഫ് കോർക്ക് ഓർത്ത് വെക്കണം. തിൻ സ്ലൈസ് ഓഫ് കോർക്ക്, മരത്തിന്റെ പുറത്തുള്ള ബാർക്ക്, പുറംതൊലിയാണ് ബാർക്ക്, അതിന്റെ ഭാഗം കോർക്ക്, അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് കോർക്ക്. വളരെ നേർത്ത കോർക്ക് കഷ്ണം ആരെടുത്തു? റോബർട്ട് ഹുക്ക് എടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തന്നെ മൈക്രോസ്കോപ്പ്, സെൽഫ് ഡിസൈൻഡ് മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം വീക്ഷിച്ചു. മരത്തിന്റെ പുറത്തുള്ള ഈ കോർക്കിനെ, വളരെ നേർത്ത കോർക്ക് കഷ്ണത്തെ അദ്ദേഹത്തിന്റെ തന്നെ സെൽഫ് ഡിസൈൻഡ് മൈക്രോസ്കോപ്പിൽ
അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടത് തേനീച്ചയുടെ കൂട് പോലെ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളെ കണ്ടു. ചെറിയ ചെറിയ അറകൾ പോലെ അദ്ദേഹം കണ്ടു. ചെറിയ ചെറിയ അറകൾ പോലെ, ഈ ചിത്രീകരണത്തിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ അറകളെ കണ്ടു. ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളെ റോബർട്ട് ഹുക്ക് കണ്ടു. വർഷം 1665 കുട്ടികളെ, 1665. In the year 1665, Robert Hooke, he observed thin slice of cork under his self-designed microscope, and he observed honeycomb structure which resembled like many little compartments, many little compartments. അപ്പൊ അതിനെ, ആ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളെ അദ്ദേഹം വിളിച്ചു സെല്ലെന്ന്. സെല്ലെന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. അതിന്റെ അർത്ഥം ലിറ്റിൽ റൂമാണ്. ഇത് പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്, MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓർത്തു വെക്കുക കുട്ടികളെ, ലിറ്റിൽ റൂം എന്നതാണ് സെൽ എന്ന് പറയുന്നതിന്റെ ലാറ്റിൻ വേർഡ്. ലാറ്റിൻ വേർഡ് ലിറ്റിൽ റൂം എന്നതിന്റെ ലാറ്റിൻ വേർഡാണ് സെല്ല്. അപ്പൊ അതിൽ നിന്നാണ് സെല്ലെന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. അപ്പൊ സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ച് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക്, അദ്ദേഹം ആണ് സെല്ലെന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. സെല്ലെന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ്, അതിന്റെ മീനിങ് ലിറ്റിൽ റൂം. ലിറ്റിൽ റൂം. വർഷം 1665, 1665. ഓക്കെ, റെഡി. വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇദ്ദേഹം ഒബ്സർവ് ചെയ്ത സെല്ല്, ഈ കോർക്ക് സെൽ എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ ഡെഡ് സെൽ. അത് ഡെഡ് സെല്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, 1674, 1674 ഒരു ഡച്ച് ശാസ്ത്രജ്ഞൻ ലിവൻ ഹുക്ക്, ആന്റോൺ വാൻ ലീവൻ ഹുക്ക്, ഇൻ ദ ഇയർ 1674 ആന്റോൺ വാൻ ലീവൻ ഹുക്ക്, അദ്ദേഹം റോബർട്ട് ഹുക്കിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പ് കണ്ടെത്തി. അത് കുറച്ചുകൂടി ലെൻസൊക്കെ ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടി മികച്ച ഒരു ഇംപ്രൂവ്ഡ് മൈക്രോസ്കോപ്പ് അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹം പോണ്ട് വാട്ടർ നിരീക്ഷിച്ചു. പോണ്ട് വാട്ടർ മീൻസ് സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. ആൻഡ് ഈ പോണ്ട് വാട്ടർ നിരീക്ഷിച്ചപ്പോൾ അതിൽ കുറെ സൂക്ഷ്മാണുക്കളെ കണ്ടെത്തി. വളരെ വളരെ ചെറിയ സൂക്ഷ്മാണുക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന മൈക്രോബുകളെ കണ്ടെത്തി. ലിവിങ് സെൽ, ഫ്രീ ലിവിങ് സെൽസിനെ കണ്ടെത്തി. അദ്ദേഹം ഇതിനെ ആനിമൽ ക്യൂൾസ് എന്ന് വിളിച്ചു. അപ്പൊ ആന്റോൺ വാൻ ലീവൻ ഹുക്ക് ആനിമൽ ക്യൂൾസ് എന്ന് വിളിച്ചതാണ് ആദ്യത്തെ ലിവിങ് സെല്ല്. അപ്പൊ ലിവിങ് സെല്ലിനെ, ആദ്യത്തെ ലിവിങ് സെൽ എന്നല്ല, ആദ്യത്തെ ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് ആന്റോൺ വാൻ ലീവൻ ഹുക്ക്. അപ്പൊ ഫസ്റ്റ് ലിവിങ് സെൽസിനെ കണ്ടെത്തിയത് ആന്റോൺ വാൻ ലീവൻ ഹുക്ക് ഇൻ ദ ഇയർ 1674. ഫസ്റ്റ് ഡിസ്കവേർഡ് ചെയ്ത് സെല്ലിനെ ഡിസ്കവറി എന്ന് പറയുമ്പോൾ ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹുക്ക് ഇൻ ദ ഇയർ 1665. അപ്പൊ ഇതൊരിക്കലും മറക്കരുത്. സെൽ എന്ന് പറയുന്നത് കോയിൻ ചെയ്തത് റോബർട്ട് ഹുക്ക്. അതിന്റെ അർത്ഥം ലിറ്റിൽ റൂം എന്നതിനെ ആസ്പദമാക്കി അതിന്റെ ലാറ്റിൻ വേർഡാണ് സെല്ല്. ഓർത്തു വെക്കണം. ഓക്കെ കുട്ടികളെ സെറ്റല്ലേ? റെഡിയല്ലേ മക്കളെ? ഇത് പഠിച്ചു വെക്കുമ്പോൾ രണ്ട് സാധനങ്ങൾ കൂടി കൂട്ടി പഠിക്കാം. ഒന്നാമത്തത് 1831 റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ന്യൂക്ലിയസ് ഇൻ ദ സെൽ. സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്, റോബർട്ട് ഹുക്ക് അല്ല. റോബർട്ട് ബ്രൗൺ ഇൻ ദ ഇയർ 1831 ആണ്. 1831 discovered the center of the cell, that is nucleus. Okay, ready? ഇനി മക്കളെ, പർക്കിൻജി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിത്വം, പർക്കിൻജി ഇൻ ദ ഇയർ 1839. ഓക്കെ, 1831 കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു. 1839 he termed protoplasm, that is the fluid substance in the cell. അതായത് മക്കളെ, ഒരു സെല്ല് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ സെൽ ഹിയർ. ഇതൊരു സെല്ലാകുന്നു. ഈ സെല്ലിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം എന്താ കുട്ടികളെ? സെൽ മെംബ്രെയിൻ അല്ലേ? യെസ്, സെൽ മെംബ്രെയിൻ ആണ്. ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എന്താ കുട്ടികളെ? ഈ ഫ്ലൂയിഡ് എന്താ കുട്ടികളെ? ഇതാണ് സൈറ്റോപ്ലാസം. ഇത് ന്യൂക്ലിയസ് ആണ്. അപ്പോ ഈ സെൽ മെംബ്രെയിനിന്റെ ഉള്ളിലെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും എല്ലാം കൂടി ഒരുമിച്ച് വിളിക്കുന്ന ലിവിങ് കമ്പോണന്റ്, എല്ലാത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ സെൽ മെംബ്രെയിന്റെ ഉള്ളിലെ സൈറ്റോപ്ലാസവും
ഇൻക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ്, എല്ലാത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസം എന്ന ടേം കോയിൻ ചെയ്തത് പർക്കിഞ്ചി ആണ്, 1839 ഓക്കെ, റെഡിയല്ലേ കുട്ടികളെ? അപ്പൊ റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തി ന്യൂക്ലിയസ് കണ്ടെത്തി 1831. പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം ന്യൂക്ലിയസും കൂടിയാൽ പ്രോട്ടോപ്ലാസം. ആ ടേം കോയിൻ ചെയ്തത് ആരാണ്? പർക്കിഞ്ചി. ഓക്കെ, റെഡിയല്ലേ കുട്ടികളെ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി സാറ് പറഞ്ഞു നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക്, ആപ്പിലെ കുട്ടികൾക്ക് ഇതിന്റെ എക്സാം ആണ് നാളെ. അപ്പൊ ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഒരുപാട് പാർട്ടുകളിലായി, ഒറ്റയടിക്ക് ഇപ്പൊ സിംഗിൾ ഷോട്ടിൽ നമ്മൾ ചാപ്റ്റർ പറയാണ്, ഒരുപാട് പാർട്ടുകളിലായിട്ട് ഈ ചാപ്റ്റർ മുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവന്ന മക്കളാണ് ബാച്ചിലുള്ളത്. സോ ബാച്ചിൽ ഇനിയും അഡ്മിഷൻ തുടരുന്നുണ്ട്. സോ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിസ്സാരം തുക മാത്രമേ ഉള്ളൂ. ഇത് ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസമായതിനാൽ നിങ്ങൾക്ക് 10% ഓഫർ കൂടി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്ന് കൂടി ഞാൻ പറയട്ടെ. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് സാറിനും പറയാനുള്ളത്. റെഡി? അപ്പൊ കൂപ്പൺ കോഡ് അടിച്ചു വെക്കുക, FTE 10 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ സ്ക്രോള് പോകുന്നത് കണ്ടോ, 3750 എന്നുള്ളത് 3375 എന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു വർഷത്തേക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, നോട്ട്സും കാര്യങ്ങളും ലഭിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും, ഇൻസ്റ്റാൾഡ് മെറ്റീരിയൽ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു വർഷത്തെ പൈസയാണെന്ന് ആലോചിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസത്തിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇനി സെൽ തിയറിയിലേക്ക് അടക്കാം. സെൽ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സെൽ തിയറി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാളുകൾ ആദ്യം മനസ്സിലാക്കുക. മത്തിയസ് ശ്ലീഡൻ, MJ ശ്ലീഡൻ, മത്തിയസ് ജേക്കബ് ശ്ലീഡൻ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പേര് തിയോഡർ ഷ്വാൻ. എടാ കുട്ടികളെ, MJ ശ്ലീഡൻ അഥവാ മാത്തിയസ് ജേക്കബ് ശ്ലീഡൻ, ഇദ്ദേഹം പറഞ്ഞു ഭൂമിയിലുള്ള എല്ലാ പ്ലാന്റ്സും സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഭൂമിയിലുള്ള എല്ലാ പ്ലാന്റ്സും, പ്ലാന്റ് ബോഡി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സെൽ എന്ന് പറഞ്ഞ ആളാണ് MJ ശ്ലീഡൻ. അപ്പൊ തിയോഡർ ഷ്വാൻ പറഞ്ഞത് എന്താ? തിയോഡർ ഷ്വാൻ പറഞ്ഞത് എല്ലാ ആനിമൽ ബോഡിയും സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പ്ലാന്റ് ബോഡി സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ MJ ശ്ലീഡൻ. എല്ലാ ആനിമൽ ബോഡിയും സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറഞ്ഞത് തിയോഡർ ഷ്വാൻ. ഓക്കെ അല്ലേ കുട്ടികളെ? അപ്പൊ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഫോർമുലേറ്റ് ചെയ്തതാണ് സെൽ തിയറി ഇനിഷ്യലി. അത് പറയുന്നത് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ പ്ലാന്റ്സും എല്ലാ ആനിമൽസും എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു കുട്ടികളെ? സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു കുട്ടികളെ. ആൻഡ് ദാറ്റ് ദ സെൽ ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇതും പറഞ്ഞു കേട്ടോ. രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു. എല്ലാ പ്ലാന്റ്സും എല്ലാ ആനിമൽസും എന്ന് പറയുമ്പോൾ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഓർ ലിവിങ് ഓർഗാനിസംസ് അല്ല മക്കളെ, എല്ലാ പ്ലാന്റ്സും എല്ലാ ആനിമൽസും പറയുമ്പോൾ അവർക്ക് ടുഗദർലി എന്ത് പറയാം? ഓൾ ലിവിങ് ഓർഗാനിസം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞു കുട്ടികളെ. പിന്നെന്ത് പറഞ്ഞു? സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കേട്ടോ. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ രണ്ട് ബയോളജിസ്റ്റ് ആരാ? ശ്ലീഡനും ഷ്വാനുമാണ്. MJ ശ്ലീഡൻ 1838, തിയോഡർ ഷ്വാൻ 1839 ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം 1855 വർഷങ്ങൾക്കിപ്പുറം റുഡോൾഫ് വെർഷോ. ആരാണ് റുഡോൾഫ് വെർഷോ? അപ്പൊ റുഡോൾഫ് വെർഷോ ഇത് എന്ത് ചെയ്തു അറിയോ? ഇത് ഒന്ന് പുതുക്കി, ഇതിലൊരു പോയിന്റ് കൂടി ആഡ് ചെയ്തു. ഓക്കെ, സെൽ തിയറി ആദ്യം ഈ 2 പോയിന്റിലാണ് ഉണ്ടായത്. അപ്പൊ ഈ റുഡോൾഫ് വെർഷോ വീണ്ടും ഒരു പോയിന്റ് ആഡ് ചെയ്തു. എന്താണ് അദ്ദേഹം ആഡ് ചെയ്തത്? ഓംനി സെല്ലുല ഈ സെല്ലുല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓംനി സെല്ലുല ഈ സെല്ലുല. ഓൾ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓൾ സെൽസ് അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറയുമ്പോൾ പുതിയ ഒരു സെല്ല് ഉണ്ടാവണമെങ്കിൽ പഴയ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് വേണം പുതിയൊരു സെല്ല് ഉണ്ടാവാൻ.
മനസ്സിലായോ? പുതിയൊരു സെല്ല് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പഴയൊരു സെല്ല് ഡിവൈഡ് ചെയ്ത് വേണം പുതിയൊരു സെല്ല് ഉണ്ടാവാൻ. അതല്ലാതെ നത്തിങ്ങിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സെല്ല് പൊട്ടിമുളക്കത്തില്ല. പഴയൊരു സെല്ലുണ്ട്, ആ പ്രീ എക്സിസ്റ്റിംഗ് സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നു. ഓൾ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല് എന്ന് പറഞ്ഞതാണ് റുഡോൾഫ് വെർച്ചോ. അപ്പൊ ഇതൊക്കെയാണ് സെൽ തിയറിയിൽ വരുന്ന പോയിന്റ്സ്. ഓർത്തു വെക്കേണ്ടതാണ് മക്കളെ, ഓർത്തു വെച്ചിരിക്കുക തന്നെ വേണം. ഓക്കെ അല്ലേ കുട്ടികളെ? റെഡി. ഇനി നമ്മുടെ സെല്ലുലാർ വേൾഡിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളെല്ലാം ഒരുപോലെയാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് നിങ്ങൾക്കറിയാം. സെല്ലുകളെല്ലാം തന്നെ എങ്ങനെ പഠിക്കണം? എം ജെ ശ്രീകണ്ഠൻ, തിയേറ്റർ ഷാനും റുഡോൾഫ് വെർച്ചോ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേരിയസ് ഷേപ്പ്, എൻ്റെ മക്കളെ ശ്രദ്ധിച്ചോ, വേരിയസ് ഷേപ്പ്, വേരിയസ് സൈസ്. സെല്ലുകളുടെ ഷേപ്പും സൈസും, എല്ലാ സെല്ലുകളും ഒരേ ഷേപ്പും ഒരേ സൈസും ഒന്നും അല്ല. ചില സെല്ലുകൾ വളരെ ചെറുതാണ്, ചിലത് വലുതാണ്, ചിലതിന്റെ സൈസ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ചിലത് ഇലോങ്ങേറ്റഡ് ആണ്, ചിലത് സ്പിൻഡിൽ ഷേപ്പാണ്. അപ്പോൾ ഒരു സെല്ലിന്റെ സൈസും ഷേപ്പും തീരുമാനിക്കുന്നത് ആ സെല്ല് എന്ത് ഫങ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരു സെല്ല് എന്ത് പണിയാണ് ചെയ്യുന്നത്, അതിന്റെ ഡ്യൂട്ടി എന്താണ്, അതാണ് മക്കളെ ആ സെല്ലിന്റെ സൈസും ഷേപ്പും തീരുമാനിക്കുന്നത്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഒരു സെല്ല് അത് ഇങ്ങനെ ആവണം, ഇന്ന രീതിയിലുള്ള ഷേപ്പ് വേണം, ഒരു സെല്ലിന് ഇന്ന സൈസ് ഉണ്ടാവണം തീരുമാനിക്കുന്നത് ആ സെല്ല് ചെയ്യുന്ന ഫങ്ഷനാണ് കുട്ടികളെ. എന്താണ് ഫങ്ഷൻ? ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ സെൽ ആർ റിലേറ്റഡ് ടു സ്പെസിഫിക് ഫങ്ഷൻ ദേ പെർഫോം. അവർ ചെയ്യുന്ന നിർദ്ദിഷ്ട ജോലി, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോലി അവർ ചെയ്യുന്നുണ്ടാവും സെല്ല്. ആ ജോലി ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള ഷേപ്പും സൈസും ആയിരിക്കും സെല്ലുകൾക്ക് ഉണ്ടാവുക. ഇവിടെ ഉദാഹരണത്തിലേക്ക് വരുന്ന സമയത്ത് സം സെൽസ് ലൈക്ക് അമീബ ഹാവ് ചേഞ്ചിങ് ഷേപ്പ്. അമീബയുടെ പ്രത്യേകത, അമീബ ഇങ്ങനെയാണ് അമീബ വരാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. അമീബയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അമീബയുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറഗുലർ ഷേപ്പാണ്, അമീബോയിഡ് ഷേപ്പ് എന്ന് തന്നെയാണ് അതിനെ പറയാം. ഓക്കെ, അത് ഈ അമീബയുടെ ഈ സെൽ മെംബ്രെയിൻ നല്ല ഫ്ലെക്സിബിൾ ആണ്. സെൽ മെംബ്രെയിൻ ജനറലി ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഈ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഫുഡിനെ ട്രാപ്പ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. ഓക്കെ, എൻഗൾഫ് ചെയ്യാൻ, ഫുഡിനൊക്കെ വിഴുങ്ങാനൊക്കെ ഇത് സഹായിക്കും. അപ്പൊ അമീബക്ക് ആ ചേഞ്ചിങ് ഷേപ്പ്, അമീബക്ക് ആ ഷേപ്പ് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അമീബയുടെ ഷേപ്പ് അങ്ങനെ ഡിസൈൻഡ് ആയി. അമീബയുടെ ഷേപ്പ് ഇങ്ങനെ ഡിസൈൻ ആവാൻ കാരണം എന്താ? അമീബക്ക് ഫുഡിനെ എൻഗൾഫ് ചെയ്ത് ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാ. അപ്പൊ അതിനനുസരിച്ചിട്ട് അമീബയുടെ ഷേപ്പ് അങ്ങനെ ആയി. അമീബയുടെ ഫങ്ഷൻ അതായി പോയി. അതുകൊണ്ട് അവരുടെ ഷേപ്പ് ചേഞ്ചിങ് ഷേപ്പ്, അവർക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് പറയാനില്ല. ഓക്കെ ആണോ കുട്ടികളെ? ഓക്കെ ആണോ കുട്ടികളെ? റെഡിയല്ലേ കുട്ടികളെ? അടുത്ത ചങ്ങായിനെ പരിചയപ്പെടാം. ഇതാരാണ് കുട്ടികളെ? ഇത് ന്യൂറോൺ ആണ് കുട്ടികളെ. ഇത് നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ന്യൂറോൺ അഥവാ നെർവ് സെല്ല്. മക്കളെ, ഇത് നമ്മുടെ ശരീരത്തിലെ നെർവ് സെൽ അഥവാ ന്യൂറോൺ ആണ്. ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറ്, ബ്രെയിന്, സുഷുമ്ന, അത് സ്പൈനൽ കോഡും ബ്രെയിനും. സ്പൈനൽ കോഡ് ബ്രെയിൻ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോളും കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം ബ്രെയിന്, സ്പൈനൽ കോഡാ. അപ്പൊ ബ്രെയിന്, സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മെസ്സേജസ് ആ. നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജസ്, ഇമ്പൾസ് ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്കും എത്തണം കുട്ടികളെ. തിരിച്ച് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക്, ബോഡി പാർട്സിലേക്ക് മെസ്സേജ് എത്തണം. അല്ലേ കുട്ടികളെ? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ സാനിറ്റൈസർ അടിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാ? സാനിറ്റൈസർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെൻസേഷൻ എൻ്റെ ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. അപ്പം എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ മെസ്സേജ് എങ്ങനെയാ ബ്രെയിനിലേക്ക് എത്തുന്നത്? ഈ മെസ്സേജ് എങ്ങനെയാ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത്? ത്രൂ ന്യൂറോൺ അല്ലേ? ന്യൂറോൺ അഥവാ നെർവ് സെല്ലിലൂടെയാണ് കുട്ടികളെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നെർവ് സെൽ അഥവാ ന്യൂറോണിന്റെ ഷേപ്പ് ആൾട്ടർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നെർവ് സെൽ അഥവാ ന്യൂറോണിന്റെ ഷേപ്പ് നോക്കിക്കേ കുട്ടികളെ. നീളമില്ലേ കുട്ടികളെ? ലെങ്ത് ഇല്ലേ കുട്ടികളെ? ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം എന്ത്? ഇലോങ്ങേറ്റഡ് ആണെന്ന് പറയാം. മാത്രമല്ല കുട്ടികളെ, നിങ്ങളിത് കണ്ടോ? ബ്രാഞ്ചഡ് ആണ്. ഒരുപാട് വാസ്റ്റ് ഏരിയയിലേക്ക് മെസ്സേജ് എത്തിക്കണം. വാസ്റ്റ് ഏരിയയിലേക്ക് എത്തിക്കാൻ വേണ്ടി ദേ ആർ ബ്രാഞ്ചഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ചഡ് ആണെന്ന് പറഞ്ഞൂടെ? ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ചഡ് അല്ലേ കുട്ടികളെ? ഇലോങ്ങേറ്റഡ് ആൻഡ് ലോങ്സ്റ്റ് സെൽ ഇൻ ദ ബോഡി ആണ് നിരഞ്ജന. വെരി ഗുഡ്. അപ്പൊ ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ചഡ് എന്ന് പറയും. അപ്പൊ ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ചഡ് ആവാൻ കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ ഫങ്ഷൻ ആണ് കുട്ടികളെ. ഇദ്ദേഹത്തിന്റെ ഫങ്ഷൻ ആണ് കുട്ടികളെ ഇദ്ദേഹത്തിന്റെ ഷേപ്പും സൈസും ഒക്കെ തീരുമാനിക്കുന്നത്.
ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ച്ഡ് ആവാൻ കാരണം ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ് കുട്ടികളെ. ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ട്രാൻസ്മിഷൻ ഓഫ് എന്ത് കുട്ടികളെ? നെർവ് ഇമ്പൾസ്. ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആണ് കുട്ടികളെ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? മെസ്സേജസ് ആണ് കേട്ടോ. അപ്പൊ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് കുട്ടികളെ ഇതിന് ഇലോങ്ങേറ്റഡ് ബ്രാഞ്ചിൽ അപ്പിയറൻസ് വന്നിട്ടുള്ളത് കേട്ടോ. മക്കളെ റെഡിയല്ലേ കുട്ടികളെ? ഇൻ സം കേസസ് സെൽ ഷേപ്പ് കുഡ് ബി മോർ ഓർ ലെസ് ഫിക്സഡ്. അപ്പൊ ഫിക്സഡ് ആണ്, ഇതിൽ മാറ്റം വരില്ല. അമീബയിൽ നമ്മൾ നേരത്തെ കണ്ടു ചേഞ്ചിങ് ഷേപ്പ് ആണ്. അമീബൊക്കെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ന്യൂറോൺ അഥവാ നെർവസ് സെല്ലിന് ഷേപ്പും സൈസും ഒന്നും ചേഞ്ച് ആവൂല. അതിന്റെ ഫംഗ്ഷൻ ഇതാണ്. അതിന് വേണ്ടി എപ്പോഴും എന്തായിരിക്കും? ഇലോങ്ങേറ്റഡ് ബ്രാഞ്ചിൽ എന്ന ഫിക്സഡ് ഷേപ്പിലായിരിക്കും അത് ഉണ്ടാവുക. ആൻഡ് പെക്യൂലിയർ ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽ. ഫോർ എക്സാമ്പിൾ നെർവ് സെൽ ഹാവ് എ ടിപ്പിക്കൽ ഷേപ്പ്. ഓക്കെ കുട്ടികളെ റെഡിയല്ലേ? ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. സ്പീഡാക്കുന്നുണ്ട്. ഓൾറെഡി പഠിച്ച കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത തരം സെല്ലുകളെ ഒരു പരിചയപ്പെടാം. വേരിയസ് സെൽസ് ഫ്രം ഹ്യൂമൻ ബോഡി. നെർവ് സെല്ല് നമ്മൾ പറഞ്ഞു. ആൻഡ് ഹിയർ ഈസ് ഇന്റസ്റ്റൈനൽ സെൽ, എപ്പിത്തീലിയൽ സെൽസ് ആണത്. റെഡ് ബ്ലഡ് സെൽസ് കാണാം, ഓവം കാണാം, ഇവിടെ സ്പേം ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്, ഓസ്റ്റിയോസൈറ്റ്സ്, ബോൺ സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ. വൈഡ് വെറൈറ്റി ഓഫ് സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ഒരൊറ്റ സ്ലൈഡിൽ കുറച്ച് സെല്ലുകളെ മാത്രം കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ കുറച്ച് സെല്ലുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ സെല്ലുകളെല്ലാം തന്നെ ഡിഫറൻ്റ് ആണ്. എല്ലാ സെല്ലുകളും ഒരുപോലെ അല്ല. അതിന്റെ ഷേപ്പിലും സൈസിലും ഒക്കെ എന്തുണ്ട് കുട്ടികളെ? ഡിഫറൻസസ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മളിപ്പോ റെഡ് ബ്ലഡ് സെല്ലിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ ഷേപ്പ് ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് അല്ലെങ്കിൽ ബൈക്കോൺകേവ് ഡിസ്ക്. എന്താ ബൈക്കോൺകേവ് എന്ന് പറഞ്ഞാല്? കോൺകേവ് എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞിരിക്കുന്ന സർഫസ് എന്നാ. ബൈക്കോൺകേവ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കുഴിഞ്ഞിരിക്കുന്നതാ. അപ്പൊ രണ്ട് സൈഡും കുഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഡിസ്ക് നമ്മൾ സൈഡ് നോക്കി ഇങ്ങനെ കാണും. അപ്പൊ രണ്ട് സൈഡ് കുഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഡിസ്ക് ബൈക്കോൺകേവ് ഡിസ്ക്. അതായത് നമ്മളെ പോപ്പിൻസ് മുട്ടായി നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടാവാം, കഴിച്ചിട്ടുണ്ടാവാം പോപ്പിൻസ് മുട്ടായി. അപ്പൊ നമ്മൾ 90s കിഡിനൊക്കെ അതൊരു വികാരമായിരുന്നു പോപ്പിൻസ് മുട്ടായി. അപ്പൊ ഈ പോപ്പിൻസ് മുട്ടായി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ? പോപ്പിൻസ് മുട്ടായിയുടെ മുകൾ വശവും താഴ്വശവും ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ടാവും. സൈഡില് ഇതുപോലെ കുറച്ച് വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പൊ ഇതേ ഒരു ആകൃതിയാണ് RBCക്ക്. കണ്ടിട്ടുണ്ട്? മീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ടല്ലേ? അല്ലേ കുട്ടികളെ? റെഡി. അതാണ് ബൈക്കോൺകേവ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വൈറ്റ് ബ്ലഡ് സെല്ലിലേക്ക് വരുമ്പോൾ അമീബോയിഡ്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, അമീബോയിഡ്. ഓക്കെ, പിന്നെന്താ? കോളമിനാർ എപ്പിത്തീലിയൽ. ഇപ്പൊ കോളമിനാർ എപ്പിത്തീലിയൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോളം ഷേപ്പിൽ കാണുന്ന എപ്പിത്തീലിയൽ സെൽസ് ആണ് കോളമിനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നെർവ് സെല്ല്, ഇലോങ്ങേറ്റഡ് ബ്രാഞ്ച് അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആൻഡ് ലോങ്. പിന്നെ ട്രക്കീഡ്, ഇതൊക്കെ സൈലത്തിലെ എലിമെന്റ്സ്, പ്ലാന്റിലെ കാര്യങ്ങളാണ് കേട്ടോ. ട്രക്കീഡ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് നീളമുള്ള സെല്ലാണ്. പിന്നെ മീസോഫിൽ സെല്ല്, ക്ലോറോഫിൽ കണ്ടെയ്നിങ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽ, ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യുന്ന സെല്ല് മീസോഫിൽ സെൽസ്. അതിന്റെ ഷേപ്പ് റൗണ്ട് ആൻഡ് ഓവല. റെഡി കുട്ടികളെ? റെഡിയല്ലേ കുട്ടികളെ? മൂവിങ് ഓൺ ഫർദർ. ഇനി നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിവിഷൻ ഓഫ് ലേബർ. ഒന്ന് ശ്രദ്ധിച്ചോ. വി നോ ദാറ്റ് there is division of labor. എടാ കുട്ടികളെ, ലേബർ ഇത് മനസ്സിലാക്കി പഠിക്കണം. എൻ്റെ മക്കൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിവിഷൻ ഓഫ് എന്ത്? ലേബർ എന്ന് പറഞ്ഞാൽ ജോലി. ഓക്കെ, ഒരു ജോലി. നമ്മുടെ ശരീരത്തിലെ ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഡൈജഷൻ അതൊരു ജോലിയാണ്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് മറ്റൊരു ജോലിയാണ്. ബ്രീത്ത് ചെയ്ത് ഓക്സിജൻ സെല്ലുകളിലേക്ക് പോയി ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. റെസ്പിറേഷൻ മറ്റൊരു ജോലിയാണ്. എൻ്റെ കിഡ്നീസ് യൂറിൻ ഫോർമേഷൻ നടത്തുന്നുണ്ട്, അപ്പൊ അത് മറ്റൊരു ജോലിയാണ്. അങ്ങനെ ഒരുപാട് ജോലികൾ, ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് ടാസ്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നത് സംശയമൊന്നുമില്ലല്ലോ. ഒരുപാട് ജോലികൾ. ഈവൻ ഇഫ് യു ആർ സിറ്റിംഗ് സിംപ്ലി, ഇഫ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, ഓൾസോ യുവർ ബോഡി ഈസ് അണ്ടർഗോയിങ് സോ മെനി ഫങ്ഷൻ, സോ മെനി ടാസ്ക്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ടാസ്ക്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാ ഫങ്ഷൻസും കൂടി ഒരാളാണോ ചെയ്യുന്നത്? അല്ല. അവിടെയാണ് ഡിവിഷൻ നടക്കുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ. ആ ജോലിയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പുകളാക്കി തിരിക്കാറുണ്ട് ടീച്ചർ, അല്ലെ? ഗ്രൂപ്പുകളാക്കി തിരിക്കും, അല്ലെ? റെഡ് ഗ്രൂപ്പ്, യെല്ലോ ഗ്രൂപ്പ്, ഗ്രീൻ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകൾ ഇട്ടോടാങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ടീച്ചർ ഒരു പാസേജ് തന്നിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻ ഇന്ന ഗ്രൂപ്പ് നോക്കൂ, ഇന്ന ഗ്രൂപ്പ് അതിന്റെ ആൻസർ കണ്ടെത്തണം, ഈ ക്വസ്റ്റ്യൻ ഇന്ന ഗ്രൂപ്പ് കണ്ടെത്തണം എന്ന് ടീച്ചർ പറയാറുണ്ട്. അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ ഗ്രൂപ്പുകാരും എന്ത് ചെയ്യും?
ഓരോ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ഓർഗൻ സിസ്റ്റത്തിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ എവിടെയാണ് ഉണ്ടാവുക? മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലേ ഉണ്ടാവുള്ളൂ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഉണ്ടോ? ഡിവിഷൻ ഓഫ് ലേബർ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഉണ്ടാവുമോ? ഇല്ല. ഡിവിഷൻ ഓഫ് ലേബർ യൂണിസെല്ലുലാർ ഇല്ല. യൂണിസെല്ലുലാർ ആകെ ഒരു സെല്ലേ ഉള്ളൂ. അവര് തന്നെ എല്ലാ പണിയും എടുക്കണം. അടിമ ജീവിതം എന്ന് പറയാം. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ആ ഒരു സെല്ല് മാത്രം എല്ലാം ചെയ്യണം അല്ലേ? ആ ഒരു സെല്ല് സകലകലാവല്ലഭനായിരിക്കും. ആ സെല്ല് യൂണിസെല്ലുലാറിന്റെ ഒറ്റ സെല്ല് സകലകലാവല്ലഭനായിരിക്കും. എന്നാൽ മൾട്ടി സെല്ലുലാറിൽ ഒരുപാട് സെല്ലുകൾ, കോടാനുകോടി സെല്ലുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. നോക്കാം. ഡിഫറെന്റ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻ അല്ലേ? ഇവിടെ നോക്കിയേക്ക കുട്ടികളെ, ഇവിടെ നമുക്ക് സ്റ്റൊമക്ക് ഉണ്ട്. സ്റ്റൊമക്കിന്റെ ഡ്യൂട്ടി എന്താ? ഡൈജഷൻ നോക്കിയാൽ മതി. ഇനി ഹാർട്ട് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ജോലി പമ്പ് ചെയ്താൽ മതി ബ്ലഡ്. മനസ്സിലായോ? അല്ല ഹാർട്ടിനോട്ട് ഡൈജഷൻ നടത്താൻ പറയോ? വേണ്ട കാര്യമില്ല. ഇയാൾക്കൊരു പണി പറഞ്ഞിട്ടുണ്ട്, പമ്പിങ് ദ ബ്ലഡ്. അത് ചെയ്താൽ മതി. സ്റ്റൊമക്കിന് ഒരു പണി പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഡൈജഷൻ. അത് ചെയ്താൽ മതി. ദെയർ ബൈ ഇൻക്രീസിങ് ദി എഫിഷ്യൻസി, ദെയർ ബൈ ഇൻക്രീസിങ് ദ ഫങ്ഷണൽ എഫിഷ്യൻസി. ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ? റെഡ് ഹൗസിന്റെ ആൾ, ബ്ലൂ ഹൗസ് ഒക്കെ ഉണ്ട്. ശരി, അതൊക്കെ വിട്ടിട്ടാ ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അതാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആക്കണേ. മൂവിങ് ഫർദർ. സെല്ലുകൾ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതും. സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സാധനം, വെൻ വി ഒബ്സർവ് എ സെൽ അണ്ടർ മൈക്രോസ്കോപ്പ്, സെല്ലിനെ മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിച്ചാൽ മെയിൻ ആയിട്ട് കാണുന്ന ഭാഗങ്ങൾ, ഒന്ന് കുട്ടികളെ 3 ഫീച്ചേഴ്സ്. ഒന്ന് പ്ലാസ്മ മെംബ്രെയിൻ. നമ്മളൊരു ആനിമൽ സെല്ല് നോക്കുമ്പോഴാണ് കേട്ടോ. പ്ലാന്റ് സെല്ല് നോക്കുമ്പോൾ സെൽ വാള് കാണും. പക്ഷെ ആനിമൽ സെല്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പുറത്ത് പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നു, ന്യൂക്ലിയസ് കാണുന്നു, സൈറ്റോപ്ലാസം. എന്തൊക്കെ കാണും? പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം കാണും കുട്ടികളെ. നോക്കിക്കോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒരു സെല്ലിനെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്നു. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഭാഗം സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. ഇനി നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ആദ്യം നമ്മൾ സെൽ മെംബ്രെയിനെ കുറിച്ച് പഠിക്കാം. സെൽ മെംബ്രെയിൻ തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവണം എന്നില്ല. സെൽ മെംബ്രെയിന്റെ മറ്റൊരു പേര് അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കണം, പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ മറ്റൊരു പേര് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. അപ്പൊ പരീക്ഷയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പാടില്ല. സെൽ മെംബ്രെയിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മ സ്തരം, പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ സെൽ മെംബ്രെയിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന വേറെ പേരുണ്ടാവും അല്ലെ? കണ്ണനോ, കുട്ടനോ, പിന്നെന്താണ് മാളൂന്നോ, പിന്നെന്താണ് അമ്മൂന്നോ, എന്തെല്ലാം വിളിക്കുന്നുണ്ടാവും അല്ലെ? സാറിനെ അക്ഷയ് തന്നെ വിളിച്ചിട്ട്, വേറൊന്നും വിളിച്ചിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും ചെറുതില്, അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന വേറെ പേരുണ്ട്. അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ് എന്ത്? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ തന്നെയാണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ. രണ്ടും എന്താണ്? സെയിം ആണ്. ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ സെൽ. സെല്ലിന്റെ ഏറ്റവും പുറത്തുള്ള കവറിംഗ് ആണ്. പ്ലാന്റ് സെൽ ആകുമ്പോൾ സെൽ വാള് കൂടി ഉണ്ടാവും. ജനറലി സ്പീക്കിംഗ് സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ബൗണ്ടറി സെൽ മെംബ്രെയിൻ ആണ്. സെപ്പറേറ്റിംഗ് ദ കണ്ടന്റ് ഓഫ് ദ സെൽ ഫ്രം എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. ഇതിൽ യാതൊരു സംശയവും വേണ്ട. ആർക്കും വേണ്ട. ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ ഇതൊരു സെല്ലാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഇത് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കണം. കുട്ടികളെ ഇതാണല്ലോ സെൽ മെംബ്രെയിൻ അല്ലേ? കുട്ടികളെ ഇതല്ലേടാ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്? യെസ് ആർ. ഈ പുറത്തുള്ളത് എന്താ? ഔട്ടർ എൻവിറോൺമെന്റ് ഓർ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് അല്ലേ കുട്ടികളെ? ഇത് എക്സ്റ്റേണൽ എൻവിറോൺമെന്റാ. ഓക്കെ അല്ലേ കുട്ടികളെ? അപ്പൊ ഈ സെൽ മെംബ്രെയിൻ ഇവിടെ ഉള്ളത് കൊണ്ട് സെല്ലിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ കമ്പോണൻസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഔട്ടർ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്ന് സെല്ലിന്റെ ഉള്ളിലുള്ള സാധനങ്ങളെയെല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ കുട്ടികളെ? സെൽ മെംബ്രെയിൻ ആണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താ? ഇദ്ദേഹത്തിന്റെ ചെല്ലപ്പേരെന്താ കുട്ടികളെ? പ്ലാസ്മ മെംബ്രെയിൻ. എന്താ വിളിക്കുക നമ്മള്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിച്ചാലും തെറ്റില്ല. റെഡി കുട്ടികളെ? ഓക്കെ. പ്ലാസ്മ മെംബ്രെയിൻ allows or permit the entry and exit of some materials in and out of the cell. Very important. ഈ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ എല്ലാവരെയും കടത്തി വിടുന്നില്ല സെല്ലിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എല്ലാവരെയും കടത്തി വിടില്ല. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ ടീച്ചർ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചർ ഹോംവർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നാളെ വരുമ്പോ എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ട് മാത്രം ക്ലാസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. നാളെയായി. ഓക്കെ, നേരം വെളുത്തു, നാളെയായി, നിങ്ങൾ സ്കൂളിലേക്ക് പോയി.
ദാ ടീച്ചർ ക്ലാസ് റൂമിലുണ്ട്. ടീച്ചർ ക്ലാസ് റൂമിന്റെ ആ വാതിൽക്കൽ തന്നെ ടീച്ചർ നിൽക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ടീച്ചർ ചോദിക്കുന്നു, ഓരോ കുട്ടിയോടും ചോദിക്കുകയാണ്, നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് കുട്ടി പറഞ്ഞു, ആ ടീച്ചറെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ നീ ഉള്ളിൽ കയറിക്കോ എന്ന് പറയുന്നു. അപ്പൊ ഒന്നാമത്തെ കുട്ടി ക്ലാസിന്റെ ഉള്ളിൽ കയറി. രണ്ടാമത്തെ കുട്ടി വന്നു, ടീച്ചർ ചോദിക്കുകയാണ്, നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, ടീച്ചറെ അത് ഞാൻ മറന്നു പോയിട്ടുണ്ട് ടീച്ചറെ. നീ മറന്നെങ്കിൽ നീ പുറത്ത് നിൽക്ക്, നീ ഉള്ളിൽ കയറണ്ട എന്ന് പറഞ്ഞു അല്ലേ. മൂന്നാമത്തെ കുട്ടി വന്നു, ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കയറിക്കോ. നാലാമത്തെ കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കയറിക്കോ. അഞ്ചാമത്തെ കുട്ടി നോട്ട്ബുക്ക് എടുത്താൽ മറന്നു, പുറത്തു പോയിക്കോ. ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറെ, ബുക്ക് എടുത്തിട്ടാ, അപ്പൊ പുറത്തു പോയിക്കോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ചില ആളുകൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റി ക്ലാസ് റൂമിന്റെ കേട്ടോ. ചില ആളുകൾക്ക് ക്ലാസ് റൂമിന്റെ ഉള്ളിൽ കയറാൻ പറ്റി, ചില ആളുകൾക്ക് കയറാൻ പറ്റില്ല. ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. അവിടെ എന്താണ്, ഹോംവർക്ക് ചെയ്തവർക്ക് കയറാം, ചെയ്തിട്ടില്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഇവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ ഏകദേശം ആ ക്ലാസ് ടീച്ചർ പോലെ തന്നെയാണ്. എല്ലാവരെയും അങ്ങനെ കടത്തി വിടില്ല. അതുപോലെ തന്നെ ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ. എല്ലാവരെയും പുറത്തേക്ക് വിടുകയും ചെയ്യില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കല് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാ. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയണം. സെലക്റ്റീവ്ലി പെർമിയബിൾ എല്ലാവർക്കും പറ്റൂല, ഞാൻ സെലക്ട് ചെയ്യുന്ന ആളുകൾ കയറിയാൽ മതി. Selectively permeable material, it allows or permit entry and exit of some materials in and out of the cell and also prevent movement of some other materials. Prevent ചെയ്യും. ചില ആൾക്കാരെ വിടൂല, ചില ആൾക്കാരെ വിടും. അതുകൊണ്ട് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ക്ലിയർ അല്ലേ കുട്ടികളെ? വെരി റിലേറ്റബിൾ. റിലേറ്റബിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പഠിക്കുക. കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കെല്ലാം പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കേ, സെല്ലിന്റെ ഉള്ളിലേക്ക് ചില സാധനങ്ങൾ ഉള്ളിലേക്കും ചില സാധനങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പോകുന്നു എന്ന് ഞാൻ പഠിച്ചു അല്ലെ. ചില മോളിക്യൂൾസിന് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാം, ചില മോളിക്യൂൾസിന് സെല്ലിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരാം. എങ്ങനെ ഇത് നമുക്ക് പഠിക്കണം. ഇത് പഠിക്കുന്നതിന് മുന്നേ സാർ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ മക്കളെ. ഇനി സാറ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യമാണ് സാറ് പറയുന്നത്. ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കത് തീർക്കണം. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. എടാ കുട്ടികളെ, മോളിക്യൂൾസ് ഉണ്ടല്ലോ, മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് രണ്ട് തരത്തിൽ മോളിക്യൂൾസിനെ നമുക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ, രണ്ട് തരത്തിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യും. ഒന്നാമത്തത്, ഈ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസിന് നമുക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൂടെ? ഒരു സ്ഥലത്ത് നിന്ന് മോളിക്യൂളിനെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു സ്ഥലത്തുള്ള മോളിക്യൂൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അതൊരു ട്രാൻസ്പോർട്ട് അല്ലേ? ട്രാൻസ്പോർട്ടാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, രണ്ട് തരത്തിൽ ട്രാൻസ്പോർട്ട് പറയാം. ഒന്ന് പാസീവ് ട്രാൻസ്പോർട്ട്, മറ്റൊന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ ആണോ കുട്ടികളെ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട്. ഇനി കുട്ടികളെ ശ്രദ്ധിച്ചോ, പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിലുള്ള മോളിക്യൂൾസ്. ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂളിന്റെ എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്ന തരം മൂവ്മെന്റുകളെ ട്രാൻസ്പോർട്ടിനെ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കും. നോക്കിക്കേ, ഹയർ കോൺസെൻട്രേഷൻ കണ്ടോ, ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുതലാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? പാസീവ് ആണ്. നോർമലി ഒന്നും ചെയ്യാതെ തന്നെ ഇത് സംഭവിക്കും. മോളിക്യൂൾസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ? ഹയർ കോൺസെൻട്രേഷനിൽ മോളിക്യൂൾസ് ലോവറിലേക്ക് പോകും. ഇതിന് നമുക്ക് എന്ത് കൊടുക്കണ്ട? എനർജി കൊടുക്കണ്ട. നോ എനർജി നീഡഡ്. എനർജി കൊടുക്കണ്ട, തനിയെ സംഭവിക്കും. മോളിക്യൂൾസ് തനിയെ തന്നെ ഹയർന്ന് ലോവറിലേക്കേ പോകുള്ളൂ. എന്ത് കൊടുക്കണ്ട? എനർജി കൊടുക്കണ്ട. ഇനി ചില സമയത്തുണ്ടല്ലോ മക്കളെ, നമുക്ക് നിർബന്ധിതമായിട്ട് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസിനെ ഹയറിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ലോവർ കോൺസെൻട്രേഷന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് നിർബന്ധിതമായിട്ട് കൊണ്ടുപോയി വരും. സാധാരണ എന്തേ സംഭവിക്കുള്ളൂ? സാധാരണ എപ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ടേ വരുള്ളൂ, ഹയറിന് ലോവറിലേക്കേ വരുത്തുള്ളൂ. പക്ഷേ നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരം എന്ത് ചെയ്യും കുട്ടികളെ? ലോവറിൽ നിന്ന് ഹയറിലേക്ക് മോളിക്യൂൾസിനെ കൊണ്ടുപോകും.
അങ്ങനെ ലോവറിൽ നിന്ന് ഹയറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? എനർജി കൊടുക്കണം. എന്ത് കൊടുക്കണം കുട്ടികളെ? എനർജി കൊടുക്കണം. മനസ്സിലായോ കുട്ടികളെ? എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസിനെ ഹയർ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ കുട്ടികളെ? അപ്പൊ എനർജി കൊടുക്കുന്നത് കൊണ്ട് ഇത് ആക്റ്റീവ് എന്ന് പറയും, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. മറ്റേതെന്താ? പാസീവ് ട്രാൻസ്പോർട്ട്. ഒന്നും കൊടുക്കണ്ട, എനർജി ഒന്നും കൊടുക്കണ്ട, തനിയെ പൊക്കോളും. ഹയർന്ന് ലോവറിലേക്ക് തനിയെ പൊക്കോളും, എനർജി കൊടുക്കണ്ട, പാസീവ്. അപ്പൊ ഹയർ ടു ലോവർ ആണെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട്, ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. റെഡി അല്ലേ കുട്ടികളെ? റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത് ഡിഫ്യൂഷൻ. നോക്കിക്കേ, മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. ശരി, നമ്മൾ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരി, മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. നോക്കിക്കോളൂ, ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. കത്തിയോ? ഹയർ ടു ലോവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പാസീവ് ട്രാൻസ്പോർട്ട് അല്ലേ? ഇത് പാസീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് വരികയാണ്. ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് മീൻസ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എനർജി കൊടുക്കണ്ട. ഓക്കെ, എനർജി കൊടുക്കണോ? വേണ്ട. എൻ്റെ കയ്യിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പൊ സാനിറ്റൈസർ ആണ്. സോ ഞാൻ ഇവിടെ സ്പ്രേ അടിച്ചു. ഇത് വലിയ റൂമാണെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കിട്ടും. എന്തുകൊണ്ടാ? ഞാനിവിടെ സ്പ്രേ അടിക്കുമ്പോൾ, അയ്യോ എൻ്റെ മുഖത്തായി, നോ ഇഷ്യൂസ്, നോക്കാം. ശരി, അപ്പൊ ഞാനിത് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഈ അടിക്കുന്ന ഭാഗത്ത് സ്പ്രേന്റെ മോളിക്യൂൾസ്, ഗ്യാഷ്യസ് മോളിക്യൂളിന്റെ എണ്ണം കൂടുതലാണ്. കോൺസെൻട്രേഷൻ ഈസ് ഹയർ. അവിടെ ലോവർ. അവിടുന്ന് മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ് ഹയർ ടു ലോവർ എന്ത് ചെയ്യും? സഞ്ചരിക്കും. ഹയർ ടു ലോവർ മോളിക്യൂൾസ് പോകും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? മണക്കും. ഓക്കെ, അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അവിടെ ചില പ്രോട്ടീനുകളുടെ സഹായം കൊണ്ട് സംഭവിക്കുന്നത്. അതാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണത്. പക്ഷെ എനർജി അല്ല വേണ്ടത്, അവിടെ കരിയർ പ്രോട്ടീൻ ആണ് വേണ്ടത്. ഓക്കെ, റെഡി കുട്ടികളെ? ഡിഫ്യൂഷൻ റെഡി കുട്ടികളെ? ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ ആണ്. ഇതാ പുറത്ത് നോക്കിക്കേ, ഓക്സിജൻ കൂടുതലുണ്ട്, ഉള്ളിൽ ഓക്സിജൻ കുറവാണ്. ഹയർ കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ്, ലോവർ കോൺസെൻട്രേഷൻ ഇൻസൈഡ്. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നു. ഡിഫ്യൂഷൻ. ഇനി നമ്മൾ ഓസ്മോസിസിലേക്ക് വരികയാണ്. എൻ്റെ പൊന്നുമക്കളെ, ഓസ്മോസിസ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇദ്ദേഹത്തെയാണ്. ആരെയാണ് ആലോചിക്കേണ്ടത്? ഇദ്ദേഹത്തെ ആലോചിക്കണം. ഓസ്മോസിസ് എന്ന് കേട്ടാൽ തന്നെ ആരെ ആലോചിച്ചോളാം? വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നത് ഓസ്മോസിസ്. ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ തന്നെയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ ആണെന്ന് പറയാം നമുക്ക്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മൂവ്മെന്റ് ഓഫ് എന്താണ്? വാട്ടർ മോളിക്യൂൾ. തലയിൽ കയറ്റണം. നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഇത് കയറ്റിയേ പറ്റുള്ളൂ. ഓസ്മോസിസ് എന്ന് കേട്ടാല് നിങ്ങൾ ആരെ കുറിച്ച് ഓർക്കണം? വാട്ടർ മോളിക്യൂൾ. കാരണം ഇത് എന്താണ് കുട്ടികളെ? മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ആണ്. ബാക്കി നമ്മുടെ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ പറഞ്ഞ പോലെ തന്നെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, റീജിയൻ ഓഫ് ഹയർ ടു ലോവർ, അതിൽ മാറ്റമില്ല. റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇത് എഴുതിയില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് കിട്ടില്ല. എന്ത്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. നിർബന്ധമായും എഴുതേണ്ട കാര്യങ്ങളാണ് സെമി പെർമിയബിൾ മെംബ്രെയിനും പിന്നെ വാട്ടർ മോളിക്യൂളും. കോൺസെൻട്രേഷൻ ഗ്രേഡിൽ നിങ്ങൾക്ക് അറിയാം, ഹയർ ടു ലോവർ. ഓക്കെ, അപ്പൊ എന്താ ഓസ്മോസിസ്? മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എസ് അദ്വൈത്, പാസീവ് ആണ് കേട്ടോ, വെരി ഗുഡ്. അക്രോസ് ഓർ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ ഇതും എന്തിന് എക്സാമ്പിളാ? പാസീവ് അല്ലേ? ഹയർ ടു ലോവർ അല്ലേ? പാസീവ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെന്താണെന്ന് അറിയാം കുട്ടികളെ? ഇതാണ് മക്കളെ സെൽ മെംബ്രെയിൻ. എന്താണ്? ഇതാണ് മക്കളെ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ് ലെയർ. രണ്ട് ലെയർ ഉണ്ട്. ലിപ്പിഡ് ബൈലെയർ എന്ന് പറയും. 2 ലിപ്പിഡ് ലെയർ, കൊഴുപ്പിന്റെ 2 ലെയർ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? പ്രോട്ടീൻസ്. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ.
ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. മക്കളെ ഇത് സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. ഇതിന്റെ പുറത്ത് നോക്കിക്കേ, ഇതിന്റെ പുറത്ത് ധാരാളം വാട്ടർ മോളിക്യൂൾസിനെ കാണാം. ഉള്ളിലോ വാട്ടർ മോളിക്യൂൾസ് കുറവാ. അപ്പൊ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ പുറത്ത്, ലോവർ കോൺസെൻട്രേഷൻ ഉള്ളിൽ. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് വരും. കണ്ടോളാ കുട്ടികളെ, വാട്ടർ എന്താ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. റെഡിയല്ലേ? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? റെഡി? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് കേട്ടോ. നമ്മൾ ഇൻഡസ്ട്രിയിൽ ബ്ലഡ് കാപ്പിലറീസ് എല്ലാ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് കുറച്ച് ഗ്ലൂക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ബാക്കി വരും. ബ്ലഡ് കാപ്പിലറിൽ ധാരാളം ഗ്ലൂക്കോസ് ഉണ്ടാവും, ഇൻഡസ്ട്രിയിൽ കുറച്ച് ഗ്ലൂക്കോസ് മാത്രം ഉണ്ടാവും. അപ്പോൾ ഈ അവശേഷിക്കുന്ന ഗ്ലൂക്കോസിനെയും ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ ലോവർ ടു ഹയർ കൊണ്ടുവരണം. അവിടെ നടക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ഹൈപ്പർട്ടോണിക് നമുക്ക് പറയാം. സൊല്യൂഷൻ അത് തന്നെയാണ് ഇനി പറയാനുള്ളത്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. എടാ മക്കളെ, 3 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടെന്ന് അറിയാത്തത് ആരും ഉണ്ടാവില്ല. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തീർക്കാം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഇപ്പൊ നമ്മൾ തീർക്കും. നോക്കിയോ, ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക്. ഓക്കെ, ഹൈപ്പർ എന്ന് പറയുമ്പോൾ എടാ മക്കളെ, ഈ ടോണിസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആക്ച്വലി റെപ്രസെന്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ് ടോണിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോണേ, ഒരു സൊല്യൂഷനില് സൊല്യൂട്ടിന്റെ അളവ് കൂടണം. ശ്രദ്ധിക്കുക. അതായത് മക്കളെ ഇവിടെ നോക്കിക്കേ, ഇത് മാത്രം ഒന്ന് നോക്കാം. ഇത് മാത്രം എന്റെ മക്കൾ നോക്കാം. ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇത് ഈ യെല്ലോ റിംഗ് എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ഓക്കെ, ഇതൊരു സെല്ലാണ് കേട്ടോ. ഇത് സൊല്യൂഷനാണ്. ഈ പുറത്തുള്ളത് സൊല്യൂഷനാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒന്ന് ശ്രദ്ധിക്കട, ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് സൊല്യൂട്ടിന്റെ എണ്ണം കൂടിയ സൊല്യൂഷൻ. എപ്പോഴും ഈ ടോണിസിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ ടേംസിൽ നമുക്ക് പറയാം. അപ്പൊ സൊല്യൂട്ട് സോൾവെന്റിന്റെ ടേംസിലും പറയാം, പക്ഷെ ഇവിടെ ഞാൻ സൊല്യൂട്ടിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ് അർത്ഥം. ഹൈപ്പർ കൂടുതൽ. അപ്പൊ ഇവിടെ കൂടുതൽ ആരാ? സൊല്യൂട്ട് കൂടുതൽ. ഓക്കെ, ഇപ്പൊ വെള്ളത്തിൽ ഉപ്പിട്ട ഉപ്പ് സൊല്യൂട്ട്, വെള്ളത്തിൽ പഞ്ചസാര ഇട്ട പഞ്ചസാര സൊല്യൂട്ട്, വെള്ളം സോൾവെന്റ്. വെള്ളം എന്താ കുട്ടികളെ? സോൾവെന്റ്, യൂണിവേഴ്സൽ സോൾവെന്റ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഹൈപ്പർടോണിക് സൊല്യൂഷനില് ഞാനിതാ ഇവിടെ കാണിച്ചിരിക്കുന്ന പുറത്തുള്ള സൊല്യൂഷൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. അതിലേക്ക് ഒരു സെല്ലിട്ട് വെച്ചിരിക്കുന്നു. സെല്ലാണ് ഇത് മക്കളെ, ഇതാണ് സെല്ല്. അപ്പൊ ഹൈപ്പർടോണിക് എന്ന് പറയുമ്പോൾ എന്ത് കൂടണം? പെട്ടെന്ന് പറഞ്ഞ് എന്താ കൂടേണ്ടത്? ഹൈപ്പർ ആണെങ്കിൽ സൊല്യൂട്ട് കൂടണം. കൂടിയിട്ടുണ്ട്. നോക്കിക്കേ, NaCl ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. നോക്കിക്കേ, 1 2 3 4 5 6 7 8 അല്ലെ, 8 സൊല്യൂട്ട് മോളിക്യൂൾ പുറത്തുണ്ട്. സെല്ലിന്റെ ഉള്ളിൽ 2 കാണുന്നുള്ളൂ. എന്നാൽ പുറത്ത് സോൾവെന്റ് നോക്കിക്കേ, വെള്ളം നോക്കിക്കേ, 1 2 3 4 5 6 7 കാണുന്നുള്ളൂ. എന്നാൽ സെല്ലിന്റെ ഉള്ളിലോ സോൾവെന്റ് നല്ലോണം കാണാം, ധാരാളം സോൾവെന്റ് ഉണ്ട്. അപ്പൊ മക്കളെ, വാട്ടർ എപ്പോഴും എവിടുന്ന് എങ്ങോട്ടേ പോവുള്ളൂ? ഓസ്മോസിസ്, ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഒരു സെല്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സെല്ലിന്റെ പുറത്ത് ഹൈപ്പർടോണിക് ആയതുകൊണ്ട് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, സൊല്യൂട്ട് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ വാട്ടർ സെല്ലിന്റെ ഉള്ളിൽ കൂടുതലും സെല്ലിന്റെ പുറത്ത് കുറവുമാണ്. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും കുട്ടികളെ? പറഞ്ഞേ, സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരും. എക്സോസ്മോസിസ് എന്നാണ് പറയാ. സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരുന്നതിന് നമ്മൾ എന്ത് പറയും? എക്സോസ്മോസിസ്. ഉപ്പ് വെള്ളത്തിൽ മാങ്ങ ഇട്ട് വെച്ചാൽ മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം ഈ ഉപ്പ് വെള്ളത്തിലേക്ക് വരും. മാങ്ങ ചുരുങ്ങും, ഷ്രിങ്ക് ചെയ്യും. അപ്പൊ അതാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അപ്പൊ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെല്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ഷ്രിങ്ക് ആവും. സെല്ല് എന്താവും മക്കളെ? ഷ്രിങ്ക് ആവും. ഇത് റോക്കറ്റ് സയൻസ് അല്ല, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. ഹൈപ്പോട്ടോണിക്കിലേക്ക് വരാം. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ അളവ് കുറഞ്ഞ സൊല്യൂഷൻ. ഹൈപ്പോ എന്നല്ലേ പറയുന്നത്? ഹൈപ്പോ പറഞ്ഞാൽ കുറവ്, സൊല്യൂട്ടിന്റെ അളവ് കുറവ്. അപ്പൊ സോൾവെന്റ് കൂടുതലായിരിക്കും. സൊല്യൂട്ട് കുറവ് എന്ന് പറയുമ്പോൾ സോൾവെന്റ് കൂടുതൽ, ശരിയല്ലേ? നോക്കിക്കേ, ഇതാണ് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അതിലിട്ട് വെച്ചിരിക്കുന്ന സെല്ലാണ് ഈ കാണുന്നത്. അപ്പൊ ഹൈപ്പോട്ടോണിക് ആയതുകൊണ്ട് സൊല്യൂട്ട് കുറവ്, ശരിയല്ലേ? ഇതാ
പുറത്ത് സൊല്യൂട്ട് കുറവാണ്, NaCl കുറവാണ്. ഉള്ളിൽ സൊല്യൂട്ട് കൂടുതലാണ്. സോൾവെന്റ് പുറത്ത് കൂടുതലല്ലേ, സൊല്യൂട്ട് പുറത്ത് കുറവായതുകൊണ്ട് സോൾവെന്റ് പുറത്ത് കൂടുതൽ, വാട്ടർ കൂടുതലാണ്, ഉള്ളിൽ വാട്ടർ കുറവാ. അപ്പൊ എന്ത് സംഭവിക്കും? ഓസ്മോസിസ് സംഭവിക്കും. വാട്ടർ നേരെ എന്ത് ചെയ്യും? സെല്ലിന്റെ ഉള്ളിലേക്ക് വരും. കാരണം പുറത്താണ് വാട്ടർ കൂടുതൽ, സെല്ലിന്റെ ഉള്ളിലേക്ക് വരും. ദിസ് ഈസ് എൻഡോസ്മോസിസ്. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? എൻഡോസ്മോസിസ് ഒക്കാർ. എൻഡോസ്മോസിസ്, സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വന്നു. എൻഡോസ്മോസിസ്, സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരും. കാരണം എന്താ? പുറത്താണ് വെള്ളം കൂടുതൽ, ഉള്ളിൽ വെള്ളം കുറവാണ്, ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിൽ എൻഡോസ്മോസിസ് സംഭവിക്കും. അപ്പൊ സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വന്നാൽ സെല്ല് സ്വെല്ലൻ ആവും. സെല്ല് എന്താവും മക്കളെ? സ്വെലൻ. സെല്ല് വീർത്ത് വരും, സ്വെലൻ ആവും. സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ ബലൂണിനകത്തേക്ക് എയർ കയറും, ബലൂൺ വീർക്കുന്ന പോലെ സെല്ലിനകത്ത് വെള്ളം കയറുമ്പോൾ സെല്ല് വീർത്ത് വരും. പ്ലാന്റ് സെല്ലാവുമ്പോൾ പ്രശ്നമില്ല, ആ സെൽ വാൾ ഉള്ളതുകൊണ്ട് ബേസ്റ്റ് ആവുന്നില്ല. ഓക്കെ, ഇനി ഐസോട്ടോണിക്കിലേക്ക് വരുമ്പോൾ, ഐസോട്ടോണിക് പേര് പോലെ തന്നെ ഐസോ എന്ന് പറയുമ്പോൾ സെയിം എന്നാണ്. സെയിം. അപ്പോൾ സെല്ലിന്റെ ഉള്ളിലും പുറത്തും വാട്ടർ കോൺസെൻട്രേഷൻ സെയിം. അപ്പോൾ സെല്ലിന്റെ പുറത്തും ഉള്ളിലും സെയിം എന്ന് പറയുമ്പോൾ നെറ്റ് മൂവ്മെന്റ് 0 ആയിരിക്കും. പുറത്തുനിന്ന് ഇൻ കേസ് ഒരു വാട്ടർ മോളിക്യൂൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വരും. അപ്പൊ സെല്ലിനും കാര്യമായ മാറ്റം സംഭവിക്കില്ല. ഓസ്മോസിസ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ, ശരിയല്ലേ? ആണ്. കാരണം എന്താ? ഡിഫ്യൂഷൻ എന്താ? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹയർ ടു ലോവർ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഓസ്മോസിസിൽ. പക്ഷെ കണ്ടീഷൻ എന്താ? ഓസ്മോസിസിൽ വാട്ടർ മോളിക്യൂൾ അതുപോലെ തന്നെ സെമി പെർമനന്റ് മെംബ്രെയിൻ വേണം എന്നാണ്. സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ തന്നെയാണ് ഓസ്മോസിസ്, അതിൽ യാതൊരു തർക്കവും. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഒക്കെ സെയിം പോലെ തന്നെയാണ്, ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, റെഡി. ഇപ്പൊ ഇതിന്റെ ഒരു ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ എന്തിന്റെ? സൊല്യൂട്ട് ആണ് കേട്ടോ. സൊല്യൂട്ട് കൂടിയ സൊല്യൂഷനെയാണ് ഹൈപ്പർടോണിക് എന്ന് പറയാം. ഐസോട്ടോണിക് ഈക്വൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, ഹൈപ്പർടോണിക് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ സെല്ലിട്ട് വെച്ചാൽ സ്വെല്ലൻ ആവും, ഹൈപ്പർടോണിക്കിൽ ഇട്ട് വെച്ചാൽ ഷ്രിങ്ക് ആവും, ഐസോട്ടോണിക്കിൽ ഇട്ട് വെച്ചാൽ വലിയ മാറ്റമില്ല. ഇനി ഫുഡ് പ്രിസർവേഷൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, അവനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ് ഫോർ ഫുഡ് പ്രിസർവേഷൻ? ഹൈപ്പർടോണിക്. ഉപ്പുവെള്ളം ആലോചിച്ചാൽ മതി. ഹൈപ്പർടോണിക് ആണ് ഫുഡ് പ്രിസർവേഷൻ ഉപയോഗിക്കുക. ഫുഡ് പ്രിസർവേഷൻ ഉപയോഗിക്കുന്നത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക്കോ ഹൈപ്പോട്ടോണിക്കോ ഉപയോഗിക്കില്ല. ഓക്കെ, ഐസോട്ടോണിക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐസോട്ടോണിക് ഒന്നുമില്ല. ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും വാട്ടർ കോൺസെൻട്രേഷൻ സെയിം ആവണം. രണ്ട് സ്ഥലത്തും സെയിം ആകുമ്പോൾ നെറ്റ് മൂവ്മെന്റ് 0 ആവും. അവിടെ സെല്ലുകളുടെ ഉള്ളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ പുറത്തേക്കും പോകും വേറെ മോളിക്യൂൾ. അപ്പോൾ സെല്ലുകളിൽ മാറ്റം ഉണ്ടാവുന്നില്ല. വാട്ട് ഈസ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വെള്ളം ജസ്റ്റ് തിങ്ക് ചെയ്യും. ഒരു വെള്ളം എടുത്തു, ഒരു ബീക്കറിൽ വെള്ളം എടുത്തു, അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തു, കലക്കുന്നു. വി ആർ ഗെറ്റിംഗ് പഞ്ചസാര വെള്ളം. ആ പഞ്ചസാര വെള്ളം സൊല്യൂഷൻ. ആ പഞ്ചസാര വെള്ളം ഉണ്ടാക്കാൻ നമ്മൾ വെള്ളം എടുത്തില്ലേ, വെള്ളം സോൾവെന്റ്. എന്തിനെയാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത്? ഇവിടെ ഷുഗറിനെയാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത് സൊല്യൂട്ട്. അപ്പൊ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് സൊല്യൂഷൻ. നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് റിവിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്കൊന്നും പോവാത്തത്. ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ സ്കിൻ ഓഫ് യുവർ ഫിംഗർ ഷ്രിങ്ക് വെൻ യു വാഷ് ക്ലോത്ത് ഫോർ എ ലോങ് ടൈം? വസ്ത്രം നന്നായി നനക്കുന്ന ശീലം ഇപ്പൊ എല്ലാവരും വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് പിന്നെ സോപ്പും ഡിറ്റർജന്റിലിട്ട് അടച്ചു വെക്കുന്ന പരിപാടിയാണ്. നനക്കുന്ന സമയത്ത്, അതല്ലാതെ നമ്മൾ കല്ലിലൊക്കെ ഡ്രസ്സുകൾ നനക്കുന്ന സമയത്ത് ഈ സോപ്പ് സൊല്യൂഷൻ നമ്മൾ കയ്യിൽ കയറ്റുന്ന സമയത്ത് ഈ നമ്മുടെ കൈയുടെ വിരലിന്റെ അറ്റത്ത് ഷ്രിങ്ക് ചെയ്യുന്നവർ കാണാം. ഈ സോപ്പ് സൊല്യൂഷൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്, ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ കൈവിരലുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെല്ല് വെച്ചാൽ എന്ത് ചെയ്യും? സെല്ല് ഷ്രിങ്ക് ആവും. അപ്പൊ നമ്മുടെ കൈവിരലിന്റെ സെല്ലുകളുടെ ഉള്ളിൽ വെള്ളം എന്ത് ചെയ്യും? സോപ്പ് സൊല്യൂഷനിലേക്ക് പോകും. അപ്പൊ ഷ്രിങ്ക് ആവും, എക്സോസ്മോസിസ് നടക്കും. അതാണ് അതിന് ആൻസർ. ഹൈപ്പർടോണിക് സൊല്യൂഷൻ വിത്ത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണ് അവിടെ ആ സോപ്പ് വെള്ളം. അതിലേക്ക് കൈവച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം നഷ്ടപ്പെട്ടു പോകും, എക്സോസ്മോസിസ് നടക്കും, ഷ്രിങ്ക് ആവും. സോപ്പ് സൊല്യൂഷൻ ഈസ് വെരി കോൺസെൻട്രേറ്റഡ്. ഹൈപ്പർടോണിക് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. സോ വാട്ടർ മൂവ്സ് ഔട്ട് ഓഫ് ദ സ്കിൻ സെൽ. അപ്പോൾ വിരലിങ്ങനെ വെക്കുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? പുറത്തേക്ക്. ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെല്ല് വെച്ചാൽ സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോകില്ലേ, അതാണ് എക്സോസ്മോസിസ്. ഹെൻസ് സ്കിൻ ഓഫ് ദ ഫിംഗർ ഷ്രിങ്ക് വെൻ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് സം വെജിറ്റബിൾസ് ടു കുക്ക്, നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറി തന്നിരിക്കുകയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. യു ജനറലി ആഡ് സോൾട്ട് ടു വെജിറ്റബിൾ ഡ്യൂറിങ് കുക്കിംഗ് പ്രോസസ്. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൾട്ട് ഇടും. സോൾട്ട് ഇടുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ വെജിറ്റബിളിൻ്റെ ഉള്ളത്തെ വാട്ടർ പുറത്തേക്ക് വരും, ഇത് ഷ്രിങ്ക് ആവാൻ തുടങ്ങും. അതിന്റെ കാരണം എന്താണ്? ഉപ്പിട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇതിൽ ഉപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആയി എന്നുള്ളതാണ്. ഹൈപ്പർടോണിക് ആയി.
അപ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്കാണ് നമ്മൾ ഈ വെജിറ്റബിൾ പീസസ് ഇടുന്നത്. അപ്പോൾ വെജിറ്റബിൾ പീസസിന്റെ ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് പോകും. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ എന്തിട്ടാലും അതിൻ്റെ അകത്തുനിന്ന് സെല്ലിനകത്തുള്ള വെള്ളം പുറത്തേക്ക് പോവുക ചെയ്യുക. എക്സോസ്മോസിസ്, അത് തന്നെയാണ് ആൻസർ. എക്സോസ്മോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ഇൻസൈഡ് ദ സെൽ ടു ഔട്ട്സൈഡ്. സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരുന്ന എക്സോസ്മോസിസ്. Exosmosis happen when cell placed in hypertonic solution. Here the solution is hypertonic. ഉപ്പുള്ളതുകൊണ്ട് hypertonic ആണ്. Presence of salt. Thus by adding salt to vegetable, water is released from the vegetable. Water എന്ത് ചെയ്യും? സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യും, വെജിറ്റബിളിൽ നിന്ന് റിലീസ് ചെയ്യും. അത്രേ ഉള്ളൂ. നിസാരം ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് സെൽ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടുള്ള പ്രോപ്പർട്ടി. നമ്മുടെ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആണെന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു ചാപ്റ്റർ കൂടി വരാനുണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ അതിനുള്ളൊരു മറ്റൊരു പ്രോപ്പർട്ടിയാണ് എൻഡോസൈറ്റോസിസ്. സെല്ലിൻ്റെ ഉള്ളിലേക്ക് വസ്തുക്കളെ എടുക്കാനുള്ളൊരു കഴിവ്, എൻഡോസൈറ്റോസിസ്. ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ സെൽ മെംബ്രെയിൻ ഓൾസോ ഇനാബിൾ സെൽ ടു എൻഗൾഫ് എന്ന വിഴുങ്ങുക the food and other material from external environment. As here you can see amoeba ഫുഡിനെ വിഴുങ്ങും. ഈ സൂഡോപോഡിയ, ആ സെൽ മെംബ്രെയിൻ്റെ എക്സ്റ്റൻഷൻ ആണ് സൂഡോപോഡിയ. സൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് വളച്ച് തിരിച്ച് ഈ ഭക്ഷണത്തെ വിഴുങ്ങാറുണ്ട്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ സെൽ മെംബ്രെയിൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സച്ച് പ്രോസസ് ഈസ് കോൾഡ് എൻഡോസൈറ്റോസിസ്. അമീബ അക്വയർ ഇറ്റ്സ് ഫുഡ് ത്രൂ സച്ച് പ്രോസസ്, എൻഡോസൈറ്റോസിസ് എന്ന പ്രോസസ് വഴിയാണ് അമീബ ഫുഡിനെ എടുക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ് അവിടെ ആ ഒരു പ്രോപ്പർട്ടിക്ക് കാരണം. ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിൾ ആണ് സെൽ മെംബ്രെയിൻ. അതുകൊണ്ടാണ് ഇതിനെ വിഴുങ്ങാനൊക്കെ പറ്റുന്നത്. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് പ്ലാസ്മ മെംബ്രെയിൻ റപ്ചേഴ്സ് ഓർ ബ്രേക്ക് ഡൗൺ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഒരു സെല്ലിന്റെ ഏറ്റവും പുറത്തുള്ള സാധനമാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ഈ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്ന് സെല്ലിന്റെ ഉള്ളിലെ സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ സെല്ല് ഡാമേജ് ആവും. അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓൾ ദി കണ്ടന്റ് ഓഫ് ദ സെൽ വിൽ കം ഔട്ട്. ശരിയല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ ഏറ്റവും പുറത്തുള്ള ബൗണ്ടറിയാ. അത് പൊട്ടിക്കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിലത്തെ എല്ലാ സാധനവും പുറത്തേക്ക് വന്നു. സെല്ല് വില്ല് ഡൈ. ഇത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. സെല്ല് അവിടെ നശിച്ചുപോയി. ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ ഇഫ് പ്ലാസ്മ മെംബ്രെയിൻ റപ്ചേഴ്സ്, ആ പ്ലാസ്മ മെംബ്രെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ സെല്ല് വിൽ ലീക്ക്. സെല്ലിന്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വരും, ലീക്ക് ആവും. ഓക്കെ, റെഡി? പിന്നെന്താ പറയുന്നത്? ആൻഡ് ഇറ്റ്സ് സെല്ലുലാർ കൺസ്റ്റിറ്റ്യൂട്ട്. സെല്ലിന്റെ ഉള്ളിലത്തെ എല്ലാ സംഗതികളും പുറത്തേക്ക് വന്നു. ഇറ്റ് മേ ലീഡ് ടു ബേർസ്റ്റിംഗ് ഓഫ് ലൈസോസോം. ഈ സെല്ലിന്റെ ഉള്ളിൽ ആനിമൽ സെല്ലിന്റെ കേസിൽ ലൈസോസോം എന്ന് പറയുന്ന ഒരാളുണ്ട്. ലൈസോസോം ഇതിനകത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള എൻസൈമുകളുണ്ട്. ഡൈജസ്റ്റീവ് എൻസൈമാണ്. ഇതെങ്ങാനും മറ്റു ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഡൈജസ്റ്റ് ആയി പോകും. അപ്പോൾ ആ ലൈസോസോം ബേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡൈജഷൻ ഓഫ് സെൽ, എല്ലാ സാധനങ്ങളും ആ സെല്ലിന്റെ എല്ലാ സംഗതികളും ഇല്ലാതാവും, സെല്ല് നശിച്ചു പോകും. വൺസ് പ്ലാസ്മ മെംബ്രെയിൻ റപ്ചർ സൊല്യൂട്ട് ഫ്രം എക്സ്റ്റേണൽ അതും നോക്കണം. ഈ സെൽ മെംബ്രെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സൊല്യൂട്ടും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരാം. അങ്ങനെ സെല്ലിനെ എന്ത് ചെയ്യാം? ഡാമേജ് ചെയ്യാം. സെല്ല് ഡെത്താവും. ചുരുക്കി പറഞ്ഞാൽ സെല്ല് ചത്തുപോകും. അതാണ് പറയാനുള്ളത്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെല്ല് ചത്തുപോകും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ. കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പല മക്കളിലും ഭാവി പ്ലാനുകൾ ഉണ്ടാവും. ഫ്യൂച്ചർ പ്ലാൻ അല്ലേ? ഫ്യൂച്ചർ പ്ലാൻ എപ്പോഴും നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ മുന്നിൽ കാണണം അല്ലേ? നമ്മളിപ്പോൾ ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തീർച്ചയായിട്ടും കാണണം. ഫൊർഗെറ്റ് അബൌട്ട് പാസ്റ്റ്, അതൊക്കെയാണ്. നമ്മൾ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ മറക്കണം. ഫ്യൂച്ചറിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും റിവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെ, കഴിഞ്ഞു. ഇന്ന് നമ്മൾ ജീവിക്കണം, അതൊക്കെ. പക്ഷെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ചിന്തിക്കണം. പല എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതും. നീറ്റ്, JEE പോലുള്ള എക്സാമിനേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതും. അപ്പോൾ അവിടേക്കുള്ള പ്രിപ്പറേഷൻ സാധാരണഗതിയിൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് +1 +2 കഴിഞ്ഞിട്ട്, +2 കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ക്രാഷ് കോഴ്സ് അങ്ങനെയുള്ള ഷോർട്ട് ടേമിൽ അവരെന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് പഠിച്ച് ചില ആൾക്കാർ കയറാറുണ്ട് കേട്ടോ. ചില ആളുകൾ കയറാറുണ്ട്. അധികം ആളുകൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം ആ ഒരു സമയത്തുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ്. ഈ 11th 12th ഒക്കെ ആകുമ്പോഴുള്ള പ്രിപ്പറേഷൻ. പക്ഷെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ തുടങ്ങണം. ചെറിയ ക്ലാസ്സുകൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്യാനുള്ള ഒരു ബാച്ച്, സൈലത്തിൻ്റെ ബാച്ച് നിങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഫാൽക്കൺ എന്നാണ് ആ ബാച്ചിൻ്റെ പേര്, ഫാൽക്കൺ ബാച്ച്. അപ്പോൾ ഫാൽക്കൺ ബാച്ചിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ തന്നെ ഫൗണ്ടേഷൻ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ്. ഭാവിയിൽ നിങ്ങൾ ഫ്യൂച്ചറിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ച് വരുന്ന ഒരു ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. തീർച്ചയായിട്ടും ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങുകയാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, നമ്മളെ NET JEE എക്സാം പോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക.
എക്സാമിനേഷൻ നടക്കും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ലെക്ചർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. ബാച്ചിന് ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു 1,999 rupees കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ബാച്ചിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ ഇല്ലാത്ത ആൾക്കാർ ബാച്ചും ഫൗണ്ടേഷൻ ക്ലാസ്സും വേണമെങ്കിൽ 5749 ആണ് കോഴ്സ് വരിക. എനിക്ക് ബാച്ച് വേണ്ട, ഫൗണ്ടേഷൻ മാത്രമാണ് വേണ്ടതെങ്കിൽ 2,999 നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ് മാത്രം നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. ഓക്കെ, കാരണം നമ്മൾ ഫ്യൂച്ചർ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ജീവിക്കുന്ന കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ആണ്. കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ തീർച്ചയായിട്ടും നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എഫോർട്ട് എടുത്ത് പഠിക്കണം. നിങ്ങൾ പഠിക്കും, നിങ്ങൾ അടിപൊളി കുട്ടികളാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെ മേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, സെൽ വാൾ. അപ്പോൾ നമ്മൾ സെൽ മെംബ്രെയിൻ കഴിഞ്ഞു, സെൽ വാളിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുമ്പോൾ പ്ലാന്റ് സെല്ലിന്റെ കേസിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. കാരണം പ്ലാന്റ് സെല്ലിൽ മാത്രമല്ല സെൽ വാൾ ഉള്ളത്, ബാക്ടീരിയത്തിലുണ്ട്. മെയ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഫംഗസ് സെൽ വാൾ ഉണ്ട്. അങ്ങനെ സെൽ വാള് വേറെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് സെല്ലിന്റെ കേസിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിന്റെ ബോഡിക്ക് ആ സെല്ലിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുക, മെക്കാനിക്കൽ സ്ട്രെങ്ത്, സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. ഇൻക്രീസസ് ദ റിജിഡിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ സെൽ. ആ സെല്ലിന്റെ റിജിഡിറ്റി, സ്ട്രെങ്ത് കൊടുക്കുന്നു. ആക്ട് എസ് എ ബാരിയർ ഫോർ അൺഡിസൈറബിൾ മാക്രോ മോളിക്യൂൾ. മാക്രോ മോളിക്യൂൾ മീൻസ് ബിഗർ മോളിക്യൂൾ. ബിഗർ മോളിക്യൂൾസ് ഒരിക്കലും വരാൻ പറ്റില്ല. ചെറിയ ചെറിയ മോളിക്യൂൾസ് ഒക്കെ കയറി പോവേ, ബട്ട് ബിഗർ മോളിക്യൂൾസ് സെൽവാള് കടന്ന് മുന്നിലോട്ട് പോകില്ല. ഓക്കെ, സെൽവാള് കടന്ന് മുന്നിലേക്ക് വരില്ല. ഓക്കെ, റെഡി? സെൽവാൾ. ഇനി ഇവിടെ ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇവിടെ നമുക്കൊരു ആനിമൽ സെല്ല് കൊടുത്തിട്ടുണ്ട്, ആനിമൽ സെൽ. ഇവിടെ നമുക്കൊരു ബാക്ടീരിയൽ സെൽ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്ടീരിയൽ സെൽ. ഒന്ന് നോക്കണേ, എല്ലാവരും നോക്കണേ. ഈ ആനിമൽ സെല്ലിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഇവിടെ ന്യൂക്ലിയസ് വ്യക്തമായിട്ട് കാണാം. ഇവിടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു സ്ഫെരിക്കൽ സ്ട്രക്ചർ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതിന് കാരണം ഇവിടെ ന്യൂക്ലിയസിന്റെ പുറത്തൊരു മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് അവിടെ ന്യൂക്ലിയസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പുറത്തൊരു ബൗണ്ടറി ഉള്ളത് കൊണ്ട്. എന്നാൽ ബാക്ടീരിയൽ സെല്ലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ന്യൂക്ലിയസിന് ബൗണ്ടറി ഇല്ല. ന്യൂക്ലിയസിനകത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തിട്ട പോലെ നമുക്കിങ്ങനെ കാണാം, നെയ്ക്കഡ് ആയിട്ടാണ് കാണുന്നത്. ഈ DNA ഒക്കെ നെയ്ക്കഡ് ആയിട്ട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടാണ് കാണുന്നത് സൈറ്റോപ്ലാസത്തിൽ. അപ്പോൾ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ആനിമൽ സെൽ, അവിടെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ് അല്ലെ, ന്യൂക്ലിയസ് നല്ല ഡിഫൈൻഡ് ആണ്, കാരണം ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഇങ്ങനെയുള്ള സെല്ലുകളെ വിളിക്കുന്നത് യൂകാരിയോട്ടിക് സെൽ എന്നാണ്. യൂകാരിയോട്ടിക് സെൽ. അവർക്ക് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മാത്രമല്ല, മെംബ്രെയിൻ ബൗണ്ടഡ് ആയ സെൽ ഓർഗനൽസും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ബാക്ടീരിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. അവിടുത്തെ ന്യൂക്ലിയർ മെറ്റീരിയൽ, ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയലൊക്കെ എക്സ്പോസ്ഡ് ആണ്. അതിന് ന്യൂക്ലിയസ് എന്നല്ല വിളിക്കുക, ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക. DNA ആ കാര്യങ്ങളൊക്കെ എന്താണ്, എക്സ്പോസ്ഡ് ആയിട്ട് കാണാം. അപ്പം ഇങ്ങനെയുള്ള സെല്ലിന്, ഈ ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കും. പ്രോകാരിയോട്ടിക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെല്ലാണ് പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ സെൽ വിച്ച് ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻ. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടോ, അതും ഇല്ല. എന്നാൽ ആനിമൽ സെല്ല്, പ്ലാന്റ് സെല്ലിലേക്കൊക്കെ വരുമ്പോൾ, യൂകാരിയോട്ടിക് സെല്ലിലേക്ക് വരുമ്പോൾ അവർക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെല്ലുകളെ യൂകാരിയോട്ടിക് എന്നും അങ്ങനെ ഇല്ലാത്ത സെല്ലുകളെ പ്രോകാരിയോട്ടിക് സെല്ല് എന്നും വിളിക്കുന്നു. ഇനി ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ, ഈ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. 2 ലെയർ ഉണ്ട് ന്യൂക്ലിയസിന്, കണ്ട, 2 ലെയർ. ഒരു ഔട്ടർ ലെയറും ഇന്നർ ലെയർ. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ചുരുക്കത്തിൽ നമുക്ക് അതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ തന്നെ വിളിക്കാം. ഔട്ടറും ഇന്നറും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം എന്ന പോലെ, സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ ന്യൂക്ലിയസിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ആണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോപ്ലാസം റിലേറ്റ് ചെയ്ത് പഠിക്കാം. സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ആണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് എന്താ, ന്യൂക്ലിയോപ്ലാസം. പിന്നെ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉള്ളതുപോലെ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയസ് പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, ഒരു സ്പെരിക്കൽ സ്ട്രക്ചർ. അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോലസ് എന്നാണ്. ന്യൂക്ലിയോലസ്. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉള്ളതുപോലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വേറൊരു ന്യൂക്ലിയസ് പോലെ ഒരു സാധനം, അതിനാണ് നമ്മൾ എന്താ പറയുക, ആ സ്പെരിക്കൽ സ്ട്രക്ചറിനെ ന്യൂക്ലിയോലസ് എന്നാണ് വിളിക്കുക. പിന്നെ കുറെ നൂല് പോലുള്ള കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര്
ക്രൊമാറ്റിൻ എന്നാണ്. ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്ന സംഗതി ത്രെഡ് ലൈക്ക് ആണ്. ഈ ത്രെഡ് ലൈക്ക് സംഗതി കണ്ടൻസ്ഡ് ആവും, തടിച്ചു കുറുകും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ക്രോമോസോം. ഈ ക്രൊമാറ്റിനിൽ അല്ലെങ്കിൽ ക്രോമോസോമിൽ DNA ഉണ്ട്. DNA. പിന്നുള്ളത് ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചെറിയ ഓപ്പണിങ്സ് ആണ്. ചെറിയ കുട്ടി ഓപ്പണിങ്സ് ഉണ്ട് ന്യൂക്ലിയസിനകത്തേക്ക് പുറത്തേക്ക്. ന്യൂക്ലിയസിന്റെ അകത്തേക്ക് പുറത്തേക്ക് വസ്തുക്കളെ കടത്തിവിടുന്നതിന് വേണ്ടി ചെറിയ സുഷിരങ്ങൾ, ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ ഓർക്കാതെ ആരും പരീക്ഷയ്ക്കൊന്നും പോകാൻ പാടില്ല. ന്യൂക്ലിയസ് എന്തായാലും ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. ന്യൂക്ലിയസ് നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗം കൂടിയാണ് ന്യൂക്ലിയസ്. ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിലെ ക്രോമോസോം അല്ലെ, ക്രൊമാറ്റിൻ എന്ന് പറയുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കണ്ടൻസ് ചെയ്ത് ഫോം ചെയ്യുന്ന ക്രോമോസോം, അവിടെയാണ് നമുക്ക് DNA ഉള്ളത്. DNA. ഓക്കെ, അപ്പൊ നമ്മൾ DNA ഉള്ളത് ന്യൂക്ലിയസിലാണ്. DNA എവിടെയുള്ളത് കുട്ടികളെ? ന്യൂക്ലിയസ്. DNA എവിടെയുണ്ട് കുട്ടികളെ? ന്യൂക്ലിയസിലാണ്. ഈ DNAയിലെ ചില പ്രത്യേക ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീന്. ഓക്കെ, എന്താ വിളിക്കുക? ജീന്. DNAയിലെ ചില പ്രത്യേക ഭാഗങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ജീന്. ഈ ജീനാണ് മക്കളെ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ഓരോ സ്വഭാവ സവിശേഷതകൾ ഉണ്ടല്ലോ. ഹെയർ കളർ, ഇയർ ടൈപ്പ്, ഐ കളർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ്. ഒരുപാട് ജീനുകൾ DNAയിലുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ DNAയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം സെല്ലിന്റെ എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ബ്രെയിൻ ഓഫ് ദ സെല്ല്, കിങ് ഓഫ് ദ സെല്ല് എന്നൊക്കെ വിളിക്കും. കാരണം സ്പെല്ലിംഗ് മാറിയിട്ടുണ്ടോ ക്രോമോസോമിന്റെ? ശരിയാണല്ലോ. ഓക്കെ, ഒരു സെല്ലിന്റെ എല്ലാത്തരം ഫംഗ്ഷനെയും കൺട്രോൾ ചെയ്തത് ന്യൂക്ലിയസ് ആണ് ബൈ റെഗുലേറ്റിംഗ് ജീൻ എക്സ്പ്രഷൻ. അപ്പൊ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു DNAയിലെ ഒരു പ്രത്യേക സ്പെസിഫിക് റീജിയൻസിനെയാണ് ജീൻ എന്ന് പറയാ. ഓരോ ജീനും ഓരോ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് കൺട്രോൾ ഹെറിഡിറ്ററി ട്രേറ്റ്സ് ഓഫ് എൻ ഓർഗാനിസം. പാരമ്പര്യ സ്വഭാവങ്ങളെ, അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്വഭാവങ്ങളുണ്ടല്ലോ, അച്ഛനമ്മമാരുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, പാരമ്പര്യമായി കിട്ടുന്നതെന്ന് പറയാറുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസിനകത്തുള്ള DNA ആണ്. ഫർദർ മോർ ഇറ്റ് സ്റ്റോർ DNA സ്ട്രാൻഡ് ആൻഡ് പ്രോട്ടീൻ. DNAയുടെ സ്ട്രാൻഡിനെയും, സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് സ്ട്രാൻഡ്, ഈ DNA സ്ട്രാൻഡിനെയും പ്രോട്ടീൻ, ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ന്യൂക്ലിയസിന്റെ അകത്താണ്. ഇതൊക്കെ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് പറയേണ്ടതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ: ബാക്ടീരിയൽ സെൽ ഡസ് നോട്ട് കണ്ടെയ്ൻ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. ട്രൂ. ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡസ് നോട്ട് കണ്ടെയ്ൻ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പറയാം. റീസൺ: ന്യൂക്ലിയർ മെമ്പറൈൻ ഈസ് ആബ്സെന്റ്. യെസ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെമ്പറൈൻ ഈസ് ആബ്സെന്റ് ഇൻ ബാക്ടീരിയൽ സെൽ, ഹെൻസ് ബാക്ടീരിയ does not have definite nucleus. Yes, this is also correct, and reason is correct explanation of assertion. So A ആണ് ഇവിടുത്തെ correct answer. Both assertion, reason correct ആണ്. Reason is the correct explanation of assertion. അടുത്തൊരു ചോദ്യമല്ല. ഓക്കെ, അടുത്ത സെൽ ഓർഗനൽസിലേക്ക് വരാം. സെൽ ഓർഗനൽസ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും. സെൽ ഓർഗനൽസിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ടിഷ്യൂസ് എടുക്കും കേട്ടോ. സെൽ ഓർഗനൽസിലേക്ക് വരുമ്പോൾ ഗോൾഗി കോംപ്ലക്സ്, സെൽ വാള്. ഗോൾഗി കോംപ്ലക്സ് രണ്ടിലുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്. സെൽ വാള് നമുക്ക് പ്ലാന്റ് സെല്ലിലേ കാണുള്ളൂ. ന്യൂക്ലിയസ് രണ്ടിലുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ടിലുണ്ട്. മൈറ്റോകോൺട്രിയ, സെൽ മെംബ്രെയിൻ രണ്ടിലുണ്ട്. മൈറ്റോകോൺട്രിയ രണ്ടിലുണ്ട്. പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സി മക്കളെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ER എന്ന് പറയുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസിന്റെ അടുത്തായിട്ട് ഇങ്ങനെ കാണും. ന്യൂക്ലിയർ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കാണും. കണ്ടോ, ഇവിടെ ന്യൂക്ലിയസ് അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കാണും. ഈ പറഞ്ഞിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് രീതിയിൽ കാണാം. ഷീറ്റ് പോലെ, മടക്കിയ ഷീറ്റ് പോലെയും ട്യൂബുലാർ ഫോമിലും കാണാം. ട്യൂബ്യൂൾസ് പോലെയും കാണാം, മടക്കിയ ഷീറ്റ് പോലെയും കാണാം. ട്യൂബ്യൂൾസ് പോലെയും കാണാം, മടക്കിയ ഷീറ്റുകൾ പോലെയും കാണാം. എന്നാൽ മക്കളെ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ മടക്കിയ ഷീറ്റുകൾ പോലുള്ള ഭാഗത്ത് ചെറിയ തരി മണികൾ പോലെ കാണാൻ സാധിക്കും. ചെറിയ തരി മണികൾ പോലെ ഇവിടെ ആദ്യഘട്ടത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഷീറ്റുകൾ പോലെ മടക്കി വെച്ച ഫോൾഡുകൾ പോലെ കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ ചെറിയ തരി മണികൾ പോലെ അവിടെ കാണപ്പെടുന്നത് ആരാ കുട്ടികളെ? റൈബോസോമിനെയാണ്. ആരെ കാണാം കുട്ടികളെ? റൈബോസോമിനെ കാണാം. എന്നാൽ ഇവിടേക്ക് നോക്കുമ്പോൾ, അറ്റത്തേക്ക് നോക്കുമ്പോൾ, ട്യൂബുലാർ ഫോമിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് തരി മണികളെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ ആണോ കുട്ടികളെ?
ഓക്കെ ആണോ കുട്ടികളെ? അപ്പൊ ഈ തരിതരി മണികൾ കാണുന്ന, ഈ തരിതരി പോലെ കാണുന്ന ഈ ഭാഗത്തുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നു. ഇവിടെ റൈബോസോം എന്ന് പറയുന്ന ചെങ്ങായിയുടെ ഫംഗ്ഷൻ ഒന്ന് ഓർത്തു വെക്കുക. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ സിന്തസൈസിങ് സൈറ്റ് ഓഫ് ദ സെല്ല്. അപ്പൊ പ്രോട്ടീൻ സിന്തസൈസിങ് ഓർ സിന്തസിസ് ആണ് ആരുടെ ഫംഗ്ഷൻ? റൈബോസോം. അപ്പൊ റൈബോസോം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് എന്നാ വിളിക്കാം അല്ലേ? നമ്മളൊരു സർഫസിൽ തരിതരി മണികൾ പോലെ മണലുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോൾ റഫായിരിക്കും. തരിതരി മണികൾ ഉണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോൾ റഫായിരിക്കില്ലേ? അപ്പൊ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ മാനുഫാക്ചേഴ്സ് പ്രോട്ടീൻ. കാരണം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് ആർ ഫൗണ്ട് അറ്റാച്ച്ഡ് ഓവർ ദ സർഫസ്. ഇഫ് റൈബോസോംസ് ആർ ഫൗണ്ട് അറ്റാച്ച്ഡ് ഓവർ ദ സർഫസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, such endoplasmic reticulum are called as rough endoplasmic reticulum. And if ribosomes are not found attached, ribosomes attached ആവാത്തതാണെങ്കിൽ, if ribosomes are not found attached on the surface of endoplasmic reticulum, such endoplasmic reticulum is called smooth endoplasmic reticulum. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? റൈബോസോംസ് അറ്റാച്ച് ചെയ്തല്ല. അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ലിപ്പിഡ് മാനുഫാക്ചറിങ് സിന്തസിസ്. അപ്പൊ ലിപ്പിഡ് സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പണി. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പണി ലിപ്പിഡ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. റെഡിയല്ലേ കുട്ടികളെ? റെഡിയല്ലേ? ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കുറച്ച് വിശേഷണങ്ങളിലേക്ക് കടക്കാം. ഇദ്ദേഹത്തെ സൈറ്റോസ്കെലിട്ടൺ എന്ന് വിളിക്കാറുണ്ട്. സൈറ്റോസ്കെലിട്ടൺ ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. സൈറ്റോസ്കെലിട്ടൺ. അതിന് കാരണം സ്കെലിറ്റൽ ഫ്രെയിംവർക്ക്, സെല്ലിന്റെ ആ ഒരു ഫ്രെയിംവർക്ക് നൽകാൻ കാരണമാരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുകൊണ്ട് സൈറ്റോസ്കെലിട്ടൺ, സൈറ്റോ എന്ന് പറഞ്ഞ സെല്ല് എന്നാണ്, സൈറ്റോസ്കെലിട്ടൺ എന്ന് വിളിക്കും. അതിന്റെ മറ്റൊരു പണി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ. ഇൻ അഡീഷൻ ടു റെസ്പോൺസിബിൾ ട്രാൻസ്പോർട്ട്, ഒരു ട്രാൻസ്പോർട്ടിങ് ചാനൽ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ചാനൽ, ഒരു വഴി പോലെ. ട്രാൻസ്പോർട്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ടു അനദർ ഓർഗനൽ. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ മറ്റ് ഓർഗനൽസിലേക്ക് കൊണ്ടു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ് ഏരിയ ഫോർ സെല്ലുലർ റിയാക്ഷൻ. ഒരുപാട് മടക്കുകൾ പോലെ നിൽക്കുന്ന സാധനമല്ലേ? അപ്പോൾ ഒരുപാട് ഏരിയ ക്രിയേറ്റ് ചെയ്യും, സർഫസ് ഏരിയ കൂടും, റിയാക്ഷൻസ് കൂടാൻ സഹായിക്കുന്നു. ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ പറഞ്ഞ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അവിടെ ആരുണ്ട് കുട്ടികളെ? അവിടെ റൈബോസോം ഫൗണ്ട് അറ്റാച്ച്ഡ് ആണ്. ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഉണ്ടോ? ഇവിടെ എന്തില്ല മക്കളെ? ഇവിടെ റൈബോസോം അറ്റാച്ച്ഡ് അല്ല. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ലിപ്പിഡ് സിന്തസിസ് ആണ്. ലിപ്പിഡ് സിന്തസിസ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെംബ്രെയിൻ ബയോജനസിസ്. മെംബ്രെയിൻ ബയോജനസിസ്. അവിടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്ഫുൾ ആണ് വിത്ത് ഗോൾഗി അപ്പാരറ്റസ്. ഇനി നമുക്ക് അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെംബ്രെയിൻ ബയോജനസിസ് ഒന്ന് ശ്രദ്ധിച്ചോ. മെംബ്രെയിൻ ബയോജനസിസ് മക്കളെ ശ്രദ്ധിച്ചോ. മെംബ്രെയിൻ ബയോജനസിസ് ആണ് പറയാനുള്ളത്. മക്കളെ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. നിങ്ങൾക്കറിയാം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസസ് പ്രോട്ടീൻ. മക്കളെ ഓർത്തോ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസസ് വാട്ട്? പ്രോട്ടീൻ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസസ് ലിപ്പിഡ്സ്. Rough endoplasmic reticulum produces protein. Smooth endoplasmic reticulum produces lipid. And remember, lipid and protein are building block of cell membrane. സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവണമെങ്കിൽ, സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കണമെങ്കിൽ വേണ്ട രണ്ട് സാധനങ്ങൾ പ്രോട്ടീനും ലിപ്പിഡുമാണ്. അത് ഉണ്ടാക്കുന്ന ആളുകൾ നമുക്കുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസേഴ്സ് പ്രോട്ടീൻ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രൊഡ്യൂസേഴ്സ് ലിപ്പിഡ്. ഇനി അദ്ദേഹത്തെ ഈ രണ്ട് സാധനങ്ങളെ, പ്രോട്ടീനിനെയും ലിപ്പിഡിനെയും മെംബ്രെയിൻ ഉണ്ടാക്കുന്ന റീജിയനിലേക്ക് കൊണ്ടുപോകണം, ഇവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് സഹായിക്കുന്ന ചെങ്ങായിയാണ് ഗോൾഗി ബോഡീസ്. ഗോൾഗി ബോഡി ഓർ ഗോൾഗി അപ്പാരറ്റസ്. അതാണ് പറയുന്ന കുട്ടികളെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ. Endoplasmic reticulum synthesize lipid and protein responsible for membrane formation. Then Golgi complex transports synthesize lipid protein to the membrane. അങ്ങനെ ഗോൾഗി ബോഡീസ് ഈ ലിപ്പിഡിനെയും പ്രോട്ടീൻ ഇവിടെ കൊണ്ടുവരും. ഇവിടെ എന്ത് ചെയ്യും? മെംബ്രെയിൻ ഫോർമേഷൻ നടത്തും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചോ, പഠിക്കണം. ഇനി ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന് ഈ പേര് വരാൻ കാരണം ഈ ചങ്ങായിയാണ്, കമിലോ ഗോൾഗി. അദ്ദേഹമാണ് കണ്ടെത്തിയത്. ഇപ്പൊ കമിലോ ഗോൾഗി കണ്ടെത്തിയത് കൊണ്ട് ഗോൾഗി അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കടാ, കൃത്യമായി നോക്ക്. ദ മെറ്റീരിയൽ സിന്തസൈസ്ഡ് നിയർ ER എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മെറ്റീരിയൽ ആർ പാക്കേജ്ഡ് ആൻഡ് ഡിസ്പാച്ച്. കൃത്യമായ രീതിയിൽ അതിനെ വെസിക്കിളിൽ കൃത്യമായി പാക്ക് ചെയ്യുന്നു,
ഡിസ്പാച്ച്ഡ് ടു വേരിയസ് ടാർഗറ്റ്, അയക്കുന്നു വേരിയസ് ടാർഗറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ, സെല്ലിന്റെ ഉള്ളിലുള്ള പല ഭാഗങ്ങളിലും സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും കൊണ്ടു കൊടുക്കുന്നത്, ആ ചാനല് കൊണ്ടു കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഗോൾഗി ബോഡിയാണ്, ത്രൂ ഗോൾഗി അപ്പാരറ്റസ്. അതിന്റെ മറ്റു ഫംഗ്ഷൻ, ഇറ്റ്സ് അതർ ഫംഗ്ഷൻ ഇൻക്ലൂഡ് സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ, പാക്കേജിങ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ, പാക്കേജിങ്, ഡിസ്പാച്ചിങ്, ഇതൊക്കെ കണ്ടാൽ ഗോൾഗി ബോഡീസിലേക്ക് നിങ്ങൾ ഓർമ്മിക്കണം. ഇൻ സം കേസസ്, ചില അവസരങ്ങളിൽ കോംപ്ലക്സ് ഷുഗർ മേ ബി മെയ്ഡ് ഫ്രം സിമ്പിൾ ഷുഗർ. സിമ്പിൾ ഷുഗർ കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ഷുഗർ ആക്കാനും ആർക്ക് പറ്റും? ഗോൾഗി ബോഡിക്ക് പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഈസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലൈസോസോം. അപ്പൊ ഗോൾഗി ബോഡീസ് ആണ് എന്തിന്റെ കാരണം? ഫോർമേഷൻ ഓഫ് ലൈസോസോം. മറ്റൊരു സെൽ ഓർഗനലാണ് ലൈസോസോം. അപ്പൊ ലൈസോസോമിന്റെ ഫോർമേഷന് സഹായിക്കുന്നത് ഗോൾഗി ബോഡീസ്. ഫംഗ്ഷൻ നോക്കി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, വാട്ട് വുഡ് ഹാപ്പൻ ടു ലൈഫ് ഓഫ് എ സെൽ ഇഫ് ദെയർ വാസ് നോ ഗോൾഗി അപ്പാരറ്റസ്? ഈ ഗോൾഗി അപ്പാരറ്റസ് ഒരു പോസ്റ്റ്മാൻ പോലെയാണ് അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അടുത്ത് ഉണ്ടാക്കിയ വസ്തുക്കളെ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് അയക്കുന്നുണ്ട് പല ഭാഗങ്ങളിലേക്ക്, ഒരു പോസ്റ്റ്മാനെ പോലെ തന്നെ. അപ്പൊ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ ഗോൾഗി ബോഡി ഇസ് റെസ്പോൺസിബിൾ ഫോർ പാക്കേജിങ്, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അല്ലെ. അപ്പൊ അദ്ദേഹം ഇല്ലാതായാലോ? അദ്ദേഹം ഞാൻ പറഞ്ഞു പോസ്റ്റ്മാൻ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നതാണ് ഗോൾഗി അപ്പാരറ്റസ്. കാരണം എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും, പാക്കിംഗ് പ്രോട്ടീൻ, പിന്നെന്താണ് ട്രാൻസ്പോർട്ടിംഗ് വിത്തിൻ ദ സെൽ, ഔട്ട്സൈഡ് ദ സെൽ, ഫോർമേഷൻ ഓഫ് ലൈസോസോം, ഇതൊക്കെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആബ്സെന്റ് ആയാൽ, ഗോൾഗി ബോഡി ആബ്സെന്റ് ആയാലുള്ള പ്രശ്നം എന്താ നോക്കിക്കേ, ലൈസോസോം വുഡ് നോട്ട് ബി പ്രൊഡ്യൂസ്. കാരണം ഗോൾഗി ബോഡിയാണ് ലൈസോസോം ഉണ്ടാക്കുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗോൾഗി ബോഡിയാണ് ലൈസോസോമിന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗോൾഗി ബോഡി ഇല്ലാതായാൽ ലൈസോസോം ഇല്ല. അക്യുമുലേഷൻ ഓഫ് ഡെഡ് ആൻഡ് ലൈസോസോമാണ് മക്കളെ സെല്ലിന്റെ ഉള്ളിൽ ഈ ഡെഡ് ഓർഗനൽസിനെയൊക്കെ നശിപ്പിക്കുന്നത്. ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് പാത്തോജനെ വന്നാക്കെ നശിപ്പിക്കുന്ന ലൈസോസോമാണ്. അപ്പൊ ലൈസോസോം ഉണ്ടാവണമെങ്കിൽ ഗോൾഗി വേണം. ഇപ്പൊ ഗോൾഗി ഇല്ലാതായാൽ ലൈസോസോം ഇല്ല. അപ്പൊ അക്യുമുലേഷൻ, അടിഞ്ഞുകൂടും എന്ത്? ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഓർഗനൽസ്. അത് സെല്ലിന്റെ ഫംഗ്ഷനെ ബാധിക്കും. ഫൈനലി സെല്ലിന്റെ ഫംഗ്ഷനിങ് മൊത്തത്തിൽ തന്നെ താറുമാറാവും, സെല്ല് നശിച്ചു പോകുന്നതിന് കാരണമാവും. ലൈസോസോം കഴിയാറായിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കട്ടോ. ലൈസോസോം, പിന്നെ മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, പിന്നെ സെല്ല് ഡിവിഷൻ, അതാണ് പഠിക്കാനുള്ളത്. ലൈസോസോം സ്ട്രക്ചറലി, ലൈസോസോമിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ മെംബ്രെയിൻ ബൗണ്ട് സാക്ക്. മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സഞ്ചിയാണ്. മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സഞ്ചി. എന്നാൽ വെറുമൊരു സഞ്ചിയല്ല, അതിനകത്ത് വളരെ പവർഫുള്ളായ, വളരെ ശക്തിയുള്ള, വളരെ പവർഫുള്ളായ ഡൈജസ്റ്റീവ് എൻസൈം സ്ഥിതി ചെയ്യുന്നു. ഓക്കെ മക്കളെ, നോക്കിക്കേ കുട്ടികളെ, മെംബ്രെയിൻ കൊണ്ടുള്ള ഒരു സഞ്ചി മാത്രമല്ല, അതിനകത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് ഫിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. മെംബ്രെയിൻ ബൗണ്ട് സാക്ക് ഫിൽഡ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈം. ദീസ് എൻസൈംസ് ആർ മെയ്ഡ് ബൈ RER. അപ്പൊ ഇതിനകത്തുള്ള എൻസൈമിന് ഉണ്ടാക്കിയവരാണ് ആ എൻസൈം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ടാക്കുന്നത് RER ആണ്. എൻസൈം ഈസ് എ കൈൻഡ് ഓഫ് പ്രോട്ടീൻ ആണ് കുട്ടികളെ. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആരാ? RER. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എൻസൈമിന് ഉണ്ടാക്കുന്ന ആരാ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സംശയിക്കണ്ട. ലൈസോസോംസ് ആർ കൈൻഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ. നിങ്ങളുടെ ക്ലാസ് റൂമിലെ ചവറ്റുകൊട്ട, വേസ്റ്റ് ബിൻ, നിങ്ങളുടെ ക്ലാസ് റൂം ക്ലീൻ ആക്കാൻ സഹായിക്കുന്നു. എല്ലാത്തരം വേസ്റ്റും അവസാനം വേസ്റ്റ് ബിന്നിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് മേക്ക് ദ ക്ലാസ് റൂം ക്ലീൻ. അതുപോലെ നമ്മുടെ സെല്ലിനെ ക്ലീൻ ചെയ്യുന്നത് ലൈസോസോം. സോ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ. ഈ ടെർമിനോളജീസ് ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഈ ഒരു ടേം ഒക്കെ ഓർത്തു വെക്കുക. വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ, ലൈസോസോം. പോസ്റ്റ്മാൻ ഓഫ് ദ സെൽ ആരാണ്? പോസ്റ്റ്മാൻ ഓഫ് ദ സെൽ ഗോൾഗിയ. കുറച്ചുകൂടി ഓക്കെ. അപ്പൊ ലൈസോസോം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം. These help to keep the cell clean by digesting any foreign material as well as worn out cell organelles. ഒരു സെല്ലിന്റെ അകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഓൾഡ് ഓർഗനൽസ്, പഴകിയ ഓർഗനൽസ്, മറ്റു മൈറ്റോകോൺട്രിയ പോലുള്ള ഓർഗനൽസ് പഴകിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ, സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനൊക്കെ സഹായകരമാണ് ലൈസോസോം എന്നോർത്ത് വെക്കുക. Foreign material entering the cell such as bacteria or food as well as old organelles end up in lysosome which break complex substance into simple substance. അപ്പം ഈ കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ സിമ്പിൾ ആക്കി മാറ്റുന്നു, അത് ബ്രേക്ക് ഡൗൺ നടത്തുന്നു, ഡൈജഷൻ നടത്തുന്നു. Lysosomes are able to do this because they contain powerful digestive enzyme capable of breaking down all organic material. അപ്പൊ ഇതിനകത്തുള്ള എൻസൈം നിസാരക്കാരനല്ല എന്ന് മനസ്സിലാക്കാം. ലൈസോസോമിന്റെ അകത്തുള്ള
ആ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് നിസാരക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെയൊക്കെ ശിഥിലീകരിക്കാൻ, നശിപ്പിക്കാൻ അതിന് സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനലാണ് ലൈസോസോം. ഇനി മൈറ്റോകോൺട്രിയയിലേക്ക് വരാം കുട്ടികളെ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിശേഷിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി സ്റ്റോർ ചെയ്യുന്നു. സെല്ലിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മൈറ്റോകോൺട്രിയയിലായതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെല്ല്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോം ATP. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോം ATP. മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസസ്, സിന്തസൈസ് എനർജി, സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ആൻഡ് ATP is energy currency of the cell. Energy currency of the cell ATP. Power house of the cell mitochondria. Confusion ഉണ്ടാവരുത്. Power house of the cell mitochondria because it produces energy, store energy, and it produces energy in the form of ATP. And ATP, adenosine triphosphate, is referred to as energy currency of the cell. Clear അല്ലേ? Talking about structure of mitochondria, നോക്കണേ. മൈറ്റോകോൺട്രിയ എന്ന് ഡബിൾ മെംബ്രെയിൻ ഓർഗനൽ ആണ്. അപ്പൊ 2 മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, 2 മെംബ്രെയിൻ. ഇത് ഔട്ടർ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. ഇത് ഔട്ടർ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കണം കുട്ടികളെ. ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ്. ദിസ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ. ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ്. ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, റെഡി. ഇനി ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഈസ് ഡീപ്ലി ഫോൾഡഡ് ഇൻസൈഡ്. ഡീപ്ലി ഫോൾഡഡ് ആണ് കുട്ടികളെ. ഇന്നർ മെംബ്രെയിൻ ഈസ് ഡീപ്ലി ഫോൾഡഡ് ആൻഡ് ദി ഫോൾഡഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ക്രിസ്റ്റേ. ഈ ഫോൾഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ക്രിസ്റ്റേ എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? ക്രിസ്റ്റേ എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം കുട്ടികളെ? ക്രിസ്റ്റേ എന്ന് വിളിക്കണം. ഈ ഫോൾഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിസ്റ്റേ. ലൈസോസോം സൂയിസൈഡൽ ബാഗ് ആണ് കേട്ടോ. ലൈസോസോംസ് ആർ റെഫർഡ് ടു ആസ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. കാരണം ഈ ലൈസോസോമിനകത്തുള്ള ഹൈഡ്രോളൈസിങ് അല്ലെങ്കിൽ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ്, ഈ ലൈസോസോം പൊട്ടിക്കഴിഞ്ഞാൽ സെല്ലിലേക്ക് വീണ് സെല്ല് തന്നെ നശിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ അപരനാമം ഉണ്ട്, പറയാൻ വിട്ടുപോയതാ. ഇനി മക്കളെ നോക്കിക്കോളൂ. ഈ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള സ്പേസ് കണ്ടോ? ഇടയിലുള്ള സ്പേസ് കണ്ടോ? ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള സ്പേസ്. നമ്മളിപ്പോൾ ഹൈലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ നിറത്തിൽ ഞാൻ കൊടുക്കുന്ന ഏരിയ കണ്ടോ നിങ്ങൾ? ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള സ്പേസ്. ഇതിനെ വിളിക്കുന്ന പേര് പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ്. എന്താ വിളിക്കുക? പെരിച്ചായ അല്ല സാറേ, പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ്. മൈറ്റോകോൺട്രിയൽ സ്പേസ് എന്ത് വിളിക്കും? പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ്. അപ്പൊ റെഡിയാക്കണം കുട്ടികളെ. ഡബിൾ മെംബ്രെയിൻ ഓർഗനിലാണ്. സ്പേസ് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ എന്താണ്? പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ്. സ്പേസ് എൻക്ലോസ്ഡ് ബൈ ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്ഥലം, അതായത് ഈ വെള്ള നിറത്തിലുള്ള സ്ഥലം. ഞാനിപ്പോൾ പച്ച നിറം കൊടുത്താൽ ആ പച്ച നിറത്തിലുള്ള ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്ഥലം ഈ സ്ഥലം ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഈ സ്ഥലം കണ്ടോ മക്കളെ? ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഈ സ്ഥലം. ദിസ് ഈസ് കോൾഡ് മാട്രിക്സ് ഓഫ് ദ മൈറ്റോകോൺട്രിയ. ദിസ് ഈസ് കോൾഡ് വാട്ട്? മാട്രിക്സ് ഓഫ് ദ മൈറ്റോകോൺട്രിയ. ദ സ്പേസ് ബിറ്റ്വീൻ ഓർ സ്പേസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാട്രിക്സ് ഓഫ് ദ മൈറ്റോകോൺട്രിയ. ഇവിടെ ഗ്രീനിഷ് കളർ കൊടുത്തിരിക്കുന്നത് ദിസ് റീജിയൻ ഈസ് മാട്രിക്സ് ഓഫ് ദ മൈറ്റോകോൺട്രിയ. ഔട്ടർ മെംബ്രെയിൻ സ്മൂത്ത് പെർമിയബിൾ ആണ്. ഇന്നർ മെംബ്രെയിൻ ഫോൾഡിങ്സ് ഉണ്ട്. ഇസ് കോൾഡ് ക്രിസ്റ്റേ. ഇനി മക്കളെ, ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്ന മൈറ്റോകോൺട്രിയയിലാണ്. എനർജി റിലീസിംഗ് പ്രോസസ് ഈസ് റെസ്പിറേഷൻ. Respiration is energy releasing process where glucose is oxidized to get energy. അപ്പോൾ മക്കളെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് റെസ്പിറേഷൻ ആണ്, എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് റെസ്പിറേഷൻ ആണ്. ഇത് സംഭവിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്രിസ്റ്റേ എന്ന് പറയുന്ന മടക്കുകൾ ധാരാളമായി ഉള്ളത് കൊണ്ട് സർഫസ് ഏരിയ കൂടുന്നു. സോ റെസ്പിറേഷൻ റേറ്റ് കൂടുന്നു. മക്കളെ ആലോചിച്ച് വെക്കുക, സർഫസ് ഏരിയ ക്രിസ്റ്റേ ഉള്ളത് കൊണ്ട് മക്കളെ സർഫസ് ഏരിയ ഇൻക്രീസസ്. ദിസ് വിൽ ഇൻക്രീസസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ റേറ്റ് കൂടും. മക്കളെ ശ്രദ്ധിച്ചോ, when surface area increases, respiration rate increases, and thereby energy production increases. Everything is directly related. When surface area increases, rate of respiration increases, energy production increases. Clear? Directly proportional to each other. അപ്പോൾ സർഫസ് ഏരിയ കൂടിയാൽ എന്ത് കൂടി? റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടി. റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടി എന്ത് കൂടി? എനർജി പ്രൊഡക്ഷൻ കൂടി. The inward folding of inner membrane provide large surface area for respiration.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയിലേക്ക് കടക്കാണ്, മറ്റൊരു ഫാക്ടിലേക്ക് കടക്കാണ്. മൈറ്റോകോൺട്രിയ റെപ്ലിക്കേറ്റ് ഇറ്റ്സ് ഓൺ കോപ്പി. ഓക്കെ, മൈറ്റോകോൺട്രിയ ക്യാൻ റെപ്ലിക്കേറ്റ് ടു ക്രിയേറ്റ് കോപ്പീസ് ഓഫ് ഇറ്റ്സ് ഓൺ. കാരണം ഇതിൽ MT-DNA, മൈറ്റോകോൺട്രിയൽ DNA, ഇതിന് സ്വന്തമായി DNA ഉണ്ട് കുട്ടികളെ. മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത സെമി ഓട്ടോണോമസ്, സ്വന്തമായി DNA ഉണ്ട്. കോഡ് ഫോർ മൈറ്റോകോൺട്രിയൽ പ്രോട്ടീൻ. സ്വന്തമായി DNA ഉണ്ടെങ്കിൽ സ്വന്തമായി പ്രോട്ടീൻ ഉണ്ടാക്കാം കേട്ടാ. പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സംഗതികളുണ്ട്. സ്വന്തമായി DNA ഉണ്ട്. ദാറ്റ് കോഡ് ഫോർ മൈറ്റോകോൺട്രിയൽ പ്രോട്ടീൻ. സോ മൈറ്റോകോൺട്രിയ ഈസ് കൺസിഡർഡ് സെമി ഓട്ടോണോമസ് ഓർഗനൽ. സെമി ഓട്ടോണോമസ് ആണ്. ഇതേപോലെ സെമി ഓട്ടോണമസ് ആയ മറ്റൊരു ചെങ്ങായിയാണ്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യം നമ്മൾ നേരത്തെ കണ്ട ചോദ്യമാണ്. ഡീപ്ലി ഫോൾഡഡ് ആകുന്നത് എന്തുകൊണ്ട്? ക്രിസ്റ്റേ ഇന്നർ മെമ്പർ ഡീപ്ലി ഫോൾഡഡ് ആയതുകൊണ്ട് സർഫസ് ഏരിയ കൂടി. പിന്നെന്താണ്? സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടി, എനർജി പ്രൊഡക്ഷൻ കൂടി. അതാണ് ഇവിടെ ATP സിന്തസിസ് തന്നെയാണ് എനർജി പ്രൊഡക്ഷൻ. അത് കൂടുന്നു. വീണ്ടും പറയുന്നില്ല. പ്ലാസ്റ്റിഡ്സിലേക്ക് വരുമ്പോൾ, പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിന്റെ അസറ്റാണ്. പ്ലാസ്റ്റിഡ് ഡിസ്ക് ഷേപ്ഡ് ഓർഗനൽ ആണ്. പ്ലാന്റ് സെല്ലിന്റെ അസറ്റാണെന്ന് സാറ് പറഞ്ഞു. പ്ലാസ്റ്റിഡ്സ് ഗ്രീൻ റെഡ് കളറിലൊക്കെ കാണും, കളർലെസ്സിലും കാണും കേട്ടോ. ഇനി ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, ഇങ്ങനെ 3 പ്ലാസ്റ്റിഡുകൾ ഉണ്ട് പ്ലാന്റിൽ. എന്തൊക്കെ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എല്ലാവർക്കും അറിയാം, ഫോട്ടോസിന് സഹായിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പിഗ്മെന്റ് ക്ലോറോഫില്ല്. ക്രോമോപ്ലാസ്റ്റ് ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ഒക്കെ കളർ കൊടുക്കുന്നു. ക്രോമോ കളർ കൊടുക്കുന്നു. ഫ്രൂട്ട്സിനും ഫ്ലവറിനും കളർ കൊടുക്കുന്ന ക്രോമോപ്ലാസ്റ്റ്. മക്കളെ ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ്. മക്കളെ ല്യൂക്കോപ്ലാസ്റ്റ് സ്റ്റോറേജ്, ഫാറ്റ്, പിന്നെ സ്റ്റാർച്ച്, പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്തൊക്കെ റൂട്ടിലൊക്കെ കാണുന്നതാണ് ല്യൂക്കോപ്ലാസ്റ്റ്. ഇത് 3 പഠിക്കണം. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ ആണോ? പ്ലാസ്റ്റിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റ്. ഒന്ന് ജസ്റ്റ് നോക്കിക്കേ, നോക്കണം കേട്ടോ. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. മൈറ്റോകോൺട്രിയയിൽ 2 മെംബ്രെയിൻ ഉള്ളതുപോലെ ഇവിടെയും 2 മെംബ്രെയിൻ ഉണ്ട്. ഇനി ഇവിടെ ഒരു ഡിസ്ക് പോലെ കുറെ സാധനങ്ങൾ അട്ടി വെച്ചിട്ടുണ്ട്. ഡിസ്കോളിൽ ഗ്രാന. ഓക്കെ, ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഫീൽഡ് ആണ്. ഇറ്റ്സ് കോൾഡ് സ്ട്രോമ. സോ ഗ്രാന, ദിസ് ഈസ് ഗ്രാന. അതിനകത്തുള്ള ഫ്ലൂയിഡ് സ്ട്രോമ. ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ദി സ്ട്രക്ചർ ഈസ് കോൾഡ് സ്ട്രോമലാമല്ലേ. ഇത് മൈറ്റോകോൺട്രിയുമായിട്ട് സിമിലാരിറ്റി ഉണ്ടല്ലേ കുട്ടികളെ? സിമിലാരിറ്റി ഉണ്ട്. ഇതിന് സ്വന്തമായി DNA ഉണ്ട്, റൈബോസോം ഉണ്ട്. മൈറ്റോകോൺട്രിയയിൽ കണ്ടതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമായി DNA കാര്യങ്ങളൊക്കെ ഉണ്ട്. സെമി ഓട്ടോണോമസ് ആണ്. ഓർത്തു വെക്കണം. മൈറ്റോകോൺട്രിയക്ക് ഒരു കൂട്ടാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ള വാക്യൂൾസ്. മക്കളെ, വാക്യൂളിന്റെ കേസ് പറയുമ്പോൾ നമ്മളൊരു പ്ലാന്റ് സെല്ല് കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് സെല്ലിന്റെ ഏകദേശ സെൽ വോളിയം, മെജോറിറ്റി ഓഫ് ദ സെൽ വോളിയം യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിഡ് ഈ വാക്യൂൾ ആണ് കേട്ടോ. ദിസ് ഈസ് ദ വാക്യൂൾ വിച്ച് ഈസ് കൺസ്യൂമിംഗ് മെജോറിറ്റി ഓഫ് ദ സെൽ വോളിയം. അബൌട്ട് 50% to 90% ഓഫ് ദ സെൽ വോളിയം ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദി വാക്യൂൾ. ഈ കാണുന്ന വാക്യൂൾ നോക്കിക്കേ. ഈ വാക്യൂൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ന്യൂക്ലിയസ് വരെ സൈഡായി പോയി കേട്ടാ. പ്ലാന്റ് സെല്ല് നോക്കുന്ന സമയത്ത് വാക്യൂൾ ഇത്രയും വലുതായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിനെ വരെ സൈഡാക്കി വാക്യൂള്. ഇത് സ്റ്റോറേജ് സാക്കാണ്. ഇതിനകത്ത് ഒരുപാട് സംഗതികൾ സ്റ്റോർ ചെയ്യും. ഒരു ബാഗ് പോലെയാണ് കേട്ടോ. സോ വാക്യൂൾസ് ആർ സ്റ്റോറേജ് സാക്ക്, സ്റ്റോർ ലിക്വിഡ് ആൻഡ് സോളിഡ് സബ്സ്റ്റൻസ്. ഇൻ പ്ലാന്റ് സെൽ വാക്യൂൾ ആർ ഫിൽഡ് വിത്ത് സെൽ സാപ്പ് ആൻഡ് അതർ ന്യൂട്രിയൻ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് rarely found in animal cell. Generally speaking, animal cell does not contain vacuole, but if present undengil, it will be very small. Last area like വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ 50 to 90% യൂസ് ചെയ്യുന്നു. സെൽ സാപ്പ് പ്രൊവൈഡ്. ഇത് നോക്കണം കേട്ടോ. ടർജിഡിറ്റി, റിജിഡിറ്റി. പ്ലാന്റ് സെല്ലിൽ ഈ വാക്യൂൾ ഉള്ളതുകൊണ്ട് അതിനകത്ത് സെൽ സാപ്പ് ഉണ്ട്. അതുള്ളതുകൊണ്ട് ടർജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചു കേട്ടോ. പിന്നെ അമിനോ ആസിഡ്, ഷുഗർ, വേരിയസ് ഓർഗാനിക് ആസിഡ്, പ്രോട്ടീൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്. ലാസ്റ്റ് റീജിയൻ ആണ് ഇത് ഫുഡ് വാക്യൂൾ. ഇത് മറ്റേ അമീബയുടെ കേസിൽ ഫുഡ് വാക്യൂൾ എന്ന് പറയുന്ന സംഗതി ഫോം ചെയ്യുന്നുണ്ട്. ഫുഡിനെ എൻഗൾഫ് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്ന ഒരു സഞ്ചിയാണ് ഫുഡ് വാക്യൂൾ. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇത് നിങ്ങളൊന്ന് നോക്കണം. സെൽ ഡിവിഷൻ.
മക്കളെ പെട്ടെന്ന് പറഞ്ഞു പോകാം. സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് കോശ വിഭജനം. സെല്ല് ഡിവൈഡ് ആവുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ സെല്ല് ഡിവൈഡ് ആവുന്നുണ്ട്. ഓക്കെ, റെഡി. സെൽ ഡിവിഷൻ രണ്ട് രീതിയിലാണ് സെൽ ഡിവൈഡ് ചെയ്യുക. അതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മൈറ്റോസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിയോസിസ്. മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഇതിൽ മൈറ്റോസിസ് നമുക്ക് ഫെമിലിയർ ആണ്, നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ വളർന്ന് വരുന്നുണ്ട്. എസ്പെഷ്യലി യു ഗൈസ് ആർ ഗ്രോയിങ് ഇയർ ബൈ ഇയർ അല്ലെ. ഇപ്പൊ നിങ്ങൾ വളരുന്ന കാലഘട്ടമാണ്, യു ആർ ഗ്രോയിങ്. And cell division responsible for growth and cell division responsible for repair. എന്തെങ്കിലും മുറിവ് സംഭവിച്ചു, അവിടെ സെല്ലുകൾ വരുന്നുണ്ട്, റിപ്പയർ നടക്കുന്നുണ്ട്. സോ സെൽ ഡിവിഷൻ ഫോർ ഗ്രോത്ത്, റിപ്പയർ വിച്ച് ഹാപ്പൻ ഇൻ സൊമാറ്റിക് സെൽ, നമ്മുടെ ബോഡി സെൽസിൽ സംഭവിക്കുന്ന ഡിവിഷൻ ആണ് മക്കളെ മൈറ്റോസിസ്. മൈറ്റോസിസ്. റീപ്രൊഡക്റ്റീവ് സെല്ല്, നമ്മുടെ സ്പേം ഫോർമേഷൻ, ഓവം ഫോർമേഷൻ അല്ലെ, റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഡിവിഷനാണ് മിയോസിസ്. Significance of meiosis എന്ന് ചോദിച്ചാൽ reproduction. What is the significance of meiosis? Reproduction. What is the significance of mitosis? Cell growth, then body growth, cell division responsible for body growth, repair, mitosis. ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, കുട്ടികളെ, ഒരു പാരന്റ് സെല്ല് രണ്ട് ഡോട്ടർ സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യും മൈറ്റോസിസിൽ. ഇൻ മൈറ്റോസിസ് വൺ പാരന്റ് സെൽ പ്രൊഡ്യൂസസ് ടു ഡോട്ടർ സെൽസ് ആൻഡ് ഇൻ മിയോസിസ് വൺ പാരന്റ് സെൽ is responsible for the production of 4 daughter cell. If one parent cell produces 4 daughter cell, that is meiosis. And if you closely look at the chromosome number, chromosome നോക്കാം, പാരന്റ് സെല്ലിൽ എത്ര ക്രോമോസോം നമ്പർ ഉണ്ടോ അതേ ക്രോമോസോം നമ്പർ, അത് മീൻസ് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമോസോം, ഡിപ്ലോയിഡ് 2n നമ്പർ ഓഫ് ക്രോമോസോം ആണെങ്കിൽ മൈറ്റോസിസ്. മിയോസിസിലേക്ക് വരുമ്പോൾ പാരന്റിൽ എത്ര ക്രോമോസോം നമ്പർ ഉണ്ട്? 2n ആണ്, ഡിപ്ലോയിഡ്. എന്നാൽ ഡോട്ടർ സെല്ലിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഹാഫ് ദ നമ്പർ, ദാറ്റ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. പാരന്റിൽ 2n ആണെങ്കിൽ ഡോട്ടർ സെല്ലിലേക്ക് വരുമ്പോൾ n ഉള്ളൂ. ദാറ്റ് മീൻസ് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോം ഈസ് റീച്ചിങ് ടു ദ ഡോട്ടർ സെൽ. ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് മിയോസിസ്, റിഡക്ഷൻ ഡിവിഷൻ. ആൻഡ് ഹിയർ 2n same number of chromosome is passed, that is equational division. ഇവിടെ ഹാപ്ലോയിഡും ഇവിടെ ഡിപ്ലോയിഡുമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, സ്ലൈഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാച്ചിന്റെ കാര്യങ്ങളും നമ്മളെ ഫൗണ്ടേഷൻ ഫാൽക്കൺ ബാച്ചിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ടിഷ്യൂസ് എന്നുള്ള ചാപ്റ്റർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. ടിഷ്യൂസ് എന്നുള്ള ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ പ്രിട്ടി മിസ് റെഡിയാണ്. സോ ഞാൻ കുറച്ച് സമയം എക്സ്ട്രാ എടുത്തു പോയിട്ടുണ്ട്. ഞാൻ 8:30 എൻഡ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 8:30 കഴിഞ്ഞു. അപ്പൊ നമുക്ക് മിസ്സിനെ ഒന്ന് സ്വാഗതം ചെയ്യണ്ടേ? മിസ്സിനെ ഒന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം തീർച്ചയായിട്ടും. അപ്പൊ മിസ്സിനെ സ്വാഗതം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മിസ്സിനെ സ്വാഗതം ചെയ്തിട്ട് മിസ് എന്ന് വിളിക്കട്ടെ. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ടിഷ്യൂസും കൂടി കഴിഞ്ഞിട്ട് പെർമനന്റ് കമന്റ് ബോക്സ് വരുമല്ലോ. പെർമനന്റ് കമന്റ് ബോക്സ് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും മിസ്സിനെ കാത്തു നിൽക്കാം. സോ ടിഷ്യൂസ് എന്നുള്ള ചാപ്റ്റർ മിസ് കവർ ചെയ്യും. ഓക്കെ, റെഡി അല്ലേ മക്കളെ? മിസ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം, മിസ്സിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നാളത്തെ എക്സാം ആപ്പിൽ നമുക്ക് എക്സാം നടക്കുന്നുണ്ടെന്ന് അറിയാം. ആ എക്സാം എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം, നന്നായി തന്നെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ 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 അല്ല മക്കളെ? ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ബാച്ചിലേക്ക് കൂടി എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, യൂട്യൂബിലുള്ള ആളുകൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പറയാൻ വിട്ടുപോയി, വീഡിയോക്ക് ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കട്ടോ. കാരണം നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ആ പ്രചോദനം ഉണ്ടല്ലോ, അത് നമുക്ക് വലിയ പ്രചോദനമാണ്. നിങ്ങൾ ലൈക്ക് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു പ്രചോദനമാണ്. സോ അതൊന്ന് നോക്കാട്ടോ. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. എന്തായാലും ഇപ്പോൾ ബ്രേക്ക് തന്നെയല്ലേ, മിസ് വരുന്നു, ഇപ്പം വരും, മിസ് ഇപ്പം വരും. അതുവരെ നിങ്ങൾ ബ്രേക്ക് എടുത്തു, ഇപ്പം വരും മിസ്. ഓക്കെ, ആ മിസ് വന്നിരിക്കുന്നു. റെഡി റെഡി. മിസ്സിനെ വെയിറ്റ് ചെയ്യും കുട്ടികൾ. അപ്പൊ നമ്മുടെ സെല്ലിന്റെ ചാപ്റ്റർ സെറ്റായി, നമുക്ക് ടിഷ്യൂസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം സർ ഇനിയിപ്പം
സെല്ലൊക്കെ സെറ്റായി. അപ്പൊ നമ്മൾ ഇനി ടിഷ്യൂസ് സെറ്റാക്കാൻ പോവാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാ സെൽ ഓർഗനൽസും സെൽ ഡിവിഷനും ഒക്കെ പഠിച്ച് സെറ്റായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ടിഷ്യൂസ് സെറ്റാക്കാം. റെഡി റെഡി റെഡി. ഓക്കെ, ഭക്ഷിസാറിന്റെ ബൈ പറഞ്ഞോളൂ, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞോളൂ. നമ്മളിനി സെറ്റ് ആക്കാൻ പോവാണ് ടിഷ്യൂസ്. അത്ര വലിയ ചാപ്റ്റർ ഒന്നല്ല, ചെറിയ ചാപ്റ്റർ ആണ്. റെഡി റെഡി ഗൈസ്. അപ്പൊ സെറ്റ് അല്ലേ മക്കളെ? ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. റെഡിയാണ് എല്ലാവരും? അടിപൊളി ആയിട്ടിരിക്കുന്നു. ഓക്കെ 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 ഓക്കെ, ഞാൻ സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ടാ. ഓക്കെ അല്ലേ? റെഡി? ഓക്കേടാ. അപ്പം നമ്മള് ടിഷ്യൂസ് പഠിക്കാൻ പോവാണ്. സെൽ എന്താണെന്നും സെല്ലിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്നും നമ്മൾ പഠിച്ചു. സെല്ലിന്റെ ഡിഫറെന്റ് ഓർഗൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഒന്നുകൊണ്ട് വിഷമിക്കാനില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ടിഷ്യൂസ് സെറ്റാക്കാൻ പോവാണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ വളരെ കുട്ടിയൊരു ചാപ്റ്റർ ആണ്, അധികം വലിയ ചാപ്റ്റർ ഒന്നും അല്ല. ഈ ചാപ്റ്റർ ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇമോജി വേഗം തന്നെ ഇടാ. ഇനി എല്ലാവരും വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും തിരിച്ചു വേഗം വരാൻ പറയാ. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ നിസ്സാരക്കാരനായിട്ട് നമുക്ക് തള്ളിക്കളയാനില്ല. റെഡി? ഓക്കേടാ. അപ്പൊ ടിഷ്യൂസ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് പഠിക്കാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ചാറ്റ് വെച്ചാൽ മതിയെ, ബാക്കി ഓക്കെ. കംപ്ലീറ്റ് ആയിട്ട് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ ഞാനിപ്പോൾ പറഞ്ഞു തരാം. കാരണം നമുക്ക് പ്ലാന്റ് ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ്, ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ പ്ലാന്റും ആനിമൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ വേഗം തന്നെ ഒന്ന് കമന്റ് ചെയ്തേ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ? ഒന്ന് കമന്റ് ചെയ്തേടാ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ? ഒരു പ്ലാന്റ് സെല്ലും ഒരു ആനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങളിപ്പോ പഠിച്ചതേ ഇല്ലല്ലോ. സോ വേഗം തന്നെ ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമുക്ക് പ്ലാന്റിലും ആനിമലിലും കാണാൻ പറ്റുന്നത്? പറയൂ പറയൂ, വേഗം പറയൂ. എന്താണ് മേജർ ഡിഫറൻസ്? ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ? പ്രോകാരിയോട്ടോ. പോടാ നീ പോടാ. ഇസ്വാൻ പറയുന്നുണ്ട്, പ്ലാന്റ് സെല്ലിലേക്ക് നമുക്ക് കാണുമ്പോൾ ദർ ഇസ് എ സെൽ വോൾ അല്ലേ? പ്ലാന്റിന്റെ സെല്ലിനെ എൻക്ലോസ് ചെയ്തിട്ട് സെൽ വോൾ ഉണ്ട്. ആനിമൽ സെല്ലിന് സെൽ വോൾ ഉണ്ടോ? ഇല്ല. ജസ്ന കുട്ടി പറയുന്നുണ്ട്, യോദ്ധാവ് പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം ഈ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ടിഷ്യൂസിലേക്ക് വരുമ്പോഴും നമുക്ക് പ്ലാന്റ് ടിഷ്യൂസ് ആനിമൽ ടിഷ്യൂസും വേർതിരിച്ച് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് മക്കളെ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ. Group of cells that are similar in structure and work together to achieve a particular function from a tissue. അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്. കുറേ ഡിഫറൻസസ് പറയുന്നുണ്ട്. പ്ലാന്റിന് സെൽ വോൾ ഉണ്ട്, പ്ലാന്റിൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, വലിയ വാക്യൂള് കാണാം എന്നൊക്കെ അല്ലേ? വെരി ഗുഡ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സിലെയും ആനിമൽസിന്റെയും ടിഷ്യൂസും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്ലാന്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, പ്ലാന്റ് സെല്ലില് വി ക്യാൻ സീ ദാറ്റ്, അല്ലെങ്കിൽ ഓരോ ടിഷ്യൂസ് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അത് കുറച്ചധികം പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ഓക്കെ, ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ there are group of cells that are similar in structure and function. ഒരേ സ്ട്രക്ചറും ഒരേ ഫംഗ്ഷനും ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ടിഷ്യൂസ് നല്ല ഡിഫറൻസ് ആണ്. പ്ലാന്റിന്റെ ടിഷ്യൂസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എപ്പിഡെർമൽ ടിഷ്യൂസ് ഉണ്ട്, പാരൻകൈമ ഉണ്ട്, കോളൻകൈമ ഉണ്ട്, സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. അങ്ങനെ കുറേ ടിഷ്യൂസ് ആണ് പ്ലാന്റ്സിലുള്ളത്.
ഇനി ആനിമൽ സെല്ലിലേക്ക് വരുന്ന സമയത്തോ, ആനിമൽ സെൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാടാ? അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂസ് നമുക്ക് കാണാം. ബ്ലഡ് ഉണ്ട്, ബോൺ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്, അല്ലെ? ഇപ്പൊ ഇങ്ങനെ കുറേ ഡിഫറൻസസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ പ്ലാന്റിന്റെ ടിഷ്യൂസിലും ആനിമൽ ടിഷ്യൂസിലും വ്യത്യാസം കാണാൻ പറ്റുന്നത്. സോ പ്ലാന്റ്സും ആനിമൽസും നമ്മൾ എടുക്കുന്ന സമയത്ത് പ്ലാന്റ്സിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അവരിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നവരാ. അതേസമയം ആനിമൽസിനോ മൂവ്മെന്റ് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം, അല്ലെ? കുറേ തരത്തിലുള്ള ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട്. സോ plant tissues consist of dead cell because they provide mechanical support and strength. പ്ലാന്റിന്റെ ടിഷ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവർക്കൊരു മെക്കാനിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അല്ലെ? പ്ലാന്റിന്റെ ടിഷ്യൂസിന് മെക്കാനിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ് ഓൾസോ. പ്ലാന്റിന്റെ സെല്ലിൽ ലിവിങ് സെല്ല് മാത്രമല്ല, ഡെഡ് സെൽസും നമുക്ക് കാണാൻ പറ്റും. ആനിമൽ സെല്ലിലോ സെൽസ് ആൻഡ് ടിഷ്യൂസ് ഇൻ ആനിമൽസ് ആർ ലിവിങ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെല്ലും എന്താണ്? ലിവിങ് ആയിട്ടുള്ള സെല്ലുകളാണ്, ലിവിങ് ആയിട്ടുള്ള സെല്ലുകളാണ്. ആൻഡ് there are some tissues in plant divide throughout their life. പ്ലാന്റിന്റെ ടിഷ്യൂസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ലിവിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവർ ഡിവൈഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ആനിമൽ സെല്ലിൽ അങ്ങനെയാണോ? ദി ഗ്രോത്ത് ഓഫ് ആനിമൽ ഇസ് മോർ യൂണിഫോം. കുറച്ചുകൂടി യൂണിഫോം ഗ്രോത്ത് ആണ് നമുക്ക് ആനിമൽസിൽ കാണാൻ പറ്റുന്നത്. ദേ ഡു നോട്ട് ഹാവ് സെപ്പറേറ്റ് ഡിവൈഡിങ് ആൻഡ് നോട്ട് ഡിവൈഡിങ് സെൽ. ആനിമൽസിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാത്തത് എന്നിങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് തരാൻ പോവാണ്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. റെഡിയാണോ? ക്വസ്റ്റ്യൻ തരട്ടെ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനന്റ് ടിഷ്യൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനന്റ് ടിഷ്യൂ. ആനിമൽ സെല്ലില് ഡെഡ് സെല്ല് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. റൂട്ടിന്റെ ടിപ്പില്, ഹെയറിന്റെ ടിപ്പില് ഗ്രോത്ത് നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കേട്ടല്ലോ? യെസ്. Can you give some important points that differentiate meristematic tissue from permanent tissue? എന്താണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ പറ. എന്താണ് ആ ഡിഫറൻസ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിക്കുമ്പം ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. യെസ്, മെരിസ്റ്റമാറ്റിക് ആസ് എ ടെമ്പററി ഫംഗ്ഷൻ. പിന്നെയോ വേറെന്ത് ഡിഫറൻസാ ഉള്ളത്? മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്, അല്ലേ? പ്ലാന്റിന്റെ സെല്ലിൽ എപ്പോഴും ഗ്രോത്ത് നടക്കുന്നുണ്ട്. അപ്പൊ പ്ലാന്റിന്റെ സെല്ലിൽ എപ്പോഴും ഡിവിഷൻ നടക്കുന്ന ഒരു പാർട്ടാണിത് നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്ന ആൾക്കാര്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് പ്ലാന്റിന്റെ ടിഷ്യൂസിനെ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും ഒന്ന് പെർമനന്റ് ടിഷ്യൂ എന്നും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് 3 തരമാണുള്ളത്. ഒന്ന് എപ്പിക്കൽ മെരിസ്റ്റം, രണ്ടാമത്തേത് ഇന്റർകാലറി മെരിസ്റ്റം, മൂന്നാമത്തേത് ലാറ്ററൽ മെരിസ്റ്റം. അപ്പൊ പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, രണ്ടാമത്തേത് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ഉള്ളതാണ് എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂസ് വരുമ്പോഴോ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ഉണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം പാരൻ കൈമയുണ്ട്, കോളൻ കൈമയുണ്ട്, സ്ക്ലീറൻ കൈമയുണ്ട്. അതേസമയം കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോഴോ അവിടെയാണ് നമ്മുടെ സൈലവും ഫ്ലോയവും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്ലാന്റിന്റെ ടിഷ്യൂസ്. മനസ്സിലായല്ലോ? പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ദർ ഇസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് ഓൾസോ പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, പെർമനന്റ് ടിഷ്യൂ ഉണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ്, ഏതൊക്കെയാണ് അതിന്റെ കാറ്റഗറിയിൽ വരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വിച്ച് ഇട്ട പോലെ ഓർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നവരാണ്. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാലോ ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഏറ്റെടുത്ത് അവർ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുമാണ്.
അപ്പൊ നേരെ ആദ്യം തന്നെ നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലേക്ക് കിടക്കാം. The growth of plant occur only in certain specific region. This is because dividing tissue, also known as meristematic tissue, is located only at these points. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രത്യേകത എന്താ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്നതാണ്. പോയിന്റ് എഴുതി വെച്ചോ കേട്ടോ, പോയിന്റ് എഴുതി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടില്ല, എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂ ആണെന്ത് നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്നവർ എന്താണ്? ലൊക്കേറ്റഡ് ഇൻ സ്പെസിഫിക് റീജിയൻ. ഇത് രണ്ടും പ്രത്യേകം ഓർത്ത് വെക്കുക. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഡിവിഷൻ. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവർക്ക് സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിലാണ് നമ്മൾ ഇവരെ കാണുക. ഇവർക്ക് സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്, ആ പ്രത്യേക ലൊക്കേഷനിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുമ്പം നമുക്ക് 3 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തേത് എപ്പിക്കൽ മെരിസ്റ്റം, രണ്ടാമത്തേത് ഇന്റർകാലറി മെരിസ്റ്റം, ആൻഡ് മൂന്നാമത്തേതോ ലാറ്ററൽ മെരിസ്റ്റം. ഇങ്ങനെ 3 മെരിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഓർത്തു വെച്ചോളാം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ സെൽസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സെൽ ഹാവ് എബിലിറ്റി ടു ഡിവൈഡ്. ദീസ് പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഡെൻസ്ലി പാക്ഡ് സെൽ ക്യാൻ കീപ് ഡിവൈഡിങ് ടു ഫോം ന്യൂ സെൽ. അല്ലെ, ഇവരുടെ പ്രത്യേകത ഇവര് സ്മോൾ ആണ്, ഇവർ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്, ആൻഡ് ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തേത് എന്താ? Tissues are very active. They have dense cytoplasm, thin cellulose walls, prominent nuclei. ഇവരുടെ സെല്ലിന്റെ പ്രത്യേകത എന്താ? ഇവർക്ക് ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്. ഇവർക്ക് സെല്ലുലോസ് കൊണ്ടുള്ള വോൾ ഉണ്ട്, തിന്നായിട്ടുള്ള സെല്ലുലോസ് വാൾസ് ഉണ്ട്, ആൻഡ് ഇവർക്ക് എന്തുണ്ട്? പ്രോമിനന്റ് ന്യൂക്ലിയയും ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്, എഴുതി വെച്ച് പഠിക്കണം. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പറഞ്ഞു എന്ത്? ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്, ലൊക്കേറ്റഡ് ഇൻ സ്പെസിഫിക് റീജിയൻസ് ആണ്. അല്ലെ, ഓരോ ലൊക്കേഷനിൽ പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും. അത് എവിടെയൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ആൻഡ് ഇവരുടെ ഓരോ സെല്ലിലേക്ക് എടുക്കുന്ന സമയത്തോ ദേ പ്രോമിനന്റ്, സ്മോൾ ആൻഡ് ഡെൻസ്ലി പാക്ഡ്, ഡെൻസ് സൈറ്റോപ്ലാസം, സെല്ലുലോസ് വോൾ, തിൻ ആയിട്ടുള്ള സെല്ലുലോസ് വോൾസും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ഡിപ്പെൻഡിങ് ഓൺ ദ റീജിയൻ വേർ ദേ ആർ പ്രസന്റ്. ഇവർ എവിടെയാണ് കാണുന്നത്, ഇവര് ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്നതിന്റെ ബേസിസിലാണ് ഇവരെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തത്. ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ, എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ ആണോ? റെഡി? യെസ്. അപ്പൊ ഇനി നോക്കിക്കോ, ഇതാണ് ലൊക്കേഷൻ. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂട്ട് ടിപ്പില്, അതുപോലെ റൂട്ട് ടിപ്പില് ഏറ്റവും ടിപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം കാണുക, ഏറ്റവും ടിപ്പിലായിട്ട്. അപ്പൊ ഒരു സ്റ്റെമ്മിന്റെ ടിപ്പില്, ഒരു റൂട്ടിന്റെ ടിപ്പില്, അപ്പൊ ആ ടിപ്പ് പോർഷനിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? എപ്പിക്കൽ മെരിസ്റ്റത്തെ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എവിടെയാ എപ്പിക്കൽ മെരിസ്റ്റം കാണാ? ടിപ്പ് പൊസിഷനിലാണ് നമുക്ക് എപ്പിക്കൽ മെരിസ്റ്റം കാണാൻ പറ്റുന്നത്. ഇനി നടുക്ക് രണ്ടാമത്തേതാണെന്ത്? ഇന്റർകാലറി മെരിസ്റ്റം. അത് എവിടെയാ കാണുന്നത്? നോഡൽ ഇന്റർനോഡൽ റീജിയൻ. ആ നോഡിലെ ഇന്റർനോഡിന്റെ ഇടയിലായിട്ട് ഇന്റർകാലറി മെരിസ്റ്റം നമുക്ക് കാണാം. നോഡൽ റീജിയനിലാണ് നമ്മൾ ഇന്റർകാലറി മെരിസ്റ്റം കാണുന്നത്. മൂന്നാമത്തേത് എവിടെയാണ് കാണുന്നത്? മൂന്നാമത്തേത് ലാറ്ററൽ മെരിസ്റ്റം. നമ്മുടെ വാസ്കുലർ ക്യാമ്പിയത്തിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ക്യാമ്പിയം എന്ന് പറയുന്നത് നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ സെറ്റ് ആയോടാ?
ഷൂട്ട് ടിപ്പ്, റൂട്ട് ടിപ്പിൽ കാണാം എപ്പിക്കൽ മെരിസ്റ്റം, നോഡൽ റീജിയനിൽ ഇന്റർകാലറി മെരിസ്റ്റം കാണാം, വാസ്കുലർ ടിഷ്യൂസിലാണ് ഇവിടെ കാണുന്നത് ലാറ്ററൽ മെരിസ്റ്റം നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ആ ഡൗട്ട് ഉണ്ടോ? ഷഹനാസെ ചോദിച്ചോ, എന്താ ഡൗട്ട്? അപ്പൊ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രസന്റ് അറ്റ് ഗ്രോയിങ് ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദി സ്റ്റെം ആൻഡ് ദി റൂട്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഇൻക്രീസ് ദി ലെങ്ത് ആണ്. സ്റ്റെമ്മിന്റെയും അതുപോലെ തന്നെ റൂട്ടിന്റെ ഒക്കെ നീളം കൂട്ടുക. ആ സ്റ്റെമ്മിന്റെ ഒക്കെ നീളം കൂട്ടി അതിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. മനസ്സിലായോ? എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഇനി രണ്ടാമത് ലാറ്ററൽ മെരിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ. ലാറ്ററൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഇവർ നമ്മൾ പറഞ്ഞു ഗർത്ത് ഓഫ് ദ സ്റ്റെം ഓർ റൂട്ട് ഇൻക്രീസ് ഡ്യൂ ടു ലാറ്ററൽ മെരിസ്റ്റം. ക്യാമ്പിയത്തിലാണ് കാണുന്നത് അല്ലെ. ഈ ക്യാമ്പിയത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ദ ഗർത്ത്. ഈ ഗർത്ത് എന്ന് പറഞ്ഞാൽ വിട്താണ് കേട്ടോ. ഗർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ത്, വണ്ണം കൂടുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ ഇൻക്രീസ് ദി ഗർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ണം കൂട്ടുക, വിട്ത് കൂട്ടുക എന്നാണ്. സോ ഗർത്ത് ഓഫ് ദ സ്റ്റെം ഓർ റൂട്ട് ഇൻക്രീസ് ഡ്യൂ ടു ലാറ്ററൽ മെരിസ്റ്റം ഓർ ക്യാമ്പിയം. ലാറ്ററൽ മെരിസ്റ്റം ഓർ ക്യാമ്പിയം, അതാണ് അവരുടെ ഫംഗ്ഷൻ. മൂന്നാമത്തേതാണത് ഇന്റർ കാലറി മെരിസ്റ്റം. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ സീൻ ഇൻ സം പ്ലാന്റ്സ് ലൊക്കേറ്റഡ് നിയർ നോഡ്സ്. ഇവര് നോഡൽ റീജിയനിലാണ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ആൻഡ് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇവരെന്താ ചെയ്യുന്നത്? സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്നത് നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റംസ് ആണ്. അപ്പൊ 3 മെരിസ്റ്റം നമ്മൾ പഠിച്ചു. 3 മെരിസ്റ്റത്തിന്റെയും ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഇത് ക്ലിയർ ആണോ? അദ്വൈതിന് നോഡൽ റീജിയനും ക്യാമ്പിയവും മനസ്സിലായില്ലേ? പറഞ്ഞു തരാം. ഇതിപ്പോ ഒരു സ്റ്റെം ആണെങ്കിൽ ആ സ്റ്റെമ്മിന്റെ ഇടയിലായിട്ട് ഓരോ വര കാണുന്നുണ്ടാവും. ഈ വര, അതായത് അവിടെ നിന്നാണ് നമ്മുടെ ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബ്രാഞ്ച് അല്ലെങ്കിൽ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ നോഡ് എന്ന് പറയുന്നു. 2 നോഡുകളുടെ ഇടയിലുള്ള ഭാഗത്തിനെ നമ്മൾ ഇന്റർ നോഡ് എന്നും പറയുന്നു. അതാണ് നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. നോഡൽ റീജിയൻ, നോഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിന് ഇങ്ങനെ ഓരോരോ സെക്ഷൻ ആയിട്ട് തിരിച്ച് കാണാം. ആ സെക്ഷനുള്ള ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് നോഡ്. അത് 2 നോഡിന് ഇടയിലുള്ള ഗ്യാപ്പിനെ ഇന്റർ നോഡ് എന്നും പറയുന്നു. മനസ്സിലായോ? അതാണ് നോഡൽ ആൻഡ് ഇന്റർ നോഡൽ റീജിയൻ. നോഡൽ ആൻഡ് ഇന്റർ നോഡൽ റീജിയൻ. റെഡിയാണോ? യെസ്. വേറെന്താ ഡൗട്ട്? ക്യാമ്പിയം എന്ന് പറഞ്ഞ ഡൗട്ട് അല്ലെ. ക്യാമ്പിയം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ വുഡാന്ന് വിചാരിക്കാം. ഈ വുഡിന്റെ വായ്ഭാഗം നമ്മൾ തുറന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വുഡിന്റെ സെന്റർ ഭാഗം നമ്മളിങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാല്, സെന്റർ ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ മുറിച്ചെടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിലായിട്ട് കുറച്ച് ടിഷ്യൂസ് കാണാം. വാസ്കുലർ ടിഷ്യൂ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട്. ഇവിടെ ഇപ്പൊ സൈലം ഉണ്ട്, ഇവിടെ ഇപ്പൊ ഫ്ലോയ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിലായിട്ട് കാണുന്ന ഒരു ടിഷ്യൂ ആണ് ഈ ക്യാമ്പിയം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം ഉള്ളത്. ഈ ലാറ്ററൽ മെരിസ്റ്റം എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ വിട്ട് കൂട്ടി 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 കൊണ്ടുവരുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പ്ലാന്റിന്റെ വണ്ണം കൂടുന്നു, വിട്ട് കൂടുന്നു. അതിനെയാണ് ക്യാമ്പിയം എന്ന് പറയുന്നത്. വാസ്കുലർ ടിഷ്യൂസിന്റെ ഇടയിലായിട്ടാണ് ലാറ്ററൽ മെരിസ്റ്റം ഉള്ളത്. സോ വണ്ണം കൂട്ടാൻ, ഗർത്ത് കൂട്ടാൻ സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഈ 3 മെരിസ്റ്റംസും ക്ലിയർ ആയവർ ഒരു ഫയർ ഇമോജി വേഗം ഇട്ട് തന്നെ. വേഗം തന്നെ ഒരു ഫയർ ഇമോജി ഇട്ട് തന്നെ. സെറ്റ് ആയിട്ട് നമുക്ക് പോണം. റെഡി ആണോ ഗൈസ്? എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിന്റെ ഷൂട്ടിന്റെ ടിപ്പിലാണ് കാണുന്നത്. ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്നു. ലാറ്ററൽ മെരിസ്റ്റം എവിടെയാണ് കാണുന്നത്? ക്യാമ്പിയം റീജിയൻ, അവിടെ ഗർത്ത്, വണ്ണം കൂട്ടാൻ സഹായിക്കുന്നു. ഇന്റർ ഗാലറി മെരിസ്റ്റം നോഡൽ റീജിയനിലാണ് കാണുന്നത്. സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടാനാണ് നമ്മളെ സഹായിക്കുന്നത്. അരെ വാ 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 വാ, എന്താ ഫയർ ഇമോജി അല്ലേ? യെസ്. അപ്പൊ മെരിസ്റ്റംസ് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് പ്ലാന്റ്സിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ ടിഷ്യൂസ് ആണ് പെർമനന്റ് ടിഷ്യൂസ് അല്ലെ. പെർമനന്റ് ടിഷ്യൂ,
മെരിസ്റ്റമാറ്റിക്കും പെർമനന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മെരിസ്റ്റത്തിന് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ, അവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഡിവിഷൻ സ്റ്റോപ്പായി, അവര് പെർമനന്റ് ജോലിക്കാരായി. അവർക്കിനി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം ചെയ്യുക, ആ ഫംഗ്ഷൻ ചെയ്യുക, ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ധർമ്മം. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ദാറ്റ് കം ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് ദേ ആർ മെച്ചുവേർഡ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താ ചെയ്യുന്നത്, ഇവര് മെരിസ്റ്റം ഡെവലപ്പ് ആവുന്നതാണ്. ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന മെരിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവർ മെച്ചുവർ ആയിട്ടാണ് എന്തായി മാറുന്നത്, പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. അതായത് മെരിസ്റ്റം അതിൻ്റെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അതെന്തായി, മെച്ചുവർ ആയി മാറുന്നു. അങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ത്, പെർമനന്റ് ടിഷ്യൂ. സോ made of dead cell have lost the power to divide. പിന്നെ ഇവർ ഡിവൈഡ് ചെയ്യുന്നില്ല. So they have definite shape, size and function, may be dead or living. ഇവർക്കൊരു പ്രത്യേക ഷേപ്പും സൈസും ഒരു ഫംഗ്ഷനും ഉണ്ടാകാം. ചിലപ്പോൾ ലിവിങ് ആവാം, ചിലപ്പോൾ ഡെഡ് ആവാം. മനസ്സിലായോ? അപ്പോൾ ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അതിന്റെ ഡിവിഷൻ നിർത്തിക്കൊണ്ട് ഒരു പെർമനന്റ് ജോലിയിലേക്ക് കയറുകയാണെങ്കിൽ അതാണ് എന്താ, പെർമനന്റ് ടിഷ്യൂ. സോ പ്രോസസ് ബൈ വിച്ച് സെൽസ് അറൈസ് ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ടേക്ക് അപ്പ് എ പെർമനന്റ് ഷേപ്പ്, സൈസ് ആൻഡ് ഫംഗ്ഷൻ ഇസ് കോൾഡ് ഡിഫറൻഷിയേഷൻ. അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഡിഫറൻഷിയേഷൻ എന്ന്. മനസ്സിലായോ? അപ്പൊ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു, അവരുടെ ഫംഗ്ഷൻ, ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിരുന്നു. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഡിവിഷൻ ആയിരുന്നു. ആ ഡിവിഷൻ നിർത്തി ഒരു പ്രത്യേക ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ മെരിസ്റ്റമാറ്റിക്കും പെർമനന്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. പെർമനന്റ് ടിഷ്യൂ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, സിമ്പിൾ പെർമനന്റ് ആൻഡ് കോംപ്ലക്സ് പെർമനന്റ്. സിമ്പിളിലാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ വരുന്നത്. കോംപ്ലക്സിലാണ് സൈലം ആൻഡ് ഫ്ലോയം വരുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ട്രക്ചറും സിമ്പിൾ ഫംഗ്ഷൻ. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലായിട്ടുള്ള ടിഷ്യൂസ് ഒന്നിച്ച് വരുന്നുണ്ട്, അവരൊന്നിച്ച് ചേർന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് സിമ്പിളും കോംപ്ലക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ, അത് ചോദിക്കും. വാട്ട് ഈസ് ഡിഫറൻഷിയേഷൻ എന്ന്, അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പെർമനന്റ് ടിഷ്യൂ ആയി മാറുന്ന പ്രോസസ് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. സോ നോട്ട് ദ പോയിന്റ്, ഡിഫറൻഷിയേഷൻ. സോ പെർമനന്റ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു സിമ്പിൾ പെർമനന്റ് ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ഉണ്ട് എന്നല്ലേ. അപ്പൊ സിമ്പിൾ പെർമനന്റ് നോക്കുന്ന സമയത്ത് ഫ്യൂ ലെയേഴ്സ് ഓഫ് സെൽസ് ബിനീത് ദ എപ്പിഡെർമിസ് ആർ ജനറലി സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ്. Parenchyma is the most common simple permanent tissue, consists of relatively unspecialized cell, thin cell wall. Living cell ആണ്, usually loosely arranged. Large space between cells are found in this tissue. They stores food. അതായത് പാരൻകൈമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പാരൻകൈമ ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെല്ല. പാരൻകൈമ ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെല്ലാണ്. ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കണേ. കണ്ടോ? ഇവിടെ നിങ്ങൾ പാരൻകൈമയിലേക്ക് നോക്കിക്കേ. ഓരോ സെല്ലിന്റെ ഇടയിലായിട്ടും നമുക്ക് എന്ത് കാണാം? ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ട് അല്ലേ? എന്തുണ്ട്? ഇന്റർ സെല്ലുലാർ സ്പേസ്. അപ്പൊ സെല്ലുകളുടെ ഇടയിൽ എന്തുണ്ട്? ഗ്യാപ്സ് കാണാം. ഇന്റർ സെല്ലുലാർ സ്പേസ് കാണാം. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണാം, അതല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ ജോയിൻ ചെയ്ത് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെ ആരുണ്ട്? പാരൻകൈമേനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ട് അല്ലെ. അപ്പം ഇവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് അൺസ്പെഷ്യലൈസ്ഡ് സെൽ, തിന്നായിട്ടുള്ള സെൽ വോളെ ഇവർക്കുള്ളൂ. ആൻഡ് ദേ ആർ ലിവിങ് സെൽ, യൂഷ്വലി ലൂസ്ലി അറേഞ്ച്ഡ്, ലാർജ് സ്പേസസ് ബിറ്റ്വീൻ സെൽ ഫൗണ്ട് ഇൻ ദിസ് ടിഷ്യൂ. ഇവരുടെ ഫങ്ഷൻ എന്താണ്? സ്റ്റോർ ഫുഡാണ്. ഇറ്റ് സ്റ്റോർസ്
ഫുഡ്. അപ്പൊ പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്താ? ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതാണ് സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ സ്ട്രക്ചർ ആണ്, ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, റെഡി? പക്ക? ഓൾ സെറ്റ് അല്ലേ മക്കളെ? റെഡിയാണ്. അപ്പൊ അതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. അപ്പൊ പെർമനന്റ് ടിഷ്യൂവിലെ സിമ്പിൾ പെർമനന്റും കോംപ്ലക്സ് പെർമനന്റിലും നമ്മൾ സിമ്പിൾ പെർമനന്റ് പറഞ്ഞു അൺസ്പെഷ്യലൈസ്ഡ് സെല്ലാണ്, ലൂസ്ലി പാക്കിംഗ് ആണ്, അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ആണ് ഉള്ളത്. ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ടു പ്ലാന്റ് സ്റ്റോർ ഫുഡ്, ലാർജ് സ്പേസ് ബിറ്റ്വീൻ സെൽ ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു പാരൻകൈമ സ്റ്റോർ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ, ഫുഡ്, ലാർജ് എയർ ക്യാവിറ്റി ഈസ് പ്രസന്റ്. ഇതേപോലെ ഈ പറയുന്ന പാരൻകൈമയില് ഉള്ളില് എയർ സ്പേസ് ഉണ്ട് എങ്കിൽ, ഉള്ളില് എയർ സ്പേസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഏറൻകൈമ എന്ന. അതിനെ നമ്മൾ പറയുന്നത് ഏറൻകൈമ. എയറിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സ്പേസ് ഉള്ളതിനെ നമ്മൾ പറയുന്നത് ഏറൻകൈമ എന്നാട്ടോ. പാരൻകൈമേന്റെ ഉള്ളിൽ എയർ ക്യാവിറ്റി ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഏറൻകൈമ എന്നാണ്. സെറ്റ് ആയോ മക്കളെ? യെസ്. ഇനി നമ്മുടെ രണ്ടാമത്തെ പെർമനന്റ് ടിഷ്യൂ ആണെന്ത്? കോളൻകൈമ. ഇവരുടെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ ഹെക്സഗണൽ ആയിട്ട് ഉണ്ടാകും. ഹെക്സഗണൽ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഗ്യാപ്പ് ഞാൻ വരയ്ക്കുന്നുണ്ട് നേരത്തെ വരച്ച പോലെ. കണ്ടോ? പക്ഷെ എന്താണ് ഈ ഇവിടെ ആംഗുലർ കോർണേഴ്സിലൊക്കെ എന്താണ് കുറെ ലിഗ്നിൻ ഡിപ്പോസിഷൻ ഉണ്ടാവും. അപ്പൊ എയർ ക്യാവിറ്റി അല്ലെങ്കിൽ ഇന്റർസെല്ലാർ സ്പേസ് ഉണ്ടാവില്ല, ആംഗുലാർ തിക്കനിങ് ആണ് ഉണ്ടാവുക. ആംഗുലാർ തിക്കനിങ് ആണ് ഉണ്ടാവുന്നത്. കാണുന്നുണ്ടല്ലോ? അപ്പൊ കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് ആംഗുലാർ തിക്കനിങ് കാണാം. ഈ ആംഗുലാർ തിക്കനിങ് ഉള്ളതിനെ നമ്മൾ പറയുന്നത് കോളൻകൈമ എന്നാണ്. എന്താണ്? കോളൻകൈമ എന്നാണ്. ഹെൽപ്പ് ടു ഫ്ലെക്സിബിലിറ്റി ഇൻ ദ പ്ലാന്റ്സ്, ഈസി ബെൻഡിങ് വിത്തൗട്ട് ബ്രേക്കിംഗ്, പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ആൻഡ് ഫൈൻ ടിഷ്യൂ ഇൻ ദ ലീവ് സ്റ്റോക്ക് ബിലോ എപ്പിഡെർമിസ്. അതായത് ഇവർ ഈ ആംഗിളില് എന്താണ് കോർണേഴ്സിലാണ് എന്ത് തിക്കനിങ് ഉള്ളത്. അപ്പൊ കോർണറിൽ തിക്കനിങ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ കാറ്റൊക്കെ അടിച്ചാലും ഇതിന് ബെൻഡ് ചെയ്യാം. കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ ഈ കോളൻകൈമയാണ്. ഇപ്പൊ കോളൻകൈമ എന്ന് പറഞ്ഞാൽ ഇവരുടെ കോർണേഴ്സിൽ തിക്കനിങ് ഉണ്ടാകും, ആംഗുലാർ തിക്കനിങ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട്, ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്നത് ആരാ? നമ്മുടെ കോളൻകൈമയാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ സ്ക്ലീറൻകൈമ. ഇവർ അങ്ങനെ നിസ്സാര ആൾക്കാരൊന്നും അല്ല. ഇവർക്ക് അങ്ങനെ എയർ ക്യാവിറ്റീസോ സ്പേസോ ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് നല്ല തിക്ക് വോൾസ് ആണ് ഉണ്ടാവുക. തിക്കായിട്ടുള്ള വോൾസ് ആണ് ഉണ്ടാവുക. കണ്ടോ? കണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ സ്ക്ലീറൻകൈമ. ഇതിന്റെ പുറമെ ചുറ്റും എന്താണ്? ഡിപ്പോസിഷൻസ് ഉണ്ട്. നല്ല തിക്ക് ആയിട്ടുള്ള സെൽ വോൾസ് ആണ് ഉള്ളത്. അപ്പൊ സെൽ ഓഫ് ദിസ് ടിഷ്യൂ ആർ ഡെഡ്. നമ്മുടെ സ്ക്ലീറൻകൈമ എന്താ? ഡെഡ് ആണ്. സ്ക്ലീറൻകൈമ മറ്റേ ആൾക്കാരെ പോലല്ല, ഡെഡ് ആണ്. ലോങ് നാരോ വോൾസ് ആണ് ഉണ്ടാവുന്നത്. ലോങ് നാരോ walls are ഉണ്ടാവുക. Often these walls so thick there is no internal space inside the cell. സെല്ലിന് ഇടയിൽ ഒരു സ്പേസോ ഒന്നും ഗ്യാപ്പോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. And it is present in the stem around vascular bundle, in the vein of leaves and in hard covering of seed and nut. Provide strength to plants. ഈ പ്ലാന്റ്സിന് നല്ല രീതിയിൽ എന്ത് കൊടുക്കുന്നുണ്ട്? സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാ? നമ്മുടെ ഈ സ്ക്ലീറൻകൈമയാണ്. ഹെൽപ്പ് ടു മേക്ക് പ്ലാന്റ് ഹാർഡ് ആൻഡ് സ്റ്റിഫ്. ഈ മരത്തിന് നല്ല കട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല ഹാർഡും സ്റ്റിഫ്നെസ് ഒക്കെ കൊടുക്കുന്ന ആരാ? ഈ സ്ക്ലീറൻകൈമ സെല്ലാണ്. കാരണം സ്ക്ലീറൻകൈമന്റെ വോളിൽ എന്തിന്റെ ഡിപ്പോസിഷൻ ഉണ്ട്? ലിഗ്നിൻ ഡിപ്പോസിഷൻസ് ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹസ്ക് ഓഫ് ദി കോക്കനട്ട്. നമ്മള് തേങ്ങേന്റെ ഈ ഹസ്ക് ഉണ്ടല്ലോ, ഇവിടെ കാണുന്നത് സ്ക്ലീറൻകൈമയാണ്. സ്ക്ലീറൻകൈമയാണ് ആ നാരായിട്ട് നിൽക്കുന്നത്. സോ ഹസ്ക് ഓഫ് ദി കോക്കനട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? അത് നമ്മുടെ സ്ക്ലീറൻകൈമയാണ്.
സ്ക്ലീറൻ കൈമയാണ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ പാരൻ കൈമയും കോളൻ കൈമയും തമ്മിലുള്ള ഡിഫറൻസസ് കണ്ടില്ലേ? പാരൻ കൈമയിൽ ഇന്റർസെല്ലുലാർ സ്പേസ് കാണാം. ഇതാണ് നമ്മുടെ ഇന്റർസെല്ലുലാർ സ്പേസ്. തിക്കായിട്ടുള്ള ലിഗ്നിഫൈഡ് വോൾസ് കാണാം. ഇത് നമ്മുടെ സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ, ഇത് നമ്മുടെ സ്ക്ലീറൻ കൈമ. പിന്നെ ഇത് നമ്മുടെ കോളൻ കൈമ. ആംഗുലാർ തിക്കനിങ് ഉള്ളതാണ് നമ്മുടെ കോളൻ കൈമ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സ് തന്നെയാണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ വരുന്ന മറ്റൊരു 2-3 ആൾക്കാരുണ്ട്. അതാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സ്കിന്നിന്റെ കവറിങ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ പ്ലാന്റിന്റെ ഔട്ടർ ലെയറിൽ കാണുന്ന കുറച്ച് സെല്ലുകളാണെന്ന് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സെല്ലാണ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽ. ഞാനിപ്പോൾ വരച്ചതുപോലെ സിംഗിൾ ലെയർ ആയിട്ടൊരു ബാരൽ ഷേപ്പിലൊക്കെയാണ് നമുക്ക് എപ്പിഡെർമിസ് കാണാൻ പറ്റുക. അപ്പൊ അവരെന്താണ്, ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ആൻഡ് സം പ്ലാന്റ്സ് ലിവിംഗ് ഇൻ വെരി ഡ്രൈ ഹാബിറ്റാറ്റ് എപ്പിഡെർമിസ് മേ ബി തിക്കർ സിൻസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വാട്ടർ ലോസസ് ക്രിട്ടിക്കൽ. ഇപ്പൊ ഡെസേർട്ട് റീജിയൻ, ഡ്രൈ കണ്ടീഷനിലൊക്കെ ജീവിക്കുന്ന പ്ലാന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ അവരുടെ ഔട്ടർ ലെയർ എങ്ങനെയായിരിക്കും? അവരുടെ ഔട്ടർ ലെയറിന്റെ പ്രത്യേകത എന്താ? ഔട്ടർ ലെയർ നല്ല തിക്കായിരിക്കും. എപ്പിഡെർമിസ് കുറച്ചുകൂടെ തിക്കായിരിക്കും, കാരണം വാട്ടർ ഒന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് പോവരുത്. അപ്പൊ വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എപ്പിഡെർമിസ് കുറച്ചുകൂടെ തിക്കാക്കിയിരിക്കുന്നത്. എൻ്റെ സർഫസ് ഓഫ് പ്ലാന്റ് ആസ് ആൻ ഔട്ടർ കവറിംഗ് എപ്പിഡെർമിസ്, ഇറ്റ് പ്രൊട്ടക്ട് ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഈ എപ്പിഡെർമിസ് എന്ത് ചെയ്യുന്നു? പ്ലാന്റിന്റെ എല്ലാ ഭാഗവും പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷണമൊക്കെ കൊടുക്കുകയാണ്. Then epidermis cell on aerial part of the plant often secrete a waxy water resistant layer on the outer surface. ഞാനിപ്പോൾ വരച്ച ഈ ഒരു എപ്പിഡെർമിസ് ഉണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് കുറച്ചുകൂടെ കട്ടിയിൽ ഒരു വാക്സി കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. ഈ വാക്സി കോട്ടിംഗ് ആണ് ക്യൂട്ടിക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ക്യൂട്ടിൻ എന്ന സബ്സ്റ്റൻസ് വെച്ചിട്ടുള്ളതാണ്. അതെന്താണ്? വാട്ടറിന്റെ ഇവാപ്പറേഷൻ ഒക്കെ തടയാനും കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ക്യൂട്ടിക്കിൾ ഉള്ളത്. ദിസ് എയ്ഡ്സ് ഇൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസ് ഓഫ് വാട്ടർ, മെക്കാനിക്കൽ ഇഞ്ചുറി ആൻഡ് ഇൻവേർഷൻ ബൈ പാരസൈറ്റിക് ഫംഗി. പാരസൈറ്റിന്റെ പെസ്റ്റിന്റെ ഒക്കെ അറ്റാക്ക് കുറച്ചുകൂടി കുറയ്ക്കാനായിട്ടാണ് നമ്മുടെ ക്യൂട്ടിക്കിൾ പോലെ വാക്സി കോട്ടിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സെൽസ് ഓഫ് എപ്പിഡെർമസ് സെൽ ഫോം എ കണ്ടിന്യൂസ് ലെയർ വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്. അല്ലേ, ഞാനിപ്പോ വരച്ചത് കണ്ടില്ലേ? ഇന്റർസെല്ലുലാർ സ്പേസ് ഒന്നുമില്ല. ഇവര് നല്ല തിക്കായിട്ട് അടുക്കി അടുക്കി വെച്ച പോലെയാണ് ഉണ്ടാവുന്നത്. അതാണ് എപ്പിഡെർമിസിന്റെ പ്രത്യേകത കേട്ടോ. ഇനി most of epidermis cells are relatively flat. Often their outer side walls are thicker than inner wall. എപ്പിഡെർമിസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു വോള് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക, ഇന്നർ വോള് കുറച്ചുകൂടെ തിന്നായിട്ടും. അപ്പൊ സൈഡ് വോൾസും ഔട്ടർ വോൾസും എന്താ? നല്ല തിക്കാണ്, കാരണം പ്രൊട്ടക്ഷൻ ആണ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എപ്പിഡെർമിസ് മാത്രമല്ല, നമ്മുടെ എപ്പിഡെർമിസിൽ നമുക്ക് വേറൊരാളെ കൂടെ കാണാം. അതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്മോൾ പോർ ഇൻ ദി എപ്പിഡെർമിസ്. ഇപ്പൊ ഇവിടെ മിസ് ഇപ്പൊ എപ്പിഡെർമിസ് വരയ്ക്കാന്ന് വിചാരിച്ചോ. ഈ എപ്പിഡെർമിസിന്റെ ഇടയിലായിട്ട് നമുക്ക് കാണുന്ന ചെറിയ ഓപ്പണിംഗ് ആണെന്ത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റയാണ് അല്ലെ? അപ്പൊ ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ട്രാൻസ്പിറേഷൻ, വാട്ടർ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെയുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് ആണ് എന്ത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സോ സ്റ്റൊമാറ്റ ആർ enclosed by 2 kidney shaped cells called guard cell. They are necessary for exchanging gases with the atmosphere, and transpiration, loss of water in the form of water vapor also takes place through stomata. അപ്പൊ ഈ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യുന്നു? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇതാണ് എപ്പിഡെർമിസിന്റെയും സ്റ്റൊമാറ്റയുടെയും ഫംഗ്ഷൻ. സ്റ്റൊമാറ്റ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സെൽസ് കുറച്ചുകൂടി ടർജ്ഡ് ആകുന്നു. ഇവിടെയോ ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി എന്താകുന്നു? ഈ ഒരു രീതിയിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് മെക്കാനിസം നടക്കുന്നത്. So epidermal cell of root, whose function is water absorption, commonly bear long hair-like part, greatly increase the total absorptive surface area. In some plants like desert plant, epidermis has a thick waxy coating of cutin and it is on the outer surface. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂട്ടിൻ ആണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇനി ഞാൻ നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകണ്ടേ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനന്റ് ടിഷ്യൂ. 2 മാർക്കിന്റെ ചോദ്യം.
ഒരു 4 പോയിന്റ് ഇപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂ. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തൊക്കെ പോയിന്റ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയണ്ടേ? What is the difference between meristematic tissues and permanent tissue? ബിഗില തൊമേ. കമാൻ വേഗം പറയൂ. ഹാപ്പി ബർത്ത്ഡേ മിസ്സാ. മിസ്സിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതാ. അതെവിടുന്നാടാ ഇപ്പൊ വന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഡിഫറൻഷിയേഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഡിഫറൻഷിയേഷൻ ചോദിക്കാൻ ബോത്ത് ഹാവ് ഡിഫറെന്റ് സ്മെല്ലോ. എടാ ചെക്ക, നിന്നെ ഞാൻ പിടിച്ച് പുറത്താക്കും. രണ്ടിന്റെ സ്മെല്ലിങ് ഡിഫറെന്റ് ആണെന്നേ. ഇനി എത്ര മാർക്കാ കൊടുക്കേണ്ടത്? ഇതിന് എത്ര മാർക്കാ കൊടുക്കേണ്ടത്? നിങ്ങൾ പറ. എന്തൊക്കെ സഹിക്കണം ദൈവമേ പിള്ളേരെയും കൊണ്ട്. യെസ്, കം ഓൺ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ് അല്ലെ. സെൽസ് ഇവിടെ നോക്കിക്കോട്ടോ, ഓരോ പോയിന്റും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. സെൽസ് ഡിവൈഡ് റിപ്പീറ്റഡ്ലി. ഡിവൈഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. പെർമനന്റ് ടിഷ്യൂയോ സെൽസ് ഡിറൈവ്ഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് ഡു നോട്ട് ഡിവൈഡ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിഫറൻസസ് ആണ് എഴുതേണ്ടത് കേട്ടോ, അല്ലാതെ ഒന്നിന്റെ മുഴുവൻ ഫീച്ചർ അല്ല എഴുതി വെക്കേണ്ടത്. സോ സെൽസ് ആർ അൺഡിഫറൻഷിയേറ്റഡ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അൺഡിഫറൻഷിയേറ്റഡ് ആണ് അല്ലെ, ഒരേപോലെയാണ് ഇരിക്കുന്നത്. പെർമനന്റ് ടിഷ്യൂസോ ദേ ആർ ഫുള്ളി ഡിഫറൻഷിയേറ്റഡ്. കാരണം ഡിഫറൻഷിയേഷൻ പ്രോസസ്സ് വഴി അവർ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ആയി കഴിഞ്ഞു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ സ്മോൾ ആണ്, ഐസോഡയമെട്രിക് ആണ്. പെർമനന്റ് ടിഷ്യൂ വേരിയബിൾ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് അല്ലെ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് അങ്ങനെ ഷേപ്പ് ഒന്നുമില്ല, കണ്ടമാനം ഡിവൈഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പെർമനന്റ് ടിഷ്യൂ അങ്ങനെയാണോ? അല്ല, അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. ഇന്റർസെല്ലുലാർ സ്പേസ് ആർ ജനറലി ആബ്സെന്റ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നമുക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് കാണാൻ പറ്റത്തില്ല. പെർമനന്റ് ടിഷ്യൂസിലോ ചിലതിലുണ്ട് ചിലതിലില്ല. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ വാക്യൂൾസ് ആബ്സെന്റ് ആണ്. പെർമനന്റ് ടിഷ്യൂസിൽ ലാർജ് വാക്യൂൾ നമുക്ക് കാണാൻ പറ്റും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ എന്തില്ല? വാക്യൂൾ ഇല്ല, വാക്യൂൾ ആബ്സെന്റ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് മെറ്റബോളിസം ഒക്കെ ഒരു ഹൈ റേറ്റ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് മെറ്റബോളിക് റേറ്റ് ഹൈ ആയിരിക്കും. പെർമനന്റ് ടിഷ്യൂസിൽ ലോ റേറ്റ് ആയിരിക്കും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ സെൽ വോൾ തിന്നാണ്, അതേസമയോ ഇവിടെ തിന്നുമാവാം തിക്കുമാവാം. പാരൻകൈമയിൽ തിന്നാണ്, എന്നാൽ സ്ക്ലീറൻകൈമയിൽ തിക്കാണ്. അപ്പൊ ആ രീതിയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ ടേബിൾ എങ്ങനെ എഴുതേണ്ടത് മനസ്സിലായില്ലേ? അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇനി നമ്മൾ അടുത്ത ഒരു കാറ്റഗറിയിലേക്ക് പോവാണ്. ഇവിടെ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ. ചില എപ്പിഡെമിസ്, അതായത് വലിയ മരങ്ങളുടെ ഒക്കെ ബാർക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ല പൊട്ടിപ്പൊളിഞ്ഞ് കട്ടി നിൽക്കുന്ന ബാർക്ക് നമുക്ക് കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ അത് എപ്പിഡെമിസ് അല്ല, അവരൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നതാണ്. സോ ആസ് പ്ലാന്റ് ഗ്രോ ഓൾഡർ, ഔട്ടർ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ്. Strip of secondary meristem located in the cortex form layer of cell which constitute the cortex. അതായത് ഇവിടെ കോർക്ക് സെല്ലുകൾ, സെക്കൻഡറി മെരിസ്റ്റം വഴി ഉണ്ടാകുന്ന കോർക്ക് സെല്ലുകളാണ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നത്. സെൽസ് ഓഫ് കോർക്ക് ആർ ഡെഡ്, കമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്. ഇവർ ഡെഡ് ആണ്, അടിക്കടിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരെന്താ നമ്മൾ പറയുന്ന ഇന്റർസെല്ലുലാർ സ്പേസും ഇല്ല. They also have a substance called suberin in their wall make them impervious to gases. ഗ്യാസസിനെ ഇംപെർവിയസ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്? സുബറിനും നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയോ? ഇവര് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ്. അപ്പൊ മരം വലുതാവുന്നതിനനുസരിച്ച് വലിയ വലിയ മരമാകുമ്പോൾ അതിന്റെ ബാർക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഈ ഒരു പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സുബറിൻ ഡിപ്പോസിഷൻ ഉണ്ട്, തിക്കാണ്. അതുപോലെ തന്നെ എന്താണ്? ഡെഡ് സെൽസുമാണ്. അപ്പൊ നമ്മുടെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എന്താ? കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ആണ്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് പഠിക്കുമ്പോൾ നമുക്ക് 2 ആൾക്കാരാണ്, സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന് നമുക്ക് ഏതൊക്കെ പഠിക്കാറുണ്ട്? സൈലം ട്രക്കീഡ്, സൈലം വെസൽ, സൈലം പാരൻകൈമ. ഫ്ലോയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫ്ലോയം സീവ് പ്ലേറ്റ്, ഫ്ലോയം സീവ് ട്യൂബ്, ഫ്ലോയം പാരൻകൈമ, കമ്പാനിയൻ സെൽ അല്ലേ. ഇത്രയും ആൾക്കാരാണ് ഫ്ലോയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക എന്തൊക്കെയാണ് സൈലത്തിന്റെ പ്രത്യേകത. ട്രക്കീഡ്, വെസല്, സൈലം പാരൻകൈമ, സൈലം ഫൈബർ. തിക്ക് വാൾസ് ആണ്, കുറേ എന്താ ഡെഡ് സെല്ലുകളാണ്. ഫംഗ്ഷൻ എന്താ സൈലത്തിന്റെ? ട്രക്കീഡ്സ്, വെസൽസ്, ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. പാരൻകൈമ എന്ത് ചെയ്യുന്നു? ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. സൈഡ് വേ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആണ്. ഫൈബേഴ്സ് എന്തിനാ? സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇതാണ് സൈലത്തിന്റെ ടിഷ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സൈലം ട്രക്കീഡ്, സൈലം വെസൽ, സൈലം പാരൻകൈമ. സൈലം ഫൈബേഴ്സും ഉണ്ട്. ഇനി ഫ്ലോയത്തിലേക്ക് വരുമ്പോഴോ, ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താ? മെയ്ഡപ്പ് ഓഫ് 4 എലമെന്റ്, സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽ, ഫ്ലോയം ഫൈബർ, ഫ്ലോയം പാരൻകൈമ. എക്സെപ്റ്റ് ഫോർ ഫ്ലോയം ഫൈബേഴ്സ്, ഫ്ലോയം സെൽസ് ആർ ലിവിങ്. ഇവിടെ ഫ്ലോയം പാരൻകൈമ ഒക്കെ എന്താണ്? ലിവിങ് ആണ്. ബാക്കി എല്ലാവരും ലിവിങ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് എന്താണ്? ഡെഡ് ആയിട്ടും നമുക്ക് കാണാം. ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ മൾട്ടി ഡയറക്ഷൻ ആണ്. ഇലയിൽ ഉണ്ടാക്കി വെച്ച ഫുഡിനെ എല്ലാ ഡയറക്ഷനിലേക്കും എത്തിക്കുക എന്നുള്ളത് ഫ്ലോയത്തിന്റെ ഡയറക്ഷൻ. എന്നാൽ സൈലം എന്താ? യൂണി ഡയറക്ഷനിലാണ്. താഴെ നിന്ന് മേലേക്ക് മാത്രമേ പോവുള്ളൂ. അത് വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ക്ലിയർ? യെസ്. അപ്പൊ സൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും വാട്ടറും മിനറൽസും എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ. സോ ദേ ഹാവ് എ യൂണി ഡയറക്ഷൻ. എപ്പോഴും അപ്വേർഡ് മൂവ്മെന്റ് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ, നമ്മളെ പോലെ തന്നെ. ദെൻ ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ട്രാൻസ്പോർട്ട് ആണ്. ഉണ്ടാക്കി വെച്ച ഫുഡിനെ എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഫ്ലോയത്തിന് ഞാൻ പറഞ്ഞു സീവ് ട്യൂബ്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പാനിയൻ സെൽസ് ഉണ്ട്, ഫ്ലോയം ഫൈബേഴ്സും ഉണ്ട്, ഫ്ലോയം പാരൻകൈമയും ഉണ്ട്. ഇനി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞേടാ. നെയിം ടൈപ്സ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച സിമ്പിൾ ടിഷ്യൂസ്? വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച സിമ്പിൾ ടിഷ്യൂസ്? കമോൺ കമോൺ. Pretty little baby looks in the baby. It's like to live. Come on, Vega. Which are the 3 types of simple tissues? നമ്മൾ പഠിക്കുന്ന സിമ്പിൾ ടിഷ്യൂസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ സിമ്പിൾ ടിഷ്യൂസ്? വെരി ഗുഡ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീരൻകൈമ അല്ലെ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീരൻകൈമ. Where is epical meristem present? എവിടെയാണ് എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത്? എവിടെയാ എപ്പിക്കൽ മെരിസ്റ്റം നമ്മൾ കാണുന്നത്? എവിടെയാ? വേഗം വേഗം പറഞ്ഞേ. എവിടെയാടാ എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത്? ഇവിടെ നിങ്ങൾ വേഗം ആൻസർ പറയണം. നിങ്ങൾ ഷഡപ്പടെ പറയുന്ന ടീംസ് അല്ലേ? യെസ്. ടിപ്പ് ഓഫ് ദ പ്ലാന്റ് അല്ലെ? ടിപ്പ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുമ്പോൾ റൂട്ട് ടിപ്പിലും ഷൂട്ട് ടിപ്പിലും നമുക്ക് കാണാം. ഓൾസോ നോൺ as growing tip is undifferentiated meristem found in the bud and growing tips of the root. Growing tip of the rootലാണ് നമ്മൾ കാണുന്നത്. സ്റ്റെം ടിപ്പ് ആവാം, റൂട്ട് ടിപ്പ് ആവാം. അതുപോലെ തന്നെ എവിടെയും കാണാം നമുക്ക് ബഡ്സിലൊക്കെ നമ്മൾ കാണുന്നത് എപ്പിക്കൽ മെരിസ്റ്റംസ് ആണ്. Which tissue make up the husk of the coconut? കോക്കനട്ടിന്റെ ഹസ്കിൽ കാണുന്നത് ഏതായിരുന്നു? ഏതാ ഏതാ ഏതാ? ഹസ്ക് ഓഫ് ദി കോക്കനട്ടിൽ കാണുന്നത് സ്ക്ലീരൻകൈമയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആനിമൽ ടിഷ്യൂസ് ആണ്. ആനിമൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ കേസ് നമുക്കറിയാം, പ്ലാന്റിന് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാൽ ആനിമൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നമ്മൾ കുറച്ചുകൂടെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് അല്ലെ? അപ്പോ ഈ കോംപ്ലക്സ് ഓർഗാനിസത്തിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താ? ഇവർക്ക് നമ്മുടെ ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റും, റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, ഇടിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോന്നിനും പ്രത്യേകം സെല്ലുകൾ വേണം. നമുക്ക് മസിൽ സെല്ല് വേണം. ഇപ്പൊ മിസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ഷോ പ്രിറ്റി മിസ് എന്തൊരു സുന്ദരി മിസ്സാ, പ്രിറ്റി മിസ് എന്തൊരു പാവാണ്, എന്ത് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത്, പ്രിറ്റി മിസ് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാ. ബുദ്ധി ഉള്ളത് എന്തുകൊണ്ടാ? നെർവസ് ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ്. സോ നെർവസ് ടിഷ്യൂ വേണം, മസ്കുലർ ടിഷ്യൂ വേണം.
ഈ കഴിക്കുന്ന ഫുഡൊക്കെ എല്ലായിടത്തേക്കും എത്തണ്ടേ, വേണ്ടേ? ഷുവർ അർഫാൻ. അപ്പൊ ഈ കിട്ടുന്ന ഫുഡൊക്കെ നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും എല്ലാ സെല്ലിലേക്കും എത്തണമെങ്കിൽ വി നീഡ് ബ്ലഡ്, അല്ലേ? ഈ ബ്ലഡ് നമുക്ക് വേണം. ഇതേപോലെ കണക്റ്റീവ് ടിഷ്യൂ വേണം, മസ്കുലർ ടിഷ്യൂ വേണം, നെർവസ് ടിഷ്യൂ വേണം. അത് മതിയോ? പോരാ, പ്രൊട്ടക്ഷൻ വേണം, സ്കിന്ന് വേണം. സ്കിൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻ കിട്ടും. യെസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം. അപ്പൊ അത് വേണ്ടിയിട്ടാണ് ഫോർ മൂവ്മെന്റ് വി ഹാവ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് മസിൽ സെൽ. ദ കൺട്രാക്ഷൻ റിലാക്സേഷൻ ഓഫ് ദിസ് സെൽസ് റിസൾട്ട് ഇൻ ദി മൂവ്മെന്റ്. അപ്പൊ നമുക്ക് വേരിയസ് ആക്ടിവിറ്റി ചെയ്യാൻ പല കൈൻഡ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് എപ്പിത്തീലിയൽ ടിഷ്യൂ, രണ്ടാമത്തേത് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തേത് മസ്കുലർ ടിഷ്യൂ, നാലാമത്തെ നെർവസ് ടിഷ്യൂ. മക്കളെ മിസ് വേഗം തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ, 10 മണിക്ക് മുന്നേ നമുക്ക് തീർക്കാം. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കവറിങ് ഓർ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഇൻ ദ ആനിമൽ ബോഡി, അല്ലെ? നമ്മുടെ ബോഡീനെ കവർ ചെയ്യാനും പ്രൊട്ടക്ഷൻ തരാനും വേണ്ടിയിട്ടാണ് നമുക്ക് ആരുള്ളത്, നമ്മുടെ ഈ ഒരു ടിഷ്യൂ ആയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ ഉള്ളത്. അപ്പൊ നമ്മൾ പ്ലാന്റിന്റെ കീസിൽ എന്താ പറഞ്ഞ, എപ്പിഡെർമിസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബോഡീന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്താ, എപ്പിഡെർമിസ് ടിഷ്യൂ, അല്ലെങ്കിൽ അവിടെ ഉള്ളതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. Cover most of organs and cavities within the body, forms a barrier to keep different body systems separate. നമ്മുടെ എൻറ്റയർ ബോഡിനെ കവർ ചെയ്യുന്ന സ്കിന്നിലുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അത് മാത്രമല്ല നമ്മുടെ സ്റ്റൊമക്ക്, ഹാർട്ട്, ലങ്സ് ഇതിനെയും കവർ ചെയ്യാനായിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. അത് കൂടാതെ ഒരു ക്യാവിറ്റീസിനെ കവർ ചെയ്ത് അതിന്റെ സ്പേസ് തമ്മിൽ, ഇപ്പം ഒരു ഓർഗനും മറ്റൊരു ഓർഗനും തമ്മിലുള്ള ഒരു ബാരിയറിന് വേണ്ടിയിട്ടും ആരുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് നമുക്കുള്ളത്. They have only small amount of cementing material between them, almost no intercellular space. Epithelial tissues na adhigam intercellular space illa. Anything entering or leaving the body must cross at least one layer of epithelium. എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ബോഡിയിൽ കയറുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു എപ്പിത്തീലിയൽ സെൽസ് എങ്കിലും അവർ കവർ ചെയ്യേണ്ടി വരും. As a result, permeability of the cell of various epithelia play an important role in regulating the exchange of material between the body and external environment, and also between different parts of the body. നമ്മുടെ ബോഡികൾ തമ്മിലുള്ള ഈ പറയുന്ന എന്താണ്, ട്രാൻസ്പോർട്ടേഷനും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് കേട്ടോ. സെറ്റാണോ? പറയുന്നൊക്കെ ക്ലിയർ ആവുന്നുണ്ടോടാ? ഡണ്ടല്ലേ? യെസ്. അപ്പൊ permeability of the cells of various epithelia play an important role in regulating the exchange of materials between the body and external environment, also between different parts of the body. നമ്മുടെ ബോഡിയിലെ എല്ലാ തരത്തിലുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷനും മെറ്റീരിയൽസിനും ഒക്കെ എന്താണ്, പെർമിബിലിറ്റി ആവശ്യമാണ്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്ന്, നമ്മുടെ വായിന്റെ ഉള്ളിലുള്ള മൗത്തിന്റെ ലൈനിങ്, ബ്ലഡ് വെസൽസിന്റെ ലൈനിങ്, ആ ഒരു ലെയർ, ലങ്, ആൽവിയോള, കിഡ്നി ട്യൂബ്യൂളിലൊക്കെ എന്താ ഉള്ളത്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. So epithelial tissue cells are tightly packed and forms a continuous sheet. ഒരു പായ വിരിച്ചിട്ട പോലെയാണ് ആരുള്ളത്, നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ പല ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഉണ്ട്. അതിൽ ഒന്നാമത്തേത് സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയാണ്. ഒന്നാമത്തെ എന്താ, സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയം. സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫ്ലാറ്റ് കൈൻഡ് എപ്പിത്തീലിയമാണ്, സിമ്പിളുമാണ്, വളരെ ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്. ആൻഡ് ഇവർ കാണുന്നത് ബ്ലഡ് വെസൽസിലും ലങ്ങിന്റെ ആൽവിയോളസിലുമാണ്. നമ്മുടെ ബ്ലഡ് വെസൽ ഉണ്ട്, രക്തക്കുഴലുകൾ. അപ്പൊ ആ ബ്ലഡ് വെസലിനെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ആരെ കാണാം, ഈ ഒരു സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയം കാണാം. നമ്മുടെ ലങ്സിൽ ചെറിയ ചെറിയ എന്താണ് എയർ സാക്കുകളുണ്ട്. ഇങ്ങനെ ഒരു എയർ സാക്കിലൂടെയാണ് നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ ലങ്സിൽ കാണുന്ന ഈ ആൽവിയോളയിലും നമുക്ക് എന്ത് കാണാം, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കാണാം. അപ്പം ഇവിടെ എപ്പിത്തീലിയം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേര്, അതെവിടെ, എന്തിനു വേണ്ടിയിട്ട്, ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ലങ്ങിന്റെ ആൽവിയോളസിലെ ബ്ലഡ് വെസൽസിന്റെ ലൈനിങ്ങിൽ നമുക്ക് കാണാം. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സബ്സ്റ്റൻസ് ഒക്കെ ത്രൂ സെലക്ടീവ്ലി പെർമിബിൾ മെമ്പറിൻ. അപ്പൊ ഇവർ സെലക്ടീവ്ലി പെർമിബിൾ ആണ്, ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയം. രണ്ടാമത്തേത് സ്ട്രയേറ്റഡ് സ്ക്വേമസ് എപ്പിത്തീലിയാണ്. സ്ട്രയേഷൻസ് നമുക്ക് കാണാം. പാറ്റേൺ ഓഫ് ലെയേഴ്സിൽ കുറെ സ്ട്രയേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ എന്താണ്, സ്കിന്നാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ എന്താ വരിക, സ്കിന്നാണ് എക്സാമ്പിൾ. സ്ട്രാറ്റിഫൈഡ് സ്ക്വേമസ് എപ്പിത്തീലിയം. മൂന്നാമത്തേത് സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയാണ്. കണ്ടോ,
ഇതിന്റെ മേലെ കുറെ സീലിയാസ് നമുക്ക് കാണാം. ഇവരുടെ പ്രത്യേകത എന്താ? കോളം ഷേപ്പിലാണ് ഉണ്ടാവുക. കോളമായിട്ടാണ് ഉണ്ടാവുക. മേലെ ആണെങ്കിലോ ഇതുപോലെ സീലിയാസും കാണാം. സീലിയ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. എപ്പിത്തീലിയം കൺസിസ്റ്റ് ഓഫ് സീലിയ ക്യാൻ മൂവ് ആൻഡ് ദെയർ മൂവ്മെന്റ് പുഷസ് ദ മ്യൂക്കസ് ഫോർവേഡ് ടു ക്ലിയർ ദ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ഇന്നർ ലൈനിങ് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഈ സീലി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും? ഈ സീലിയസ് മൂവ് ചെയ്ത് കൊടുക്കും. അപ്പൊ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള എപ്പിത്തീലിയമാണ് ആര്? സിമ്പിൾ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് എവിടെയാ? സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രേഷൻസ് ആണ്, ലെയർ ആയിട്ടാണ് കാണുന്നത്, സ്കിന്നിലാണ് കാണുന്നത്. ഇപ്പൊ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മുടെ ബ്ലഡ് വെസൽ ലൈനിങ്ങിലും ലങ്സിന്റെ ആൽവിയോളയിലും കാണാം. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം സ്കിന്നിൽ കാണാം. സീലിയേറ്റഡ് ആണെങ്കിലോ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ കാണാം. അടുത്തതോ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബ് ആണ്. ക്യൂബ്. അപ്പൊ ക്യൂബ് ഷേപ്പിൽ കാണുന്നതാണെങ്കിലോ ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾ. ക്യൂബ് ആണെങ്കിൽ ഓർത്തു അത് നമ്മുടെ കിഡ്നീന്റെ ട്യൂബ്യൂളുകളിലാണ് കാണുന്നത്. ആൻഡ് സലൈവറി ഗ്ലാൻഡിൽ നമുക്ക് കാണാം. സലൈവറി ഗ്ലാൻഡ് നമ്മുടെ വായിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് പ്രൊവൈഡിങ് മെക്കാനിക്കൽ സപ്പോർട്ട് ഇസ് കോൾഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. നല്ല മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ആര്? ക്യൂബ് ഷേപ്പിലുള്ള ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അഞ്ചാമത്തേത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ്. എ പോർഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഫോൾഡ് ഇൻവേർഡ് ഫോർ മൾട്ടിസെല്ലുലാർ ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് ഇസ് ഫോം ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ചില എപ്പിത്തീലിയം ഇതുപോലെ ഇൻവേർഡ് ഫോൾഡിങ് നടക്കും. എന്നിട്ട് അത് എന്തായി മാറും? ഒരു ഗ്ലാൻഡ് ആയിട്ട് മാറും. അതിനെയാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം പഠിച്ചു. ക്യൂബോയിഡൽ എപ്പിത്തീലിയം കിഡ്നി ട്യൂബ്യൂളിലും സലൈവറി ഗ്ലാൻഡിലും ഉണ്ടെന്ന് പഠിച്ചു. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എവിടെയാ? നമ്മുടെ സ്കിന്നിലാണെന്ന് പഠിച്ചു. കോളംനാർ എപ്പിത്തീലിയം സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എവിടെയാ പഠിച്ചത്? സ്മോൾ ഇൻറ്റെസ്റ്റൈനില്. സ്ക്വേമസ് സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയം എവിടെയാണ്? അത് നമ്മുടെ ബ്ലഡിന്റെ ലൈനിങ്ങിലും അതുപോലെ തന്നെ എവിടെയാ? നമ്മുടെ ലങ്സ് ആൽവിയോളയിലുമാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എവിടെ എന്ത് എന്നുള്ളത് ഓർത്ത് വെക്കാം. രണ്ടാമത്തേത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ടിഷ്യൂ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് കണക്റ്റീവ് ടിഷ്യൂ. സോ ദ മെട്രിക്സ് മേ ബി ജെല്ലി ലൈക്ക്, ഫ്ലൂയിഡ്, ഡെൻസ് ഓർ റിജിഡ്, ബ്ലഡ്, ബോൺ, കാർട്ടിലേജ്. ഇതൊക്കെ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പൊ ഒന്നിനെ മറ്റൊന്നിനോടായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂസ്. ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഫ്ലൂയിഡ് മെട്രിക്സ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ബ്ലഡിന്റെ മെട്രിക്സ്, ബ്ലഡിൽ എന്താണുള്ളത് അത് ആ ഒരു ഫ്ലൂയിഡ് മെട്രിക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. പ്ലാസ്മയാണ് അതിലെ ഫ്ലൂയിഡ് മെട്രിക്സ്. പിന്നെ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? ബ്ലഡിൽ നമുക്ക് RBC കാണാം, WBC കാണാം, അല്ലെ? RBC WBC ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ ബ്ലഡിൽ കാണാൻ പറ്റും. പ്ലാസ്മ കണ്ടെയ്ൻ പ്രോട്ടീൻ, സോൾട്ട് ആൻഡ് ഹോർമോൺ. രണ്ടാമത്തെ കണക്റ്റീവ് ടിഷ്യൂ ബോൺ. നമ്മുടെ അസ്ഥി നമുക്ക് നേരെ നിൽക്കാനും നടക്കാനൊക്കെ പറ്റുന്ന എന്തുകൊണ്ടാ? ബോൺ ഉള്ളത് കൊണ്ട് ആ സ്ട്രക്ചർ ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഈ ബോണും എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. Bone is forms the framework support the body. Bone is a strong and non-flexible tissue embedded in hard matrix. Bone in the matrix എന്താ? ഹാർഡ് മെട്രിക്സ് ആണ്. കാൽഷ്യവും ഫോസ്ഫറസ് ഒക്കെയാണ് എന്താ? ബോണിന്റെ മെട്രിക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹാർഡ് ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ബോണ് കാണാൻ പറ്റുന്നത്. അപ്പൊ കാൽഷ്യം ഫോസ്ഫറസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മെട്രിക്സ് ഹാർഡ് ആണ്. ഇനി കണ്ടല്ലോ, ഇങ്ങനെയാണ് ബോൺ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരാളെ കാണാം, ലിഗമെന്റ്. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്ന ആളാണ്. ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണെന്ത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. സോ ടു ബോൺസ് ക്യാൻ ബി കണക്റ്റഡ് ടുഗെദർ ബൈ ലിഗമെന്റ്. വളരെ എലാസ്റ്റിസിറ്റി ഉള്ളത് ഒന്നാണ് ലിഗമെന്റ്. ലിഗമെന്റ് കണ്ടെയ്ൻ വെരി ലിറ്റിൽ മെട്രിക്സ്. അടുത്തത് നമ്മുടെ ടെൻഡൻ ആണ്. ടെൻഡൻ എന്ന് പറയുന്നത് മസിൽ ടു ബോണിനെ കണക്ട് ചെയ്യുന്നതാണ്. മസിലിനെ, നമ്മുടെ ഇവിടെയുള്ള മസിലിനെ ഇവിടെയുള്ള ബോണിലേക്ക് കണക്ട് ചെയ്യുന്നത് ടെൻഡൻ എന്ന് പറയുന്നതാണ്. സോ കണക്ട് മസിൽ ടു ബോൺ, ഫൈബ്രസ് ടിഷ്യൂ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ബട്ട് ഇൻ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. ലിഗമെന്റ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ലിഗമെന്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ടെൻഡന് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവാണ്. ഓക്കെ,
അപ്പൊ കണക്റ്റീവ് ടിഷ്യൂസ് സെറ്റ് ആയല്ലോ. ബ്ലഡ്, ബോൺ, ലിഗമെന്റ് ആൻഡ് ടെൻഡൻ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മെട്രിക്സ് ആണ്, അതിൽ പ്ലാസ്മയുണ്ട്, അതാണ് ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നത്. പിന്നെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബ്ലഡിലുള്ളത്. എന്തിനാ ബ്ലഡ്? നമ്മുടെ ന്യൂട്രിയൻസും വാട്ടറും മിനറൽസ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തേത് ബോൺ ആണ്. നമുക്ക് സ്ട്രക്ചർ, ഷേപ്പ്, നമ്മുടെ ബോഡി മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബോണ്. അത് എന്താണ്? കാൽഷ്യം, ഫോസ്ഫറസ് കൊണ്ടുള്ള ഹാർഡ് മെട്രിക്സ് ആണ്. മൂന്നാമത്തെ ലിഗമെന്റ് ആണ്. ബോൺ ടു ബോൺ കണക്ഷൻ ആണ്, എലാസ്റ്റിക് ആണ്, അതേ സമയത്ത് എലാസ്റ്റിസിറ്റി ഉള്ളതാണ്. ഇനി നാലാമത്തെ എന്താണ്? ടെൻഡൻ ആണ്. മസിലിനെ ബോണിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ടെൻഡൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പയർ ടു ലിഗമെന്റ് ഇലാസ്റ്റിസിറ്റി ഇത്തിരി കുറവാണ്. മനസ്സിലായോ? ഇത്രയുമാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഒരാളുള്ളത് കാർട്ടിലേജ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. വൈഡ് സ്പേസ്ഡ് സെല്ലാണ്. സോളിഡ് മെട്രിക്സ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഷുഗർ. അപ്പൊ കാർട്ടിലേജിന്റെ പ്രത്യേകത എന്താ? സോളിഡ് മെട്രിക്സ് ആണ്. സോളിഡ് മെട്രിക്സ് ആവാനുള്ള കാരണം അവിടെ എന്തൊക്കെയുള്ളത്? പ്രോട്ടീൻസും ഷുഗറും. Cartilage, smooth and bond surface at joint, also present in nose, ear, trachea and larynx. അപ്പൊ ഈ ബോണിന്റെ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ഇത് കാർട്ടിലേജ്. നമ്മുടെ മൂക്കിലുള്ളത് കാർട്ടിലേജ് ആണ്, ഇവിടെ ചെവിയിലുള്ളത് കാർട്ടിലേജ് ആണ്, നമ്മുടെ ലങ്സിലെ ട്രക്കിയിലൊക്കെ കാർട്ടിലേജസ് ഉണ്ട്. അപ്പൊ കാർട്ടിലേജും എന്താ? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണിന്റെ ജോയിന്റ്സിൽ കാണുന്ന ഒരു സ്മോൾ ടിഷ്യൂ ആണ് എന്ത്? കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? യെസ്. പിന്നെയുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ സ്കിൻ ആൻഡ് മസിൽ, അറൌണ്ട് ബ്ലഡ് വെസൽ ആൻഡ് നെർവ്സ്. ഇറ്റ് ഫിൽ ദി സ്പേസ് ഇൻസൈഡ് ദ ഓർഗൻ, സപ്പോർട്ട് ഇന്റേണൽ ഓർഗൻ, ഹെൽപ്സ് ഇൻ റിപ്പയർ ഓഫ് ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എയർ ക്യാവിറ്റിയിലുള്ള ഫില്ലിങ് പോലെ വരുന്ന ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ. അതായത് നമ്മുടെ സ്കിന്നിൽ, മസിൽസിൽ കാണാം ചില ഓർഗൻസിന്റെ ഒക്കെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ് ആര്? ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണേ. ഫിൽ സ്പേസ് ഇൻസൈഡ് ദി ഓർഗൻ. ഓർഗന്റെ ഉള്ളില് സ്പേസ് ഫില്ല് ചെയ്യുന്ന ആളാണ് ആര്? ഏരിയോളാർ ടിഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. കേട്ടല്ലോ? ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഹായ് മിസ്റ്റർ സാൽ. ഏതാ ഹമീദിന് എവിടെയാ ഡൗട്ട് ചോദിച്ചേ? എന്താ എവിടെയാ ഡൗട്ട്? മിസ്റ്റർ സാൽ ആണോ? സാൽ 200 ആണോ? ഹായ് ഡാ. ഹമീദിന്റെ ഡൗട്ട് എന്താ ചോദിക്കടാ? എന്താ ഡൗട്ട് മോനെ? ഡൗട്ട് എന്താന്ന് ചോദിച്ചോ, മിസ് പറഞ്ഞുതരാലോ. ഇനി നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് tissue. Fat storing adipose tissue found below the skin and between internal organ. Cell of this tissue are filled with fat globules. Storage of fat also act as an insulator. Adipocytes നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്കിന്നിന്റെ അടിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂലാണ്. അതുകൊണ്ടാണ് നമുക്ക് തടി വെക്കുമ്പോൾ സ്കിന്ന് തടിച്ച് വരുന്നത്. അപ്പൊ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. ഓർഗൻസ് ഇടയിലും അതുപോലെ സ്കിന്നിന്റെ അടിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? അഡിപ്പോസ് ടിഷ്യൂ നമ്മൾ കാണുന്നത്. ഓക്കെ ആണോ? യെസ്. അങ്ങനെ നമ്മൾ ആനിമൽ ടിഷ്യൂസിൽ ആദ്യം പഠിച്ചത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരുന്നു, രണ്ടാമത് പഠിച്ചത് കണക്റ്റീവ് ടിഷ്യൂ ആയിരുന്നു, മൂന്നാമത്തേത് മസ്കുലാർ ടിഷ്യൂ ആണ്. മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ മിസ് പറഞ്ഞു തരാം, സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത് സ്ട്രയേറ്റഡ് മസിൽ. സ്ട്രയേറ്റഡ് മസിൽ, മറ്റൊരു പേര് സ്കെലിറ്റൽ മസിൽ, അതും അല്ലെങ്കിൽ വോളണ്ടറി മസിൽ എന്ന് പറയും. വോളണ്ടറി മസിൽ, സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയാം, സ്കെലിറ്റൽ മസിൽ എന്ന് പറയാം, വോളണ്ടറി മസിൽ എന്നും പറയാം. രണ്ടാമത്തെ മസിൽ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിലാണ്. മറ്റൊരു പേര് നമ്മൾ പറയുന്നത് ഇൻവോളണ്ടറി മസിൽ എന്നാണ്. ഇൻവോളണ്ടറി മസിൽ. മൂന്നാമത്തേത് കാർഡിയാക് മസിൽ. ഇനി ശ്രദ്ധിച്ചോണേ, ഇനി മിസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തോടെ ശ്രദ്ധിച്ചോ. സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രയേഷൻസ് പ്രസന്റ് ആണ്.
സ്ട്രയേഷൻസ് പ്രസന്റ് ആണ്. സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് നമ്മൾ കാണുന്നത്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. സ്കെലിറ്റൽ സിസ്റ്റത്തിനോട് ചേർന്നിട്ടാണ് നമ്മൾ കാണുന്നത്. സ്കെലിറ്റൽ സിസ്റ്റത്തിനോട് ചേർന്ന്, അതായത് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഇവിടെ ഇങ്ങനെ കുറുകെ സ്ട്രയേഷൻസ് കാണാം. മാത്രമല്ല ന്യൂക്ലിയസും കാണാം. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. സ്ട്രയേറ്റഡ് ആണ്, കാരണം സ്ട്രയേഷൻസ് ഉണ്ട്. സ്കെലിറ്റൽ സിസ്റ്റത്തിലാണ് നമ്മളത് കാണുന്നത്. അതിനോട് ചേർന്ന് കാണുന്നത്, ഇവിടെയൊക്കെ കാണുന്ന ലിംസിലൊക്കെ കാണുന്ന മസിലാണ് എന്ത്? സ്ട്രയേറ്റഡ് മസിൽ അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പേര് വിളിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. കണ്ടോ, മിസ് ഇപ്പൊ മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു, കൈയും കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ദാറ്റ് ഈസ് എ വോളണ്ടറി മസിൽ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തെ സ്മൂത്ത് മസിലാണ്. സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ സ്ട്രയേഷൻസ് ആബ്സെന്റ് ആണ്. സ്പിൻഡിൽ ഷേപ്പിലാണ് നമ്മൾ കാണുന്നത്. സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ടാപ്പറിങ് എൻഡ് ആണ്. എൻഡ് ഭയങ്കര എന്താണ്, ഷാർപ്പായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെന്താണ്, ഇത് കാണുന്നത് എവിടെയാ? ഇന്റേണൽ ഓർഗൻസിലാണ് നമ്മൾ കാണുക. ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ സ്പിൻഡിൽ ഷേപ്പ്. കണ്ടോ, ഇതുപോലെ സ്പിൻഡിൽ ഷേപ്പിലാണ്. സ്ട്രയേഷൻസ് ഇല്ല, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഇതാണ് എന്ത്? സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി മസിൽ. ഇനി കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാലോ? കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ ഇതും ഇൻവോളണ്ടറി ആണ്. നമ്മുടെ ഓർഗൻസിലുള്ള മൂവ്മെന്റ്, ഈസോഫാഗസിന്റെ മൂവ്മെന്റ്, സ്റ്റൊമക്കിന്റെ കോൺട്രാക്ഷൻ, ഇൻഡസ്റ്റൈന്റെ കോൺട്രാക്ഷൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്മൂത്ത് മസിൽ ഇൻവോളണ്ടറി മസിലാണ്. അതേപോലെ കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ ഉള്ള മസിലാണ്. അതും നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഇസ് ഇൻവോളണ്ടറി. നോ സ്ട്രയേഷൻസ് കാണാം. സ്ട്രയേഷൻസ് പ്രസന്റ് ആണ്. യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ബ്രാഞ്ച്ഡ് ആണ്. ഹാർട്ടിലാണ് കാണുന്നത്. ഇതും എന്താണ്? ഇതുപോലെ സിലിണ്ട്രിക്കൽ ആയിട്ടാണ് ഉണ്ടാവുന്നത്, പക്ഷെ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ബ്രാഞ്ചസ് ഉണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവിടെ തന്നെ മിസ് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ന്യൂക്ലിയ ഉണ്ട്, സ്ട്രയേഷൻസ് ഉണ്ട്, ആൻഡ് മോസ്റ്റ്ലി അറ്റാച്ച് ടു ബോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്കെലിറ്റൽ മസിൽ എന്ന് പറയാം. ഇൻവോളണ്ടറി അൺസ്ട്രയേറ്റഡ് ആണ്, സ്മൂത്ത് ആണ്. ഇവരുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു സ്പിൻഡിൽ ഷേപ്ഡ് മസിൽ ആണ്. ആൻഡ് ഫൗണ്ട് ഇൻ എലിമെന്ററി കനാൽ, ബ്ലഡ് വെസൽ, യൂട്രസ്, ലങ്സിന്റെ ബ്രോങ്കൈ. മൂന്നാമത്തേത് കാർഡിയാക് മസിൽ ആണ്. കാർഡിയാക് ഹാർട്ടിൽ കാണുന്നതാണ്. ഇൻവോളണ്ടറി ആണ്. സ്ട്രയേഷൻസ് ഉണ്ട്. മൂവ്മെന്റ് ബീങ് നോട്ട് കൺട്രോൾഡ് ബൈ അവർ വിൽ. ഹാർട്ട് മസിൽ സെൽസ് ആർ സിലിണ്ട്രിക്കൽ, ബ്രാഞ്ച്ഡ് ആൻഡ് യൂണിന്യൂക്ലിയേറ്റ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂസ്. ക്ലിയർ അല്ലേ? ഈ ഒരു ഒറ്റ ടേബിൾ പോലെ നിങ്ങൾക്ക് ഈ 3 മസിലും പഠിക്കാൻ വേണ്ടി ഈ ടേബിൾ തന്നെ എളുപ്പത്തിൽ പഠിച്ചു വെച്ചോളാം. ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഗിവ് 3 ഫീച്ചേഴ്സ് ഓഫ് കാർഡിയാക് മസിൽ. വേഗം തന്നെ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. കാർഡിയാക് മസിലിന്റെ 3 ഫീച്ചേഴ്സ് വേഗം പറയാൻ പറ്റുമോ നോക്കിക്കേ. ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. കാർഡിയാക് മസിലിന്റെ 3 ഫീച്ചേഴ്സ് ആർക്കാ പറയാൻ പറ്റാ? ഏതൊക്കെയാണ് കാർഡിയാക് മസിലിന്റെ 3 ഫീച്ചർ എന്ന് പറയുമ്പോൾ? ഒന്ന് സ്ട്രയേറ്റഡ് ആണ്, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇൻവോളണ്ടറി ആണ് അല്ലെ? ഇൻവോളണ്ടറിയുമാണ്. നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ പറ്റോ? ഇല്ല, കാരണം എന്താ? അത് ഹാർട്ടിലുള്ളതാണ്. യെസ്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. വെരി ഗുഡ്. ഇത് സെറ്റ് ആയിട്ടുണ്ട്, മസിൽ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ കൂടി പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വോളണ്ടറി മസിൽ? സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ, സ്ട്രയേറ്റഡ് മസിൽ, ബോത്ത് എ ആൻഡ് സി. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് വോളണ്ടറി മസിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏക്ക് ഒന്ന് കമന്റ് ചെയ്തേ. വേഗം 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 വേഗം. ഷായിക്കുട്ടാ, പിന്നെ നമ്മൾ പൊളിക്കില്ലേടാ.
നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ച ആളുണ്ടായിരുന്നല്ലോ, പോയോ? ഏതാടാ? സ്മൂത്ത് മസിൽ വോളണ്ടറി ആണോ? നോ. കാർഡിയാക് മസിൽ ആണോ? നോ. യെസ്, സി മാത്രം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി കോൾഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്? സ്കെലറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ, ഏതായിരുന്നു മൾട്ടി ന്യൂക്ലിയേറ്റഡ്? കുറെ ന്യൂക്ലിയസ് കാണാമെന്ന് നമ്മൾ പറഞ്ഞത് ഏതാ? ഹർഫാൻ സുദി, ഹായ്, ഹലോ. മിസ് സുഖാടാ, സൗണ്ട് കുറച്ച് കുറവന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, സൗണ്ട് ഒക്കെ പോയി. യെസ്, സ്കെലറ്റൽ മസിൽ ആണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കേ, സ്മൂത്ത് മസിൽസ് ഓൾസോ നോൺ as visceral muscle, they have the capacity to increase in size and bulk whenever needed. Based on the information provided in the table, identify which of the following cannot be a function of this muscle. നമ്മുടെ വിസറൽ മസിൽ ആണെന്ന് പറഞ്ഞു, ഇന്റേണൽ ഓർഗൻസ് കാണുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിലേത് ഫംഗ്ഷൻ ഇവർക്ക് കൊടുക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be a function of this muscle എന്നാണ് പറഞ്ഞത്. Contraction of blood vessel, movement of food in alimentary canal, movement of body and skeletal, relaxation of blood vessel. ഈ തന്നിട്ടുള്ള മസിലിന് ഇതിലേതിൽ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് വൺ ഇസ് നോട്ട് ദി ഫംഗ്ഷൻ ഓഫ് ദി എബവ് മസിൽ എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ആൻസർ ഏതാ വരിക? ഈ തന്നിട്ടുള്ളതിൽ ഏതോ ഒരു ഫംഗ്ഷൻ ഈ വിസറൽ മസിലിന്റെ അല്ല, അല്ലെങ്കിൽ സ്മൂത്ത് മസിലിന്റെ അല്ല. ഏതാ? യെസ്, വെരി ഗുഡ് ഷായി. മൂവ്മെന്റ് ഓഫ് ബോഡി ആൻഡ് സ്കെലട്ടൺ, അതാരുടെ? സ്കെലറ്റൽ മസിലിന്റെ ആണ് അല്ലെ. സെറ്റായി. ഇനി ഇതാ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടെൻഡൻ ആൻഡ് ലിഗമെന്റ് ചോദിച്ചിട്ടുണ്ട്. ടെൻഡൻ സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ആണ്, മസിൽ ടു ബോണിനെ കണക്ട് ചെയ്യുന്നതാണ്, വൈറ്റ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ലിഗമെന്റോ എലാസ്റ്റിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, ബോൺ ടു ബോൺ ജോയിന്റ് ആണ്, ഫോംഡ് ഓഫ് യെല്ലോ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇപ്പൊ രണ്ടിന്റെ ഡിഫറൻഷിയേഷൻ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം ഇതാ, 2 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഡസ് എ ന്യൂറോൺ ലുക്ക് ലൈക്ക്? ന്യൂറോൺ എങ്ങനെയാണ് കാണാൻ? ന്യൂറോണിന്റെ സ്ട്രക്ചറും അതിന്റെ പാർട്സുമാണ് പഠിക്കേണ്ടത്. ന്യൂറോൺ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? നമ്മുടെ 4ാമത്തെ കാറ്റഗറി ഓഫ് ടിഷ്യൂസ് പഠിക്കണം. ദാറ്റ് ഈസ് നെർവസ് ടിഷ്യൂ അല്ലേ. നെർവസ് ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കണം. സോ ടിഷ്യൂ ഇസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് കോൾഡ് നെർവ് സെൽസ് ഓർ ന്യൂറോൺ. Nerve cells are highly specialized for being stimulated, then transmitting the stimulus very rapidly from one place to another within the body. Brain and spinal cord are composed of nervous tissue. Each neuron has 3 parts: cytosol, cell body, dendrite and axon. അപ്പൊ ന്യൂറോണ് നിങ്ങൾ വരയ്ക്കാൻ ഒന്ന് പഠിച്ചു വെക്കണം, കാരണം നിങ്ങൾക്ക് 10th വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ മിസ്സി വരയ്ക്കുന്ന പോലെ വരച്ചാൽ മതി. ആദ്യം നമ്മൾ ഒരു സ്റ്റാർ ഫിഷ് അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാർ ഫിഷ് അങ്ങോട്ട് വരയ്ക്കുന്നു. ഈ സ്റ്റാർ ഫിഷിന്റെ ഒരു വാലിന് നല്ല നീട്ടം കൊടുക്കുക, എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും ഇവിടെ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു, വീണ്ടും ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഒരു ന്യൂക്ലിയസ് വരയ്ക്കുന്നു, ഇവിടെ കുറച്ച് ബ്രാഞ്ച് കൊടുക്കുന്നു, ഇവിടെ കുറച്ച് ബ്രാഞ്ച് കൊടുക്കുന്നു, പിന്നെയോ ഇതിന് ചുറ്റുമായിട്ട് കുറച്ച് സെൽസ് വരച്ചു കൊടുക്കുന്നു. അപ്പം ഇത് ഡെൻഡ്രൈറ്റ്, ഇത് സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്ന് പറയാം, ഇത് ആക്സോൺ. ഓക്കെ, ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി, കൂടുതൽ പഠിക്കണ്ട. ഇവിടെ നമ്മൾ നെർവ് എൻഡിങ് എന്നും പറയും. അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഇതുപോലൊന്ന് വരച്ചു വെച്ചു കേട്ടോ. ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിക്കണം വരയ്ക്കാനായിട്ട്. സോ ന്യൂക്ലിയസ്, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, സൈറ്റോൺ ആണുള്ളത്. സൈറ്റോൺ ലാർജ് സെൻട്രൽ ഭാഗമാണ്, അവിടെ ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. സൈറ്റോപ്ലാസം ഫ്രം വിച്ച് ലോങ് തിൻ ഹെയർ ലൈക്ക് പാർട്സ് അറൈസ് ആണ്. ഡെൻഡ്രൈറ്റോ ഷോർട്ട് ബ്രാഞ്ച്ഡ് ഫൈബർ ഓഫ് ന്യൂറോൺ വിച്ച് റിസീവ് ന്യൂറോൺ ഇമ്പൾസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത്? ഇവിടെ നമുക്ക് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ലാസ്റ്റ് കാണുന്ന ബ്രാഞ്ചസ് അല്ലെ. ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. ആ ബ്രാഞ്ചസിന്റെ മെയിൻ ബ്രാഞ്ച് പിന്നെ ഡെൻഡ്രോണായി. ന്യൂക്ലിയസ് ഉള്ള ഭാഗമാണ് സൈറ്റോൺ. ഈ ന്യൂറോണിന്റെ ഏറ്റവും ലോങ്സ്റ്റ് പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ അതെന്താ? അത് നമ്മുടെ ആക്സോൺ ആണ്. ഒരു ന്യൂറോണിന്റെ ഏറ്റവും ലെങ്ത് കൂടിയ ഭാഗം എന്ന് പറയുന്നത് ആക്സോൺ ആണ്.
പിന്നെ ഇത് ആക്സോണും ഡെൻഡ്രൈറ്റും തമ്മിലുള്ള കമ്പാരിസൺ സിംഗിൾ നമ്പർ ആണ്. ഡെൻഡ്രൈറ്റ് ബ്രാഞ്ച്ഡ് ആണ്. ലോങ് ആണ് ആക്സോൺ, ഡെൻഡ്രൈറ്റ് സ്മോൾ ആണ്. കണ്ടക്ട് നെർവ് ഇമ്പൾസ് എവേ ഫ്രം സൈറ്റോൺ, ഡെൻഡ്രൈറ്റ് നെർവ് ഇമ്പൾസ് ടുവേർഡ് ദ സൈറ്റോൺ ആണ്. സൈറ്റോണിൽ മെസ്സേജ് കൊണ്ടുവരികയാണ്, ആക്സോൺ എന്താ അടുത്ത ന്യൂറോണിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെർവ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ ഇലക്ട്രിക് സിഗ്നൽസ് പാസ് ത്രൂ ദ ന്യൂറോൺ. ഈ ന്യൂറോണിലൂടെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ മെസ്സേജസ് പാസ് ഓൺ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. കേട്ടോ, നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇനി ഇതാ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ നോക്കിക്കോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കിയോ. എപ്പിത്തീലിയൽ ടിഷ്യൂ ഓർ എപ്പിത്തീലിയം ഫോം ഔട്ടർ കവറിംഗ് ഓഫ് സ്കിൻ ആൻഡ് ഓൾസോ ലൈൻസ് ദ ബോഡി ക്യാവിറ്റി. ഫോം ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, റീപ്രൊഡക്റ്റീവ്, എക്സ്ക്രീറ്ററി ട്രാക്ട്. എപ്പിത്തീലിയനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. നെയിം ദ ടിഷ്യൂ പ്രസന്റ് അണ്ടർ ദ സ്കിൻ അറേഞ്ച്ഡ് ഇൻ എ പാറ്റേൺ ഓഫ് ലെയർ. ഇവിടെ പറയുന്നത് ഏത് ടിഷ്യൂവാ? സ്കിന്നിൽ കാണുന്നത് പാറ്റേൺ ഓഫ് ലെയർ ആയിട്ട് സ്കിന്നിന്റെ ഭാഗത്ത് കാണുന്നത് ഏത് ടിഷ്യൂ? നമ്മൾ സ്കിന്നിൽ കാണുന്ന ടിഷ്യൂ ഏത് എപ്പിത്തീലിയ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആരാ കമന്റ് ചെയ്ത് നോക്കട്ടെ. ഏത് മൂഡ്, ഏത് മൂഡ്, ഏത് മൂഡ്, മൂഡ്, ഏത് മൂഡ്, പള്ളി മൂഡ്, ഏത് മൂഡ്, ഓണം മൂഡ്, ഏത് മൂഡ്, പപ്പടം മൂഡ്. യെസ്, കമാൺ കമാൺ. എടാ എപ്പിത്തീലിയൽ ടിഷ്യൂ ഏത് എപ്പിത്തീലിയൽ ടിഷ്യൂവാ? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ് കേട്ടോ. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് സ്കിന്നിന്റെ അടിയിൽ കാണുന്ന പാറ്റേൺ ഓഫ് ലെയറിൽ കാണുന്നത്. ഇനി നെയിം എനി വൺ ലൊക്കേഷൻ അവർ ബോഡി വിച്ച് ബേസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. എവിടെയായിരുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണാം. എപ്പിത്തീലിയൽ ടിഷ്യൂ വിച്ച് ഹസ് പില്ലർ ലൈക്ക് ടാൾ സെൽ. ടാൾ സെൽസ് കാണുന്നത് എവിടെയാ? കോളംനാർ സെല്ലിൽ കാണുന്നത് എവിടെയാ? കോളംനാർ എപ്പിത്തീലിയം. സ്റ്റേറ്റ് ഹൗ എപ്പിത്തീലിയം ഈസ് സെപ്പറേറ്റഡ് ഫ്രം അണ്ടർലൈങ് ടിഷ്യൂ. എങ്ങനെയാ? Epithelium is separated from underlying tissue by an extracellular fibrous basement membrane. ഒരു ഫൈബ്രസ് ബേസ്മെന്റ് മെംബ്രെയിൻ വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തേതോ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എപ്പിത്തീലിയൽ ടിഷ്യൂ സെൽ. അല്ലെ, എപ്പിത്തീലിയൽ ടിഷ്യൂ സെൽസ് ആർ ടൈറ്റ്ലി പാക്ഡ് ആൻഡ് ഫോംസ് എ കണ്ടിന്യൂസ് ഷീറ്റ്. ദേ ഹാവ് നോ ഇന്റർസെല്ലുലാർ സ്പേസസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ നമുക്ക് കാണാം കണ്ടിന്യൂസ് ലെയർ ആണ്, അവർക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് ഒന്നുമില്ല. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെ നമ്മൾ ടിഷ്യൂസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ 9th CBSE ബയോളജിയിലെ 2 ചാപ്റ്റർ നമ്മൾ പവർ പാക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പൊ മിസ്സിന് ഒരു കയ്യടി തരണം. ഞാൻ എനിക്ക് വേണ്ടി തന്നെ കയ്യടി അടിച്ച്. നിങ്ങൾ എന്താണോ എനിക്കൊരു കയ്യടി തരാത്തേ? അപ്പൊ മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂസിന്റെ ഫങ്ഷൻ ഒന്ന് നോക്കി വെച്ചോളാം. മെസ്സേജസ് കാണാൻ, നമുക്ക് കാണാന് കേൾക്കാന്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാനൊക്കെ ആയിട്ടാണ് എന്തുള്ളത്? നമുക്ക് നെർവ് മെസ്സേജസ് ഉള്ളത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. Which among the following muscular tissues will not show striation? Skeletal, smooth, cardiac. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ. കമന്റ് ബിലോ. ആൻഡ് പിന്നെ എന്ത് ചെയ്യണം? മിസ്സിന്റെയും സാറിന്റെ ഒക്കെ ക്ലാസ് ഇഷ്ടമായോ, അടിപൊളിയായിട്ട് മനസ്സിലായോ, എല്ലാം പക്ക ഡബിൾ പക്ക ആണെങ്കിൽ അതും നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ സ്നേഹം എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് മറ്റൊരു കാര്യം, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞതാണ്, എല്ലാം കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഒരിക്കലും കളയരുത്. അപ്പൊ ഫ്ലാറ്റ് 10% ഓഫറാണ്. കൂടാതെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടാബ്ലറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം നല്ലോണം ഉപയോഗിക്കുക. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് മുന്നോട്ട് വരിക. പിന്നെ ഫാൽക്കന്റെ കാര്യം പറയണ്ടല്ലോ, ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ ഹയർ ടേംസിലേക്ക്, ഹയർ ലെവലിലേക്ക് ഉയരാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഫാൽക്കൺ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓൾറെഡി നിഞ്ച ബാച്ചിലുള്ള കുട്ടികളെല്ലാം വേഗം ജോയിൻ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുള്ളൂ. ഓൾ പക്ക സെറ്റാണ്, റെഡി സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാടാ. എല്ലാം ഡബിൾ ഓക്കെ, ട്രിപ്പിൾ ഓക്കെ അല്ലേ? പക്കാണ് എങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. കൂടുതൽ ചോദ്യങ്ങളും വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. Till then, good night, bye bye, sweet dreams, love you all.